32ാമത്തെ റൂമിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ബുധനാഴ്ച ബിഗിനേഴ്സിന് വേണ്ടിയിട്ടുള്ള റൂമാണ്. ഇന്ന് നമ്മുടെ വിഷയം ഡേറ്റാബേസ് കോൺസെപ്റ്റ്സ് എന്നുള്ളതാണ്. ഈ ഒരു വിഷയത്തിൽ സംസാരിക്കുന്നത് നൈസാം ഉളകര. അദ്ദേഹം ഒരു 15 വർഷത്തിലധികമായിട്ട് സോഫ്റ്റ്വെയർ എഞ്ചിനീയറായിട്ട് വർക്ക് ചെയ്യുന്നു. ഇന്ന് സംസാരിക്കാൻ പോകുന്ന വിഷയങ്ങൾ എന്താണ്, ഒരു ബിഗിനർ പോയിന്റ് ഓഫ് വ്യൂവിലാണ് സംസാരിക്കുക. അതായത് എന്താണ് ഡാറ്റാബേസ്, അതുപോലെ അതിൻ്റെ ഒരു ഹിസ്റ്ററി, പിന്നെ എന്താണ് SQL, അതുപോലെയുള്ള കാര്യങ്ങളെ കുറിച്ചായിരിക്കും. ഇപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല, റൂം റീസെറ്റ് ചെയ്യുന്ന സമയത്ത് പറയാം. നൈസാമൊക്കെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണെന്ന് തോന്നുന്നു. താങ്ക്സ് ജിജോ. ഒറ്റ സെക്കൻഡ്. കേൾക്കുന്നുണ്ടോ ജിജോ? കേൾക്കാം. ഓക്കെ, എല്ലാവർക്കും നമസ്കാരം. ജിജോ ഒരു ഇൻട്രൊഡക്ഷൻ തന്നു, സോ ഐ ഡോണ്ട് വാണ്ട് ടു സ്പെൻഡ് ടൈം ദർ. ഞാൻ ആദ്യമേ പറഞ്ഞേക്കാം, ഞാനൊരു ഡാറ്റാബേസ് എക്സ്പേർട്ട് അല്ല, പക്ഷേ 15 years ഡാറ്റാബേസുമായി വർക്ക് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് പറയാനേ ഉള്ളൂ. അറ്റ് എനി ടൈം ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ യു ക്യാൻ സ്റ്റോപ്പ് മീ. സിമിലർലി വേറെ ആർക്കെങ്കിലും ഡിഫറെൻ്റ് ഒപ്പീനിയൻ അല്ലെങ്കിൽ കുറച്ചൊരു നോളജബിളായ ആൻസേഴ്സ് ഉണ്ടെങ്കിൽ ഫീൽ ഫ്രീ ടു കറക്റ്റ് മീ എന്ന് പറഞ്ഞുകൊണ്ട് ഐ വിൽ സ്റ്റാർട്ട്. അപ്പോൾ നമ്മൾ കവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ജിജോ പറഞ്ഞ പോലെ വളരെ ബേസിക്സ് ആണ്. ബേസിക്കലി ഡാറ്റാബേസ്, അതിൻ്റെ എവല്യൂഷൻ, വാട്ട് ആർ ദ ഓപ്ഷൻസ് വി ഹാവ് ടുഡേ. ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യുമ്പോൾ അതിൽ ഏത് ഡാറ്റാബേസ് പിക്ക് ചെയ്യണം എന്നുള്ളൊരു ട്രേഡ് ഓഫ് ഉണ്ടാക്കുന്നത് എങ്ങനെ, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ. പിന്നെ വിൽ വൈൻഡ് അപ്പ് ദ സെഷൻ വിത്ത്, ഇതൊരു ഡെവോപ്സ് റൂം ആയതുകൊണ്ട് വാട്ട് ഈസ് ദ റോൾ ഓഫ് എ ഡെവോപ്സ്. ഇപ്പോൾ മൈക്രോ സർവീസ് ആർക്കിടെക്ചർ ആൻഡ് ഡെവോപ്സ് പ്രാക്ടീസ് എല്ലാം വളരെ പ്രോമിനൻ്റ് ആയതുകൊണ്ട് ഒരു ഡെവോപ്സ് എഞ്ചിനീയർ എന്നുള്ള നിലയിൽ വേർ ഡു വി ഫിറ്റ് ഇൻ, അല്ലെങ്കിൽ വാട്ട് ആർ ദ റോൾസ് വി കുഡ് പ്ലേ ടു മേക്ക് ആൻ എഫക്റ്റീവ് ഡാറ്റാബേസ് administration for the software. Okay, അപ്പോൾ ലെറ്റ് സ്റ്റാർട്ട് ഓഫ് വിത്ത് ഡാറ്റാബേസ്. എനിക്ക് തോന്നുന്നു റൂമിൽ എല്ലാവരും ഡാറ്റാബേസ് എന്താണെന്നറിയാം. അറ്റ്ലീസ്റ്റ് ഡാറ്റ എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഡാറ്റ എന്ന് വെച്ചാൽ എല്ലാം ഒരു ഡാറ്റയാണല്ലോ ഇന്നത്തെ ലോകത്ത്. സോ ഒരു സോഫ്റ്റ്വെയറിൻ്റെ പ്രൈമറി ഒബ്ജക്റ്റീവ് ഒരു ഡാറ്റ, ഇറ്റ്സ് ടു ആക്ട് ഓൺ ഡാറ്റ, റൈറ്റ്. അത് പലതരത്തിലുള്ള ഡാറ്റ ഉണ്ടാവും, അതിൽ ആക്ട് ചെയ്യുന്നതാണ്. അപ്പോൾ സോഫ്റ്റ്വെയർ ടിപ്പിക്കലി 2 ടൈപ്പ് ഓഫ് ഡാറ്റയാണ് ഡീൽ ചെയ്യുന്നത്. ഒന്ന് ഇൻ മെമ്മറി ഡാറ്റ, രണ്ടാമത്തത് പേഴ്സിസ്റ്റഡ് ഡാറ്റ. അപ്പോൾ ഇത് രണ്ടും തമ്മിൽ വ്യത്യാസം എന്താണെന്ന് ചോദിച്ചാൽ, ഒരു വളരെ ലെയിം എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മളൊരു വെബ് പേജ് ഡിസൈൻ ചെയ്തു. ആ വെബ് പേജിൽ ഇറ്റ് അലൗസ് യു ടു ആഡ് ദ നമ്പർ ഓഫ് സ്റ്റെപ്സ് യു ടേക്ക് എ ഡേ. സോ നമുക്ക് വൈകുന്നേരം വന്ന് ആ വെബ് പേജിൽ പോയിട്ട് ഇപ്പോൾ പറയുകയാണെങ്കിൽ ഞാൻ രാവിലെ 10 എടുത്തു, ഉച്ചക്ക് 20 എടുത്തു, 30 എടുത്തു എന്ന് എൻട്രി ചെയ്യാൻ അവിടെ ഒരു പേജ് ഉണ്ടെങ്കിൽ ദ വെബ്സൈറ്റ് കുഡ് പൊട്ടൻഷ്യലി ഡു ഈസ്, ഈ ഇൻപുട്ടുകളെല്ലാം അക്സെപ്റ്റ് ചെയ്തതിന് ശേഷം ഇറ്റ് ക്യാൻ പ്രോസസ് ഇതിൻ്റെ സം കണ്ടുപിടിക്കുന്നതാണെങ്കിലോ, അല്ലെങ്കിൽ ഇതെല്ലാം ഇൻ മെമ്മറിയിൽ തന്നെ പ്രോസസ്സ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇൻ മെമ്മറിയിൽ പ്രോസസ്സ് ചെയ്തിട്ട് ആ ഡാറ്റ ആ പ്രോഗ്രാം ലീവ് ചെയ്യുന്ന അത്ര നേരം നിൽക്കുന്നുള്ളൂ, അതിനുശേഷം ദാറ്റ് ഡാറ്റ ഇസ് ഗോൺ. അപ്പോൾ ഇൻ മെമ്മറിയിൽ പ്രോസസ്സ് ചെയ്തിട്ട് ഇറ്റ് മൈറ്റ് ഷോ യു ഇപ്പോൾ 10,000 സ്റ്റെപ്സ് ആകുമ്പോൾ വെബ് പേജിൻ്റെ കളർ മാറ്റി ഗ്രീൻ ആക്കി തരും. അല്ലെങ്കിൽ വളരെ കുറച്ച് സ്റ്റെപ്പാണ്, ഇറ്റ് വിൽ ടെൽ യു ദാറ്റ് ഇറ്റ്സ് റെഡ്, യു ഹാവ് നോട്ട് ഡൺ ഇനഫ് ടുഡേ എന്നുള്ളൊരിത് അത് പറഞ്ഞുകൊണ്ടേയിരിക്കും. ഫൈനലി വെൻ യു സേ ദിസ് ഈസ് ഓൾ വാട്ട് ഐ ഹാവ് ഡൺ ഫോർ ദ ഡേ എന്ന് പറഞ്ഞ് സബ്മിറ്റ് ചെയ്യുമ്പോൾ the software decide to persist the data. That is where the difference comes in. അപ്പോൾ അത്രയും നേരം അത് ഇൻ മെമ്മറിയിൽ ആ ഡാറ്റേനെ പ്രോസസ് ചെയ്തിട്ട് ഇറ്റ് വാസ് കമ്മ്യൂണിക്കേറ്റിംഗ് വിത്ത് യു. അതിനുശേഷം വെൻ യു സേ ഓക്കെ ദിസ് ഈസ് ഓൾ ഫ്രം മീ ഇന്നത്തെ ദിവസത്തെ എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ഇറ്റ് ഡിസൈഡ് ടു പേഴ്സിസ്റ്റ് ദ ഡാറ്റ. അപ്പോൾ ഡാറ്റ പേഴ്സിസ്റ്റ് ചെയ്യാന്ന് വെച്ചാൽ സേവ് ദ ഡാറ്റ. അതായത് പിന്നീട് ഒരു പ്രാവശ്യം തിരിച്ചു വരുമ്പോൾ, നാളെ ഞാൻ വരുമ്പോൾ ഇന്നലെ എത്ര സ്റ്റെപ്സ് എടുത്തു എന്നുള്ള ടോട്ടൽ എനിക്ക് കാണാൻ പറ്റണം. അതാണ് പേഴ്സിസ്റ്റൻസ് എന്നുള്ളതുകൊണ്ട്. അപ്പോൾ ഈ ഡാറ്റ പേഴ്സിസ്റ്റ് ചെയ്യാൻ വേണ്ടി ദർ ആർ ഡിഫറെൻറ്റ് ട്രിക്സ്, റൈറ്റ്. നമ്മൾക്കൊക്കെ അറിയാം, പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് അറിയുന്ന എല്ലാവർക്കും അറിയുന്നുണ്ടാവും സീരിയലൈസേഷൻ എന്ന് പറയുന്നൊരു കൺസെപ്റ്റ്. അല്ലെങ്കിൽ സിമ്പിളായിട്ട് നമ്മൾ ചെറുപ്പത്തിൽ പ്രോഗ്രാമിംഗ് തുടങ്ങിയ സമയത്തൊക്കെ ഒരു ഫയലിലോട്ട് എന്തെങ്കിലുമൊക്കെ റൈറ്റ് ചെയ്ത് സേവ് ചെയ്യുന്നത്, ഇങ്ങനെയൊക്കെ ഡാറ്റ പേഴ്സിസ്റ്റ് ചെയ്യാം. പക്ഷേ ഇങ്ങനെയൊക്കെ ഡാറ്റ പേഴ്സിസ്റ്റ് ചെയ്താൽ
ഫസ്റ്റ് ഓഫ് ഓൾ അങ്ങനത്തെ പെർസിസ്റ്റൻസ് എഫിഷ്യൻ്റ് അല്ല. രണ്ടാമത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ആ ഡാറ്റയെ തിരിച്ച് റീഡ് ചെയ്ത് അതിനെ പ്രോസസ്സ് ചെയ്യുന്നതൊക്കെ വളരെ ബുദ്ധിമുട്ടാണ്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മുടെ കേസിൽ എല്ലാ ദിവസത്തെയും സ്റ്റെപ്സ് ഒരു ഫയലിലാണ് ഇട്ടിരുന്നെങ്കിൽ ഒരാഴ്ച കഴിഞ്ഞ് ഞാൻ വന്ന് നോക്കുകയാണ് സെപ്റ്റംബർ 1 എൻ്റെ സ്റ്റെപ്സ് ഏതാണ് നോക്കാൻ ആ ഫയൽ പാഴ്സ് ചെയ്യണം, അല്ലെങ്കിൽ ആ ഫയലിൻ്റെ ലൊക്കേഷൻ കണ്ടുപിടിക്കണം. അങ്ങനെ വലിയ ബുദ്ധിമുട്ടാണ് ഇങ്ങനത്തെ ഒരു പെർസിസ്റ്റൻറ്റ് സിസ്റ്റത്തിൽ നിന്ന് ഡാറ്റ റിക്കവർ ചെയ്യാൻ. അപ്പോൾ ഇതിനുള്ളൊരു സൊല്യൂഷനായിട്ടാണ് ഡാറ്റാബേസ് എന്ന് പറയുന്ന കൺസെപ്റ്റ്. എഫക്റ്റീവായിട്ട് ഒരു ഡാറ്റ സ്റ്റോർ ചെയ്യുന്നു, അതുപോലെ തന്നെ വളരെ എഫക്റ്റീവായിട്ട് ആ ഡാറ്റ റിസ്റ്റോർ ചെയ്ത് അല്ലെങ്കിൽ റിക്കവർ ചെയ്ത് അല്ലെങ്കിൽ ആ ഡാറ്റനെ ക്വറി ചെയ്ത് ഇറ്റ് അലൗസ് എ സോഫ്റ്റ്വെയർ ടു ആക്ട് അപ്പോൺ. അപ്പോൾ ഡാറ്റാബേസിനെ കുറിച്ച് പറയുമ്പോൾ പറയേണ്ട വേറൊരു കാര്യമാണ് ഡാറ്റ. അപ്പോൾ എവല്യൂഷൻ ഓഫ് ഡാറ്റ ഇൻ സോഫ്റ്റ്വെയർ. അപ്പോൾ നമ്മൾ ഹിസ്റ്റോറിക്കലി ഇഫ് വി ഗോ ബാക്ക് ലൈക്ക് 10-15 ഇയേഴ്സ് ബാക്ക്, ഏറ്റവും വലിയ ഡാറ്റ പ്രോസസ്സ് ചെയ്യുന്ന സോഫ്റ്റ്വെയർസ് വേർ മേ ബി ബാങ്കിങ് സോഫ്റ്റ്വെയർസ് അല്ലെങ്കിൽ ടെലികോം ഓപ്പറേറ്റേഴ്സ്. ഇവർക്കൊക്കെയാണ് മില്യൺസ് ഓഫ് യൂസേഴ്സൊക്കെ ഉണ്ടായിരുന്നത്. അപ്പോൾ അന്നത്തെ, അതായത് ഇനീഷ്യൽ സോഫ്റ്റ്വെയർസ് ഓർ ഇനീഷ്യൽ ഡാറ്റാബേസസ് വർ ഡിസൈൻ ടു ഡീൽ വിത്ത് ഇത്രയും എമൗണ്ട് ഓഫ് ഡാറ്റ. അതായത് ഇപ്പോൾ ഒരു ഫ്യൂ മില്യൺസ് ഓഫ് ഡാറ്റേനെ പ്രോസസ് ചെയ്യാൻ വേണ്ടിയുള്ളൊരു ഡാറ്റാബേസാണ് അത് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരുന്നതും ഓപ്റ്റിമൈസ് ചെയ്തുകൊണ്ടിരുന്നതൊക്കെ. ഫോർ എക്സാമ്പിൾ എനിക്ക് തോന്നുന്നു ഞാനൊക്കെ മുന്നേ ജോലി ചെയ്തപ്പോൾ ഏറ്റവും വലിയ കസ്റ്റമർ വാസ് റിലയൻസ്. ഇപ്പം ജിയോ അല്ല, റിലയൻസ് ടെലികോം എന്നും പറഞ്ഞൊരു കസ്റ്റമറിലായിരുന്നു. ദേ ഹാഡ് അബൌട്ട് 100 മില്യൺ യൂസേഴ്സ് ഇൻ അവർ സിസ്റ്റം. അതൊക്കെയായിരുന്നു അന്നത്തെ വലിയ ഡാറ്റ, 100 മില്യൺ എന്നൊക്കെ പറയുന്നു. പക്ഷേ തിങ്സ് ചേഞ്ച്ഡ് ഓവർ ദ ലാസ്റ്റ് ഫ്യൂ ഇയേഴ്സ്. അത് ചേഞ്ച് ചെയ്യാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ഒന്നാമത് സോഷ്യൽ മീഡിയ. അപ്പോൾ ഇതുവരെ ഉണ്ടായിരുന്നതിൻ്റെ പുതിയ ആപ്ലിക്കേഷൻസിൻ്റെ ഒരു ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മൾ ഫോർ എക്സാമ്പിൾ നമ്മൾ സിറ്റി ബാങ്കിനെ എടുക്കുകയെന്ന് വെച്ചു. ഇപ്പോൾ സിറ്റി ബാങ്ക് അവരുടെ ഓരോ ഡിപ്ലോയ്മെൻറ്റും ഈസ് കൺഫൈൻഡ് ടു എ കൺട്രി, റൈറ്റ്? ഇപ്പോൾ സിറ്റി ബാങ്കിന് അക്രോസ് ദ വേൾഡ് മേ ബി ദേ ഹാവ് എ ബില്യൺ കസ്റ്റമേഴ്സ് എന്ന് വെച്ചാൽ പോലും അവരുടെ ഡിപ്ലോയ്മെൻറ്റ് US ഈസ് എ സ്പെസിഫിക് ഡിപ്ലോയ്മെൻറ്റ്, ഇന്ത്യ ഈസ് എ സെപ്പറേറ്റ് ഡിപ്ലോയ്മെൻറ്റ്. അങ്ങനെ കൺഫൈൻഡ് ആയതുകൊണ്ട് അവരുടെ സ്കെയിലബിലിറ്റി അവർക്ക് വളരെ നന്നായി പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ US 300 മില്യൺ യൂസേഴ്സ് ഉണ്ടെങ്കിൽ ദേ ക്യാൻ സേ ദാറ്റ് ഓക്കെ അറ്റ് എനി ടൈം നമ്മുടെ യൂസർ ബേസ് ഇസ് നോട്ട് ഗോയിങ് ടു ബി മോർ ദാൻ ലെറ്റ്സ് എ 60 മില്യൺ ഓർ 50 മില്യൺ പറയാൻ പറ്റുമായിരുന്നു മുന്നേ. അതുപോലെ തന്നെ അങ്ങനത്തെ ഒരു സെറ്റപ്പിൽ ദേ കുഡ് അഫോർഡ് ഡൗൺ ടൈം. അതായത് ഇപ്പോൾ US നൈറ്റ് ആയിരിക്കുമ്പോൾ ദേ കുഡ് സേ ഓക്കെ ഞങ്ങൾക്കൊരു സിസ്റ്റം മെയിൻ്റനൻസ് ഉണ്ട് അല്ലെങ്കിൽ ഡാറ്റാബേസ് മെയിൻ്റനൻസ് ഉണ്ട്, അതുകൊണ്ട് വി വിൽ ബി ടേക്കിംഗ് എ ഡൗൺ ടൈം ഫ്രം 1 AM to 3 AM ഓൺ എ ഫ്രൈഡേ എന്ന് പറഞ്ഞാൽ നോബഡി കെയർസ്, കാരണം ആ സമയത്ത് ഒരു യൂസേഴ്സ് ഇല്ല. പക്ഷേ ഇതെല്ലാം ചേഞ്ച് ചെയ്തത് സോഷ്യൽ മീഡിയയാണ്. കാരണം സോഷ്യൽ മീഡിയ വന്നപ്പോൾ ദ ഹോൾ വേൾഡ് ഈസ് ഇൻ വൺ ഡിപ്ലോയ്മെൻറ്റ്. അതായത് ഇപ്പോൾ ഇറ്റ് വിൽ ബി സോ വിയേർഡ്. ഇപ്പോൾ എനിക്ക് ഇവിടെ ഇരുന്ന് ജിജോനെ ഒരു ഫ്രണ്ടായി ഫേസ്ബുക്കിൽ കാണാൻ പറ്റുന്നില്ലെങ്കിൽ ഇറ്റ് വിൽ ബി സോ വിയേർഡ്. അപ്പോൾ ആ ഒരു ഐഡിയ തന്നെ പോയി. ദർ ഇസ് നോ മോർ ബൗണ്ടറീസ്, ഡിപ്ലോയ്മെൻറ്റ് ഈസ് യൂണിവേഴ്സൽ. അപ്പോൾ അതിൻ്റെ ഒരു ബൈ പ്രൊഡക്റ്റായി വന്നതാണ് ദ സ്കെയിൽ ഓഫ് ഡാറ്റ. നമ്മളൊരു മില്യൺസ് ഓഫ് റോസ് ഡീൽ ചെയ്തിരുന്നിരുന്ന് വി സ്റ്റാർട്ടഡ് പ്രോസസ്സിങ് ബില്യൺസ് ഓഫ് റോസ് ഓർ ഹൺഡ്രഡ്സ് ഓഫ് ബില്യൺസ് ഓഫ് റോസ്. അതുപോലെ തന്നെ അവൈലബിലിറ്റിയിലും വലിയ ഡിഫറൻസ് വന്നു. കാരണം ഫേസ്ബുക്ക് കനോട്ട് സേ ഞങ്ങൾക്ക് സിസ്റ്റം അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടി 2 മണിക്കൂർ ദ സിസ്റ്റം ഈസ് ഗോയിങ് ടു ബി ഡൗൺ. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അവരാ പിക്ക് ചെയ്യുന്ന 2 hour വിൻഡോ ഒരുപക്ഷെ ഒരു കൺട്രിയിൽ നൈറ്റ് ആണെങ്കിൽ മറ്റൊരു കൺട്രിയിൽ അത് ഡേ ആണ്. സോ ദേ ഹാവ് ടു ബി അവൈലബിൾ ത്രൂ ഔട്ട്. അപ്പോൾ അവൈലബിലിറ്റി റിക്വയർമെൻറ്റ്സും ഡാറ്റ സ്കെയിലും ഭയങ്കരമായി ചേഞ്ച് ചെയ്തു. പിന്നെ അനദർ തിങ് ഈസ് മെഷീൻ ലേണിംഗ് പിക്കിംഗ് അപ്പ്. സോ മെഷീൻ ലേണിംഗ് പിക്ക് ചെയ്തപ്പോൾ മെഷീൻ ലേണിങ്ങിൻ്റെ ഒരു വലിയ ആസ്പെക്റ്റാണ് ഡാറ്റ അനാലിസിസ്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ബ്രസ്റ്റ് ക്യാൻസറുള്ള ആൾക്കാരുടെ DNA അനലൈസ് ചെയ്തിട്ട് അതിലൊരു കോമൺ പാറ്റേൺ കണ്ടുപിടിക്കുന്നു. ഇതൊന്നും ഹ്യൂമൻലി പോസിബിൾ ആയിരുന്നില്ല മുന്നേ. കാരണം ദ DNA ഹാഡ് സോ മെനി വേരിയേഷൻ, സോ മച്ച് ഇൻഫർമേഷൻ ദാറ്റ് നോ ഹ്യൂമൻ ക്യാൻ അനലൈസ്. സൊല്യൂഷനിലോട്ട് പോവുകയാണെങ്കിൽ ട്രഡീഷണലി നമുക്ക് എല്ലാവർക്കും അറിയുന്ന, അല്ലെങ്കിൽ നമ്മൾ മോസ്റ്റ് ഓഫ് അസ് ഹാവ് യൂസ്ഡ് ദിസ് കോൾഡ് RDBMS സിസ്റ്റംസ്, റിലേഷണൽ ഡാറ്റാബേസസ് എന്ന് പറയും. അതെന്താണെന്ന് വെച്ചാൽ നമുക്കറിയാമല്ലോ, ഒരു ഫിക്സ്ഡ് സ്കീമയാണ് ഡാറ്റാബേസിൽ ഉണ്ടാവുക. അതായത് ഇപ്പോൾ ഒരു ടേബിൾ അല്ലെങ്കിൽ എൻ്റെ പേഴ്സണൽ ഡാറ്റ റെപ്രസെൻറ്റ് ചെയ്യണമെങ്കിൽ ദർ വിൽ ബി എ പേഴ്സൺ ടേബിൾ വിച്ച് വിൽ ഹാവ് നെയിം ആൻഡ് ID ആൻഡ് മൈ പാസ്വേഡ് ഓർ വാട്ട് എവർ. പിന്നെ നോർമലൈസേഷൻ എന്ന് വെച്ചാൽ
ഡാറ്റേനെ ഒപ്റ്റിമൈസ് ചെയ്ത് സ്റ്റോർ ചെയ്യുക. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഞാൻ ഒരു ക്രെഡിറ്റ് കാർഡ് സിസ്റ്റം ആണെന്ന് വെച്ചു. അപ്പോൾ ഒരു യൂസർ ഉണ്ട്, അതൊരു യൂസർ ടേബിളിൽ വെച്ചു. എന്നിട്ട് വൺ വേ ഓഫ് സ്റ്റോറിങ് ഇറ്റ് ഈസ് ഒരു ക്രെഡിറ്റ് കാർഡ് എന്ന് പറയുന്ന ഒരു ടേബിൾ ഇട്ടിട്ട് അത് തന്നെ എല്ലാ കാർഡിന് അഗൻസ്റ്റും യൂസർ ഇൻഫർമേഷൻ സ്റ്റോർ ചെയ്യുക. പക്ഷേ അതിനേക്കാൾ എഫിഷ്യൻ്റായിട്ട് ചെയ്യാൻ പറ്റുന്നൊരു മെത്തേഡ് എന്താണെന്ന് വെച്ചാൽ ഡീനോർമലൈസ് ചെയ്യുമ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ചാൽ ക്രെഡിറ്റ് കാർഡ് ഇൻഫർമേഷൻസ് എല്ലാം ഒരു ടേബിളിൽ പോവും, യൂസർ ഇൻഫർമേഷൻസ് എല്ലാം മറ്റൊരു ടേബിളിൽ പോവും. എന്നിട്ട് ഈ രണ്ട് ടേബിളും തമ്മിൽ ഒരു യൂസർ ഐ ഡി വെച്ച് ലിങ്ക് ചെയ്യും. അതായത് എനിക്ക് 5 ക്രെഡിറ്റ് കാർഡ് ഉണ്ടെങ്കിൽ ആ 5 റോസിൻ്റെ ക്രെഡിറ്റ് കാർഡ് ടേബിൾ വിൽ ജസ്റ്റ് ലിങ്ക് ടു മൈ യൂസർ ഐ ഡി. അതാണ് RDBMSൻ്റെ ഒരു കൺസെപ്റ്റ്. അപ്പോൾ പ്രീ ഡിഫൈൻഡ് സ്കീമ, നോർമലൈസേഷൻ, അതിൻ്റെ കൂടെയുള്ള ടേബിൾസ്, കോളംസ്, ഇതൊക്കെ എല്ലാവർക്കും അറിയാമെന്നുള്ളൊരു അസംഷനിൽ ഞാൻ മുന്നോട്ട് പോവാണ്. ആർക്കെങ്കിലും സ്റ്റോപ്പ് ചെയ്യണമെങ്കിൽ പറയാം കേട്ടോ, അല്ലെങ്കിൽ അറ്റ് ദ എൻഡ് ഐ തിങ്ക് ജിജോ വിൽ ഗിവ് ചാൻസ് ഫോർ ക്വസ്റ്റ്യൻസ് എന്ന് തോന്നുന്നു. പിന്നെ ഇങ്ങനത്തെ ഡാറ്റാബേസസിൻ്റെ എക്സാമ്പിൾസ് പറയുമ്പോൾ ദ മൈറ്റിയസ്റ്റ് വൺ ഈസ് ഒറക്കിൾ, പിന്നെ കൂടെ MySQL, Postgres എന്നൊക്കെ പറഞ്ഞു. പിന്നെ സോ മെനി സൊല്യൂഷൻസ് ഫ്രം എച്ച് പി വെർട്ടിക്ക, പിന്നെ മൈക്രോസോഫ്റ്റ് ഹാസ് SQL സെർവർ, അങ്ങനെ കുറേ എണ്ണം ഉണ്ടായിരുന്നു ഈ RDBMS. അപ്പോൾ ഈ RDBMSൻ്റെ കുറച്ച് പ്രോപ്പർട്ടീസ് അല്ലെങ്കിൽ കുറച്ച് നോട്ട് ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒരു RDBMS സെർവർ ഈസ് ഓൾവേസ് വെർട്ടിക്കലി സ്കെയിൽഡ് എന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മളൊരു സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്തപ്പോൾ വി ഹാഡ് 10,000 യൂസേഴ്സ്, അത് 100,000 ആയി, പിന്നെ 1 million ആയി, 10 million ആയി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ, ഈ ഒരൊറ്റ ഡാറ്റാബേസ് സെർവറിൽ നിന്ന് ഞാൻ പറയുന്നുണ്ടെങ്കിലും ഇറ്റ് വിൽ ഹാവ് റെപ്ലിക്കാസ് ആൻഡ് ഓൾ ദോസ് തിങ്സ് ഒക്കെ. പക്ഷേ ബേസിക്കലി ഈ ഒരൊറ്റ ഇതിനെ നമ്മളിതിൻ്റെ കപ്പാസിറ്റി കൂട്ടാൻ വേണ്ടി ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, സെർവറിൻ്റെ കേപ്പബിലിറ്റീസ് ഇമ്പ്രൂവ് ചെയ്യും. അതായത് കൂടുതൽ കോർസ് ആഡ് ചെയ്യുക, കൂടുതൽ റാം, കൂടുതൽ മെമ്മറി ആഡ് ചെയ്യുക. ഇതിനെയാണ് വെർട്ടിക്കൽ സ്കെയിലിംഗ്. അപ്പോൾ ആ സെയിം സെർവറിനെ തന്നെ നമ്മൾ കൂടുതൽ പവർഫുള്ളാക്കുകയാണ് RDBMSൽ ചെയ്യുന്നത്. അത് എന്തുകൊണ്ടാണ് വേറൊരു കൺസെപ്റ്റ് പറയുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ ക്ലിയർ ആവും. പക്ഷേ അപ്പോൾ വെർട്ടിക്കൽ സ്കെയിലിങ്ങിന് അതിൻ്റെ ഒരു ബൈ പ്രൊഡക്റ്റ് എന്താണെന്ന് വെച്ചാൽ ഇറ്റ് ഇസ് ടു കോസ്റ്റ്ലി. കാരണം 10 ചീപ്പ് കമ്പ്യൂട്ടർ വാങ്ങിയതിനേക്കാളും കൂടുതലാണ് ഒരു 32 കോറുള്ള ഒരൊറ്റ സിംഗിൾ കമ്പ്യൂട്ടർ വാങ്ങിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ബിയോണ്ട് ലിമിറ്റ് കഴിയുമ്പോൾ ഇറ്റ് ബിക്കംസ് മോർ ആൻഡ് മോർ കോസ്റ്റ്ലി. പിന്നെ ഇറ്റ് വിൽ ഹാവ് ഒരു അപ് ടു ഒരു ലിമിറ്റ് വരെ അത് പോവുള്ളൂ. അതിൻ്റെ ബിയോണ്ട് ദാറ്റ് യു കനോട്ട് ഡു എനിത്തിങ് അബൌട്ട്. അതാണ് RDBMS. പിന്നെ ടേബിൾസ് ഇതൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് RDBMS ഓക്കെ, ഐ തിങ്ക് ദാറ്റ്സ് ഫൈൻ. അപ്പോൾ ഈ RDBMSൽ ആയിരുന്നു ട്രഡീഷണലി ഉണ്ടായിരുന്ന മിക്ക ഡാറ്റാബേസും ഓൾമോസ്റ്റ് എല്ലാ സോഫ്റ്റ്വെയർ സിസ്റ്റംസും ഇതിനെയാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ നിന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ when the data scaled and when the need to analysis became prominent, നമ്മൾ മുന്നേ ഒന്നും ഇപ്പോൾ ബാങ്കൊക്കെ ട്രാൻസാക്ഷൻ ഡാറ്റയൊക്കെ സ്റ്റോർ ചെയ്യുന്നുണ്ടെങ്കിലും അതിൻ്റെ പുറത്തൊരു അനലൈസ് ചെയ്തൊരു ഇതെടുക്കുന്ന പരിപാടിയൊന്നും മുന്നേ ഒന്നും ഇല്ലായിരുന്നു. അതെല്ലാം മാറിയത് റീസെൻ്റ്ലി. ഇത് മാറിക്കഴിഞ്ഞപ്പോൾ ഈ സ്കെയിലബിലിറ്റി അങ്ങനത്തെ കുറേ ചേഞ്ചസ് ആവശ്യം വന്നപ്പോൾ ദിസ് ന്യൂ കൺസെപ്റ്റ് കെയിം ഇൻ വിച്ച് ഈസ് കോൾഡ് NoSQL ഡാറ്റാബേസസ്. NoSQL എന്ന് വെച്ചാൽ NoSQL എന്നല്ല, നോട്ട് ഓൺലി SQL എന്നാണ്. NoSQL ഡാറ്റാബേസസ് കെയിം ഇൻ. അപ്പോൾ ഈ NoSQL ഡാറ്റാബേസസ് വരാനുള്ള മെയിൻ കാരണങ്ങൾ ഇതിൻ്റെ സ്കെയിലബിലിറ്റി, അവൈലബിലിറ്റി റിക്വയർമെൻറ്റ്സ് ഒക്കെ മാറിയതുകൊണ്ടാണ്. ആൻഡ് another major reason which I missed is നമ്മുടെ സ്ട്രക്ചർ ഓഫ് ദ ഡാറ്റ ഇറ്റ് സെൽഫ് ചേഞ്ച്ഡ്. അതായത് അതുവരെ ദ ഡാറ്റ ദാറ്റ് വി ആർ പ്രോസസ്സിങ് വാസ് വെരി പ്രഡിക്റ്റബിൾ. അതായത് എൻ്റെ ക്രെഡിറ്റ് കാർഡ് ഇൻഫർമേഷൻ അല്ലെങ്കിൽ എൻ്റെ അഡ്രസ്സ്, അങ്ങനെയുള്ള വളരെ പ്രഡിക്റ്റബിൾ ആയിട്ടുള്ള ഒരു സ്കീമ ഡിഫൈൻ ചെയ്ത് അതിനെ മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡാറ്റയായിരുന്നു നമ്മൾ അത്രയും കാലം പ്രോസസ്സ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ അത് മാറിയത് എപ്പോഴാണെന്ന് വെച്ചാൽ ഈ ഡാറ്റ എവല്യൂഷൻ വന്നതിൽ പിന്നെ അത് മാറി. കാരണം ഇപ്പോൾ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് എടുക്കുകയെന്ന് പറഞ്ഞു. ഇപ്പോൾ എൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് എടുക്കുകയാണെങ്കിൽ അതിനെ ഒരു സ്കീമയായി ഡിഫൈൻ ചെയ്യാൻ പറ്റില്ല. കാരണം ഒരു പോസ്റ്റിൽ മേ ബി ദർ ഈസ് എ ടെക്സ്റ്റ്, അല്ലെങ്കിൽ ഒരു വീഡിയോ, അല്ലെങ്കിൽ മേ ബി എ മിക്സ് ഓഫ് ബോത്ത്, അല്ലെങ്കിൽ മേ ബി ഇറ്റ് ഈസ് ഇമേജസ്. ആൻഡ് മൈ പോസ്റ്റ് മൈറ്റ് ഹാവ് 100 കമൻറ്റ്സ്. ഓരോ കമൻറ്റിനും ദർ മൈറ്റ് ബി റിപ്ലൈസ്.
ഈ ചില റിപ്ലൈസ് ദർ വിൽ ബി റിയാക്ഷൻസ്, അങ്ങനെ പല സാധനങ്ങളും ഈ ഒരൊറ്റ കമൻറ്റ് തന്നെയുണ്ട്. അപ്പോൾ ഈ ഒരു കമൻറ്റിനെ അല്ലെങ്കിൽ ഈ ഒരു പോസ്റ്റിനെ ഞാൻ നോർമലൈസ് ചെയ്ത് സേവ് ചെയ്യുകയാണെങ്കിൽ ഐ വിൽ ഹാവ് ടു ഹാവ് ലൈക്ക് 5 or 6 ഡിഫറെൻറ്റ് ടേബിൾസ്. എന്നിട്ട് എൻ്റെ ഒരു പോസ്റ്റിനെ റിക്കവർ ചെയ്യാൻ വേണ്ടി ഞാൻ ഈ 6 ടേബിളിൽ നിന്നും ഡാറ്റ പൊക്കിക്കൊണ്ടുവന്ന് റീജനറേറ്റ് ചെയ്ത് UI കാണിക്കുമ്പോഴേക്കും ഇറ്റ്സ് ഗോയിങ് ടു ടേക്ക് ഫോർ എവർ, റൈറ്റ്? അപ്പോൾ ഇങ്ങനെയുള്ള അൺസ്ട്രക്ചേർഡ്, അതായത് ചിലതിൽ ഇതുണ്ടാവും, ചിലതിൽ അതുണ്ടാവും, ചിലത് വളരെ ഓപ്പൺ എൻഡഡ് ആണ്. ഫോർ എക്സാമ്പിൾ ഒരു സർവേ റെസ്പോൺസ് ഒക്കെ ആണെങ്കിൽ യു ക്യാൻ ടൈപ്പ് എനിത്തിങ്, നോബഡി ക്യാൻ, റൈറ്റ്? അപ്പോൾ ഇങ്ങനെയുള്ള അൺസ്ട്രക്ചേർഡ് ഡാറ്റ സ്റ്റോർ ചെയ്യുന്നുള്ള ഉദ്ദേശത്തോടു കൂടി ആണ് ഈ NoSQL ഡാറ്റാബേസസ് വന്നത്. അതായത് ഒരു പ്രീ ഡിഫൈൻ സ്കീമേ ഒന്നുമില്ലാതെ just store whatever you want, as long as you can parse it and make some meaningful outcome out of it. That's all what it matters. പിന്നെ ഇത് ഒരു സ്ട്രിക്ട്ലി RDBMS എന്ന് പറഞ്ഞാൽ അവരൊരു സ്ട്രിക്ട്ലി പ്രിൻസിപ്പിൾഡ് അപ്രോച്ച് ആയിരുന്നു. അതായത് എല്ലാ RDBMS ഡാറ്റാബേസസും വിൽ ഫോളോ ദീസ് പ്രിൻസിപ്പിൾസ്, ദീസ് തിങ്സ് എന്ന് പറയുന്നതിന് പകരം NoSQL ഡാറ്റാബേസസ് were സൊല്യൂഷൻ ബേസ്ഡ്. അതായത് ഇപ്പോൾ എവറി കമ്പനി ഹാസ് എ പ്രോബ്ലം ടു സോൾവ്. അപ്പോൾ അവരുടെ പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു അപ്രോച്ച്. അതായത് അവർക്ക് ചിലപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ചില കേസിൽ അവർക്ക് വേണ്ടത് കൺസിസ്റ്റൻസി, ഞാൻ പറയും കൺസിസ്റ്റൻസിയൊക്കെ എന്താണെന്ന്, പക്ഷേ ചില കേസിൽ അവർക്ക് വേണ്ടത് കൺസിസ്റ്റൻസിനെ ഗിവ് അപ്പ് ചെയ്തിട്ട് സ്കെയിലബിലിറ്റി കൂട്ടണം എന്നാവും. ചില കേസിൽ അവർക്ക് വേണ്ട അവൈലബിലിറ്റി കീപ്പ് ചെയ്തിട്ട് ട്രാൻസാക്ഷൻ ആറ്റോമിസിറ്റി കുറക്കണം എന്നോ, അങ്ങനെ പല യൂസ് കേസ് ആയിരുന്നു പല ആൾക്കാർക്കും ഉണ്ടായിരുന്നത്. ഫേസ്ബുക്കിൻ്റെ യൂസ് കേസ് അല്ല ഗൂഗിളിൻ്റെ യൂസ് കേസ് അല്ല ഊബറിന്. അപ്പോൾ വാട്ട് ഹാപ്പൻഡ് ഈസ്, ഇങ്ങനെയുള്ള ഓരോ യൂസ് കേസിനും പീപ്പിൾ കെയിം അപ്പ് വിത്ത് ഡിഫറെൻറ്റ് കൺസെപ്റ്റ്സ് ആൻഡ് ഡിഫറെൻറ്റ് ഡാറ്റാ സോഴ്സസ് ഓർ ഡാറ്റാബേസസ്. അതുകൊണ്ടാണ് ഒരു ബ്രോഡ്ലി ക്ലാസിഫൈ ആണെങ്കിൽ ദർ ആർ 3 or 4 ടൈപ്സ്, ദർ ആർ മോർ ടൈപ്സ്. അപ്പോൾ കീ വാല്യൂ പെയർസ് എന്താ നമ്മൾ മിക്ക ആൾക്കാർക്കും അറിയുന്നുണ്ടാവും. ഇപ്പോൾ നമ്മൾ ഇൻ മെമ്മറി ഹാഷസ് ഒക്കെ ആയിട്ട് യൂസ് ചെയ്യുന്നത് സെയിം കൺസെപ്റ്റ് തന്നെ. ഡാറ്റാബേസിൽ ഒരു കീ ഇടുന്നു, അതിനൊരു വാല്യൂ ഉണ്ട്. അങ്ങനത്തെ കുറേ ഡാറ്റാബേസസ് വന്നു. ഫോർ എക്സാമ്പിൾ DynamoDB, Redis ഒക്കെ അതിൻ്റെ എക്സാമ്പിളാണ്. പിന്നെ ഡോക്യുമെൻറ്റ് ഡാറ്റാബേസ്, ഇത് എനിക്ക് തോന്നുന്നു മിക്ക ആൾക്കാരും ഇപ്പോൾ ഒരു പുതിയ സോഫ്റ്റ്വെയർ എഴുതുന്ന എല്ലാവരും യൂസ് ചെയ്തിട്ടുള്ള ഡാറ്റാബേസാണ് MongoDB. അതിലെന്താണെന്ന് വെച്ചാൽ ഡോക്യുമെൻറ്റിന് ഒരു URI അല്ലെങ്കിൽ ഡോക്യുമെൻറ്റിന് ഒരു കീ ഉണ്ട്, ആൻഡ് വാട്ട് ലിവ്സ് ഇൻസൈഡ് ദ ഡോക്യുമെൻറ്റ് ഇസ്, ഓരോ ഡോക്യുമെൻറ്റിൻ്റെ സ്ട്രക്ചർ കുഡ് ബി ഡിഫറെൻറ്റ്. പിന്നെ സോഷ്യൽ മീഡിയയിലെ വലിയൊരു ആപ്ലിക്കേഷൻ ആയിരുന്നു ഗ്രാഫ്. അപ്പോൾ ഗ്രാഫ് സ്ട്രക്ചറിന്, അതായത് ഇപ്പോൾ നമ്മുടെ ഒരു ഫ്രണ്ട്സ് ഗ്രാഫ്, എനിക്ക് എത്ര ഫ്രണ്ട്സ് ഉണ്ട്, അവരുടെ എത്ര ഫ്രണ്ട്സ് ഉണ്ട്, ഇതിൻ്റെ ഒരു ഗ്രാഫ് സ്ട്രക്ചറിനെ സ്റ്റോർ ചെയ്യാൻ വേണ്ടി Neo4j പോലുള്ള ഗ്രാഫ് ഡാറ്റാബേസസ് വന്നു. പിന്നെ ബിഗ് ടേബിൾ, കസാൻഡ്ര പോലെയൊക്കെയുള്ള വൈറ്റ് കോളം ഡാറ്റാബേസ്. അങ്ങനെ ഓരോ യൂസ് കേസിനും RDBMS പറയുന്ന പോലെ ഒരു റിട്ടേൺ പ്രിൻസിപ്പിൾ അല്ലാതെ പല യൂസ് കേസ് സോൾവ് ചെയ്യാൻ വേണ്ടി പല ടൈപ്പ് ഓഫ് NoSQL ഡാറ്റാബേസ് ആണ് വന്നത്. ഇതിൻ്റെ വേറെ അഡ്വാൻറ്റേജ് നേരത്തെ പറഞ്ഞതിന് നേരെ ഓപ്പോസിറ്റ്. ദീസ് ഡാറ്റാബേസസ് ക്യാൻ ബി സ്കെയിൽഡ് ഹൊറിസോണ്ടലി. അതായത് കൂടുതൽ ഡാറ്റ വരും തോറും യു കുഡ് ആഡ് ചീപ്പർ മെഷീൻസ് ഇൻ ടു ഇറ്റ്. പല ഡാറ്റാബേസും ഇൻബിൽറ്റ് ആയിട്ട് തന്നെ ഹൊറിസോണ്ടൽ സ്കെയിലിങ്ങിനെ സപ്പോർട്ട് ചെയ്തിട്ടാണ് വരുന്നത്. അത് എന്തുകൊണ്ട് ഇവർക്ക് ഹൊറിസോണ്ടൽ സ്കെയിലിംഗ് സപ്പോർട്ട് ചെയ്യാൻ പറ്റും എന്ന് മറ്റവർക്ക് പറ്റില്ല എന്നുള്ളതും ഐ വിൽ ടോക്ക് അബൌട്ട് ദാറ്റ് ഇൻ ദ നെക്സ്റ്റ് സെഷൻ. പക്ഷേ ബേസിക്കലി ചീപ്പർ ഹൊറിസോണ്ടൽ സ്കെയിലിംഗ് പോസിബിളായി. ഡാറ്റയുടെ എമൗണ്ട് കൂടുന്നതിനനുസരിച്ച് യു ക്യാൻ ബൈ ഓർ യു ക്യാൻ ആഡ് മോർ cheaper servers to your system rather than having to upgrade the existing server paying more money. അതാണ് NoSQL സെർവറിൻ്റെ വേറൊരു ഇത്. ഓക്കെ, പുതിയതായിട്ട് വന്ന ലിസണേഴ്സിന് വേണ്ടി, അതുപോലെ ഇതുവരെ കവർ ചെയ്ത കാര്യങ്ങൾ പറയുന്നതിന് വേണ്ടിയിട്ട് റൂം റീസെറ്റ് ചെയ്യാണ്. ഡെവോപ്സ് മലയാളത്തിൻ്റെ 32ാമത്തെ റൂമിലാണ് നിങ്ങളിപ്പോൾ ഉള്ളത്. ഇന്ന് ബുധനാഴ്ച ബിഗിനേഴ്സിന് വേണ്ടിയിട്ടുള്ള റൂമാണ്. നമ്മുടെ വിഷയം ഡാറ്റാബേസ് കോൺസെപ്റ്റ്സ് എന്നുള്ളതാണ് സംസാരിക്കുന്നത്. നൈസ മുളവർ, അദ്ദേഹം 15 വർഷത്തിലധികമായിട്ടൊരു സോഫ്റ്റ്വെയർ എഞ്ചിനീയറായിട്ട് വർക്ക് ചെയ്യുന്നു. ഇന്ന് ഇതുവരെ സംസാരിച്ച കാര്യങ്ങൾ, അതായത് എന്താണ് ഒരു ഡാറ്റാബേസ്, ഒരു ടേബിൾ അല്ലെങ്കിൽ ഒരു റോസ് കോളംസ്
എന്നൊരു കോൺസെപ്റ്റിനപ്പുറത്തേക്ക് ഒരു ഡാറ്റാബേസിൻ്റെ എവല്യൂഷൻ എങ്ങനെയായിരുന്നു, അതും ഹാൻഡിൽ ചെയ്യേണ്ട ഡാറ്റ അനുസരിച്ച് ഇത് എങ്ങനെയെല്ലാം വ്യത്യാസപ്പെട്ടു, അതിൻ്റെ കോൺസെപ്ച്വൽ ഡിഫറൻസസ് എങ്ങനെ ഉണ്ടായി, ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെയാണ് സംസാരിച്ചത്. RDBMSനെ കുറിച്ച് പറഞ്ഞു. അവിടെ അപ്ലൈ ചെയ്യുന്ന ചില കോൺസെപ്റ്റ്സ് നമ്മൾ കൂടുതലായിട്ടും കോളേജിൽ കോഴ്സുകളിലൊക്കെ പഠിക്കുന്ന കാര്യമാണ്. പക്ഷേ അവിടെ ഒരു തിയറി പഠിക്കുന്നതിലപ്പുറത്തേക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണത്. അത്തരം കാര്യങ്ങൾ ഇത് പറഞ്ഞതിൽ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഫസ്റ്റ് ഫേസ് കഴിയുമ്പോൾ ഹാൻഡ് റൈസിങ് ടേൺ ഓൺ ചെയ്യുമ്പോൾ വന്ന് ചോദിക്കാം. പക്ഷേ ഞാൻ മനസ്സിലാക്കിയത് വളരെ റിയൽ ടൈം ആയിട്ടുള്ള, നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ആപ്ലിക്കേഷൻ ലെവലിലുള്ള കാര്യങ്ങളുമായിട്ട് ബന്ധിപ്പിച്ചുകൊണ്ടാണ് നൈസാമൊക്കെ ഈ കാര്യങ്ങൾ സംസാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കത് റിലേറ്റ് ചെയ്യാനും മനസ്സിലാക്കാനും എളുപ്പമായിരിക്കും. ഇനിയും അതിനുശേഷം അദ്ദേഹം NoSQL ഡാറ്റാബേസിനെ കുറിച്ച് പറഞ്ഞു. പലപ്പോഴും ഉള്ളൊരു മിസ്കോൺസെപ്ഷൻ ആയിരിക്കും NoSQL എന്ന് പറഞ്ഞാൽ എന്താ പറയുക, ആ നോ എന്നുള്ളത് നോട്ട് ഓൺലി എന്നുള്ളതാണ്. അതൊന്ന് കൃത്യമായിട്ട് പോയിൻ്റ് ഔട്ട് ചെയ്തു. കാരണം അതൊരു മിസ്കോൺസെപ്ഷനായിട്ട് എനിക്കും തോന്നിയിട്ടുണ്ട്. അതുപോലെ NoSQL ഡാറ്റാബേസിൻ്റെ കാറ്റഗറീസ്, പലതരം കാറ്റഗറീസ്, ഗ്രാഫ് ഡാറ്റാബേസിനെ കുറിച്ചാണെങ്കിലും ഡോക്യുമെൻറ്റ് DBനെ കുറിച്ചൊക്കെ ആണെങ്കിലും പറഞ്ഞു. അതിൻ്റെ യൂസ് കേസുകളെ കുറിച്ചെല്ലാം സംസാരിച്ചു. ഇനിയും നമ്മൾ കുറച്ച് ടോപ്പിക്കുകൾ വരാനിരിക്കുന്നു. പ്രത്യേകിച്ചും ചില RDBMSലെ ചില കോൺസെപ്റ്റുകൾ, അതുപോലെ എന്താണ് SQL, അതുപോലെ തന്നെ ഒബ്ജക്റ്റ് റിലേഷൻ മോഡൽ, പിന്നെ DevOpsൻ്റെ ഒരു റോള് എന്താണ് ഡാറ്റാബേസിൽ, തുടങ്ങിയ ടോപ്പിക്കുകൾ ഇനിയും വരാതിരിക്കുന്നു. അതിനുശേഷം നമ്മൾ ഹാൻഡ് റൈസിങ് ടേൺ ഓൺ ചെയ്യുന്നതായിരിക്കും. ആ സമയത്ത് സ്റ്റേജിലേക്ക് നിങ്ങൾക്ക് വരാവുന്നതാണ്. സമയത്ത് തുടരാം. താങ്ക്സ് ജിജോ. അപ്പോൾ ഒരു ബേസിക് കൺസെപ്റ്റ് കിട്ടിയ സ്ഥിതിക്ക് ലെറ്റ്സ് ഗോ ഓൺ ടു ദ നെക്സ്റ്റ് ടോപ്പിക്. അടുത്ത ടോപ്പിക് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഞാൻ പറഞ്ഞു ഇത്രയും വേരിയസ് അവൈലബിൾ ഡാറ്റാബേസസ് ഉണ്ട് മാർക്കറ്റിൽ. ഫസ്റ്റ് കാറ്റഗറി ഈസ് RDBMS, അടുത്തത് NoSQL. ഈ NoSQL തന്നെ ഡിഫറെൻ്റ് ഉണ്ട്. അപ്പോൾ ഒരു മെയിൻ ഡൈലമ ഇപ്പോൾ നമ്മളെല്ലാവരും ഫേസ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മളൊരു അപ്ലിക്കേഷൻ അല്ലെങ്കിൽ ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങുമ്പോൾ വിച്ച് ഡാറ്റാബേസ് ഈസ് റൈറ്റ് ഫോർ യു എന്നാണ്. അപ്പോൾ ഇതിന് ഒരു സ്ട്രെയിറ്റ് ഫോർവേഡ് ആൻസർ ഇല്ല. ഈ കൺസെപ്റ്റ്സ് മനസ്സിലാക്കി നിങ്ങളുടെ സോഫ്റ്റ്വെയറിൻ്റെ നിങ്ങളുടെ ഗോൾസ് എന്താണെന്ന് മനസ്സിലാക്കി ഓരോ അവൈലബിൾ ആയിട്ടുള്ള ഓപ്ഷൻസും അതിൽ എങ്ങനെ ഫിറ്റ് ചെയ്യുമെന്ന് മനസ്സിലാക്കിയിട്ടുള്ള ഒരു അപ്രോച്ചാണ്. അപ്പോൾ ഞാൻ കുറച്ച് പോയിൻറ്റ്സ് പറയും, പക്ഷേ ദർ ഇസ് നോ യെസ് ഓർ നോ ക്വസ്റ്റ്യൻ, ഇതാണോ റൈറ്റ് ഇതാണോ ലെഫ്റ്റ് എന്നില്ല. പക്ഷേ ഇൻ ദ സെൻസ് ഒരു ഐഡിയ എന്തൊക്കെയാണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ഒരു ഡാറ്റാബേസ് പിക്ക് ചെയ്യുമ്പോൾ ഒരു മോഡേൺ സോഫ്റ്റ്വെയർ ആർക്കിടെക്ചറിൽ ഇതെങ്ങനെ പ്ലേ ഔട്ട് ചെയ്യുന്നുള്ളതിനെ കുറിച്ച് ഈ സെക്ഷനിൽ ഞാൻ പറയാൻ നോക്കാം. അപ്പോൾ ഇതിലോട്ട് പോകുന്നതിന് മുന്നേ കുറച്ച് കൺസെപ്റ്റ്സ് നമ്മൾ അറിയേണ്ടതുണ്ട്. ഫസ്റ്റ് കൺസെപ്റ്റ് എന്താണെന്ന് വെച്ചാൽ ആസിഡ് കംപ്ലയൻസ്. എനിക്ക് തോന്നുന്നു എല്ലാവരും കേട്ട് കാണുന്ന ആറ്റോമിസിറ്റി, കൺസിസ്റ്റൻസി, ഐസൊലേഷൻ, ഡ്യൂറബിലിറ്റി. ഇതിൽ ഓരോന്നിനും ഓരോ ഡെഫിനിഷൻ്റെ എന്താണെന്നൊക്കെ ഉണ്ട്. ഇൻ സിംപ്ലസ്റ്റ് ടേംസ് ആസിഡ് കംപ്ലയൻസിന് ഞാൻ പറയാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു atomicity and consistency. This is the most important thing that I care about. Atomicity and consistency. Atomicity എന്ന് പറഞ്ഞാൽ ഒരു ഡാറ്റാബേസിൻ്റെ ഓരോ ട്രാൻസാക്ഷനും ഷുഡ് ബി ആറ്റോമിക്. അതായത് ഒരു ഡാറ്റാബേസിൽ ഒരു ടേബിളിലോട്ട് 2 പേര് ഒരേ സമയത്ത് റൈറ്റ് ചെയ്യാൻ നോക്കുകയാണെങ്കിൽ ഇറ്റ് ഷുഡ് ആക്ട് ലൈക്ക് അവർ സീക്വൻഷ്യലായിട്ട് അതിന് ചെയ്ത് കഴിഞ്ഞാലും അല്ലെങ്കിൽ പാരലായിട്ട് അതിന് ചെയ്ത് കഴിഞ്ഞാലുള്ള റിസൾട്ട് ഷുഡ് ബി സെയിം. അതാണ് പറയുന്നത്. അതായത് ഇപ്പോൾ കുറച്ചുകൂടെ കൺസെപ്ച്വലായിട്ട് ഞാൻ പറയാം, കുറച്ചുകൂടെ പ്രാക്ടിക്കലായിട്ട് ഞാൻ പറയാം ഒരു എക്സാമ്പിൾ വെച്ച്. പക്ഷേ ആറ്റോമിസിറ്റി ഒരു വലിയ പ്രിൻസിപ്പിളാണ്. അതുപോലെ തന്നെ കൺസിസ്റ്റൻസി എന്ന് വെച്ചാൽ ഒരു ഡാറ്റാബേസിൽ ഒരു ഡാറ്റ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ റീഡ് ചെയ്യുന്ന എല്ലാവരും ഷുഡ് സീ ദാറ്റ് ഡാറ്റ. അതായത് ആ ഡാറ്റ കൺസിസ്റ്റൻ്റ് ആയിട്ട് അപ്പോഴേ കിട്ടണം. അപ്പോൾ ദർ ആർ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കൺസിസ്റ്റൻസി. അപ്പോൾ ഈ കൺസിസ്റ്റൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ആസ് ഐ സെഡ് ദർ ആർ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കൺസിസ്റ്റൻസി. വൺ ഈസ് സ്ട്രോങ് കൺസിസ്റ്റൻസി ആൻഡ് അതർ ഈസ് ഇവൻച്വൽ കൺസിസ്റ്റൻസി. ഫോർ എക്സാമ്പിൾ, ഓക്കെ, ഇതൊരു നല്ല എക്സാമ്പിൾ. സ്ട്രോങ് കൺസിസ്റ്റൻസി ഇപ്പോൾ ഓക്കെ ആറ്റോമിസിറ്റി വെച്ച് തന്നെ തുടങ്ങാം നമുക്ക്. ആറ്റോമിസിറ്റിക്കുള്ളൊരു ബെസ്റ്റ് എക്സാമ്പിൾ, നമ്മൾ ബാങ്കിങ് സൈറ്റ് പോകുന്നു. ബാങ്കിങ് സൈറ്റ് പോയിട്ട് ഞാൻ 2 ഫോണിൽ എൻ്റെ ബാങ്കിങ് ആപ്പ് ഓപ്പൺ ചെയ്തിട്ട്
സൈമൾട്ടേനിയസ് ആയിട്ട് എൻ്റെ അക്കൗണ്ടിലെ കാശ് മേ ബി 100 രൂപ ഞാൻ 2 പേർക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. സോ ഇറ്റ് ഷുഡ് ബി ആറ്റോമിക് ഇൻ ദാറ്റ് സെൻസ്. ഓരോ ട്രാൻസാക്ഷനും ഷുഡ് ഗിവ് ദ എക്സ്പെക്റ്റഡ് റിസൾട്ട്. അപ്പോൾ ഈ രണ്ടും ഒരുമിച്ച് നടക്കുന്നതുകൊണ്ട് ഇറ്റ് ഷുഡ് നോട്ട് ഹാപ്പൻ ലൈക്ക് എൻ്റെ അക്കൗണ്ടിൽ 1000 രൂപ ഉണ്ടായിരുന്നു, പക്ഷേ ഞാൻ ഒന്നിച്ച് ചെയ്തുകൊണ്ട് ഈ രണ്ട് ട്രാൻസാക്ഷൻസും ഓവർ റൈറ്റ് ഈച്ച് അതർ ആൻഡ് ദെൻ ഇറ്റ് ബിക്കെയിം ലൈക്ക് രണ്ടാമത്തെ ട്രാൻസാക്ഷൻ ജസ്റ്റ് മെയ്ഡ് ദറ്റ് 1000 to 900. അങ്ങനെ ചെയ്യാൻ പാടില്ല. രണ്ടുപേരും തുടങ്ങിയപ്പോൾ ബാലൻസ് വാസ് 1000, ഫസ്റ്റ് ട്രാൻസാക്ഷൻ റെഡ്യൂസ്ഡ് 100, രണ്ടാമത്തതും റെഡ്യൂസ്ഡ് 100. പക്ഷേ രണ്ടാമത്തെ സ്റ്റാർട്ടിങ്ങിൽ ബാലൻസ് 1000 ആയതുകൊണ്ട് it should not set it to 900. Instead, ഈ രണ്ടാമത്തെ ട്രാൻസാക്ഷൻ എൻഡ് ചെയ്യുമ്പോഴേക്കും it should have got the view of the first transaction. അതായത് ഫസ്റ്റ് ട്രാൻസാക്ഷൻ അത് ഓൾറെഡി 900 ആക്കി. സോ സെക്കൻഡ് ട്രാൻസാക്ഷൻ ഷുഡ് സെറ്റ് ടു 800. അതാണ് ഈ ആറ്റോമിസിറ്റി എന്ന് പറയുന്നത്. ഇങ്ങനെ എത്ര പാരലൽ ട്രാൻസാക്ഷൻസ് വരികയാണെങ്കിലും ആ ഡാറ്റ ഷുഡ് ബി സോഴ്സ് ഓഫ് ട്രൂത്ത് ഫോർ ഓൾ ഓഫ് ദം ആൻഡ് ദേ ഷുഡ് ആക്ട് ലൈക്ക് ഇതെല്ലാം സീരിയലായിട്ട് എക്സിക്യൂട്ട് ചെയ്ത പോലെ ആക്ട് ചെയ്യണം. അല്ലെങ്കിൽ നമ്മുടെ ബാങ്കിങ് ആപ്ലിക്കേഷനൊന്നും വർക്ക് ചെയ്യില്ല. കാരണം ഇപ്പോൾ ഞാൻ പറഞ്ഞ കേസ് പോലെ ആൾക്കാർക്ക് അതിനെ മാനിപ്പുലേറ്റ് ചെയ്യാനും മിസ്യൂസ് ചെയ്യാനൊക്കെ പറ്റും. അതേപോലെ തന്നെയാണ് വേറൊരു കൺസെപ്റ്റാണ് കൺസിസ്റ്റൻസി. കൺസിസ്റ്റൻസി അഗെയിൻ വിൽ ഗോ ബാക്ക് ടു ദ സെയിം എക്സാമ്പിൾ. ഓക്കെ, കൺസിസ്റ്റൻസി എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഞാൻ എൻ്റെ ബാങ്കിങ് ആപ്ലിക്കേഷന് 1000 രൂപ ഉണ്ടായിരുന്നു, അതിലൊരു 100 രൂപേൻ്റെ സാധനം വാങ്ങിച്ചു കഴിഞ്ഞു. എന്നിട്ട് ഐ ഗോ ബാക്ക് ടു ചെക്ക് മൈ ബാലൻസ്. അപ്പോൾ ഇമ്മീഡിയറ്റ്ലായിട്ട് എൻ്റെ ബാലൻസ് ഷുഡ് സേ $900. ഇറ്റ് ഷുഡ് നോട്ട് സേ $1000 എനിമോർ. അത് എത്ര ഫാസ്റ്റായിട്ട് ഞാൻ ട്രൈ ചെയ്ത് കഴിഞ്ഞാലും ഞാൻ ആ പർച്ചേസ് കഴിഞ്ഞ ഇൻസ്റ്റൻറ്റ് തന്നെ ഇറ്റ് ഷുഡ് ഷോ മീ 900. അതാണ് കൺസിസ്റ്റൻസി. അതാണ് സ്ട്രോങ് കൺസിസ്റ്റൻസി എന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു ട്രാൻസാക്ഷൻ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഡാറ്റ അപ്ഡേറ്റ് നടന്നു കഴിഞ്ഞാൽ വരുന്ന റീഡ്സൊക്കെ ഇൻസ്റ്റൻറ്റേനിയസ്ലി ആ അപ്ഡേറ്റഡ് വാല്യൂ ആണ് കാണാൻ പോകുന്നത്. ഇതിനെയാണ് സ്ട്രോങ് കൺസിസ്റ്റൻസി. ഈ സ്ട്രോങ് കൺസിസ്റ്റൻസി ബാങ്കിങ്ങിലൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ ലെറ്റ്സ് കൺസിഡർ ദ അതർ സൈഡ് ഓഫ് തിങ്സ്. റൈറ്റ്, നമ്മൾ നേരത്തെ പറഞ്ഞ സോഷ്യൽ മീഡിയ എക്സാമ്പിൾ എടുത്തത്. ഇപ്പോൾ സോഷ്യൽ മീഡിയ ഞാൻ ഫേസ്ബുക്കിൽ പോയി ഒരു പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ എൻ്റെ ഫ്രണ്ട് ഇപ്പോൾ ജിജോ പോയി റിഫ്രഷ് ചെയ്ത് കഴിയുമ്പോൾ ജിജോ നീഡ് നോട്ട് സീ ദാറ്റ് പോസ്റ്റ്. ഒന്നും സംഭവിക്കില്ല. ജിജോ ആ പോസ്റ്റ് കണ്ടില്ലെങ്കിലും ഒന്നും സംഭവിക്കില്ല. ഇവൻച്വലി മേ ബി ആഫ്റ്റർ ഫ്യൂ സെക്കൻഡ്സ് ഓർ ആഫ്റ്റർ ഫ്യൂ മിനിറ്റ്സ് മൈ പോസ്റ്റ് വിൽ പോപ്പ് അപ്പ്. അപ്പോൾ ദാറ്റ് ഈസ് അക്സെപ്റ്റബിൾ. ദാറ്റ് ഈസ് ടോട്ടലി അക്സെപ്റ്റബിൾ. അതായത് ഒരു ഇവൻച്വൽ കൺസിസ്റ്റൻസി ഈസ് ഇനഫ് ഒരു സോഷ്യൽ മീഡിയ ആപ്ലിക്കേഷനിലൊക്കെ. വേറൊരു എക്സാമ്പിൾ എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ചില ആപ്ലിക്കേഷൻസിലൊക്കെ നിങ്ങൾ കണ്ടു വേണം, നമ്മളൊരു അക്കൗണ്ട് ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പോൾ ഞാൻ എൻ്റെ അക്കൗണ്ട് ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് വേറെ എൻ്റെ ഒരു ഫ്രണ്ട് പോയി മേ ബി ഫ്രണ്ട് ലിസ്റ്റൊക്കെ നോക്കുമ്പോൾ ഐ മൈറ്റ് സ്റ്റിൽ ബി ദെയർ ഫോർ സം ടൈം. അത് ഇവൻച്വലി ആ ഡിലീറ്റ് ചെയ്ത അക്കൗണ്ടെല്ലാം ഫ്രണ്ട് ലിസ്റ്റിലോട്ട് സിങ്ക് ചെയ്യാൻ ഇറ്റ് ടേക്സ് ടൈം. പക്ഷേ ദാറ്റ് ഈസ് അക്സെപ്റ്റബിൾ. ഒരു സോഷ്യൽ മീഡിയ പോലുള്ള ആപ്ലിക്കേഷനിൽ അത്രയും മതി. അത് കൂടുതൽ ഇൻസ്റ്റൻ്റായിട്ട് എല്ലായിടത്തും അപ്ഡേറ്റ് ചെയ്യണമെന്നൊന്നുമില്ല. അതാണ് ഇവൻച്വൽ കൺസിസ്റ്റൻസി. അപ്പോൾ ആറ്റോമിസിറ്റി, കൺസിസ്റ്റൻസി എന്ന് പറയുന്ന രണ്ട് ബേസിക് പ്രിൻസിപ്പിൾസ് വെച്ചാണ് നമ്മുടെ സോഫ്റ്റ്വെയറിൻ്റെ ഒരു ഗോൾ അല്ലെങ്കിൽ ഡിസൈൻ ഇത് ചെയ്യുന്നത്. ഈ രണ്ട് കൺസെപ്റ്റും ഒരു ഏകദേശം ക്ലിയർ ആയ സ്ഥിതിക്ക് ലെറ്റ്സ് ഗോ ടു വാട്ട് ആർ ദ കൺസിഡറേഷൻ. ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യുമ്പോൾ നമ്മൾ ഡാറ്റാബേസ് പിക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്തൊക്കെ കൺസിഡർ ചെയ്യണം എന്നുള്ള ഒരു ഇതിലോട്ട് പോയി നോക്കാം. ഓക്കെ, അതിനു മുന്നേ കൺസിസ്റ്റൻസി ആറ്റോമിസിറ്റിയും പറഞ്ഞ സ്ഥിതിക്ക് RDBMS ഡാറ്റാബേസസ് ആർ ആറ്റോമിക് ആൻഡ് സ്ട്രോങ് കൺസിസ്റ്റൻറ്റ്. അതായത് ഒരു RDBMS ഡാറ്റാബേസിൽ വരുന്നൊരു ട്രാൻസാക്ഷൻ അല്ലെങ്കിൽ ഒരു അപ്ഡേറ്റ് എപ്പോഴും കൺസിസ്റ്റൻറ്റും ആവും, കൂടെ ഇതുമാവും. അപ്പോൾ ഈ കൺസിസ്റ്റൻറ്റും ഇതുമായ ഒരു സ്ഥിതിക്ക് എന്താ കുഴപ്പമെന്ന് വെച്ചാൽ, ഇപ്പോൾ ഹൊറിസോണ്ടലി നമുക്ക് ഇതിനെ സ്കെയിൽ ചെയ്യണമെന്ന് വെച്ചാൽ, ഹൊറിസോണ്ടൽ സ്കെയിലിംഗ് എന്താണെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അതായത് ഇപ്പോൾ മൾട്ടിപ്പിൾ സെർവേഴ്സിലോട്ട് ഒരു RDBMS സിസ്റ്റത്തിനെ കൊണ്ടുവരണം എന്ന് വെച്ചാൽ ഇറ്റ് ബിക്കംസ് വെരി ഡിഫിക്കൽട്ട്. കാരണം ഈ ആറ്റോമിസിറ്റി ഒക്കെ എൻഷ്യൂർ ചെയ്യണമെങ്കിൽ ട്രാൻസാക്ഷൻസ് അക്രോസ് കമ്പ്യൂട്ടേഴ്സ് മോണിറ്റർ ചെയ്യണം. ട്രാൻസാക്ഷൻസ് അക്രോസ് കമ്പ്യൂട്ടർ മോണിറ്റർ ചെയ്തിട്ട് ഇത് ചെയ്യാൻ പറ്റുള്ളൂ. ചെയ്യാവുന്ന കേസസ് ഉണ്ട്, പക്ഷേ മോസ്റ്റ് ഓഫ് ദ കേസസ് ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട്. അതുകൊണ്ടാണ് horizontal scaling of an RDBMS system is very, very painful and not recommended and not done usually. അപ്പോൾ ഇതിനെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടി മറ്റവരെന്ത് ചെയ്തു എന്ന് വെച്ചാൽ, NoSQLകാരെന്ത് ചെയ്തു എന്ന് വെച്ചാൽ, ഇപ്പോൾ
ഞാൻ ഡെവലപ്പ് ചെയ്യുന്ന ഡാറ്റാബേസ് ഫേസ്ബുക്കിന് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയ്ക്ക് വേണ്ടിയാണെങ്കിൽ ദേ ഗിവ് അപ്പ് സം ഓഫ് ദീസ് പ്രോപ്പർട്ടീസ്. ദേ മൈ ഡിസൈഡ് I will keep maybe atomicity, but I will give up consistency. I will make my database eventually consistent. Angane they take these trade-offs. Some of these NoSQL databases will say, I want strong consistency, but I will give up atomicity. അങ്ങനെയുള്ള ഒരു ട്രേഡ് ഓഫ്സ് വെച്ചാണ് ഈ NoSQL ഡാറ്റാബേസസ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ടാണ് NoSQL ഡാറ്റാബേസ് ആർ വെരി ഈസി ടു ഹൊറിസോണ്ടലി സ്കെയിൽ. കാരണം ഫസ്റ്റ് സിസ്റ്റം സെക്കൻഡ് സിസ്റ്റം തമ്മിൽ അത്രയും ഒരു സിങ്ക്രണൈസേഷൻ അല്ലെങ്കിൽ അവിടെ നടക്കുന്ന അപ്ഡേറ്റ് ഇവിടെ നടക്കുന്ന അപ്ഡേറ്റും തമ്മിലൊരു റിലേഷൻ ഇല്ലാത്ത രീതിയിൽ ആണ് അവരുടെ ട്രേഡ് ഓഫ് അവർ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് ഇറ്റ്സ് വെരി ഈസി ടു ഹൊറിസോണ്ടലി സ്കെയിൽ. അപ്പോൾ ഇത്രയും പറഞ്ഞതിന് ശേഷം ഇനി നമ്മളൊരു സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യുമ്പോൾ വാട്ട് ആർ ദ കൺസിഡറേഷൻസ് ദാറ്റ് വി ഹാവ് ടു മേക്ക് ബിഫോർ വി പിക്ക് ദ റൈറ്റ് ഡാറ്റാബേസ്. ഫസ്റ്റ്, സ്കെയിൽ ഓഫ് യുവർ സോഫ്റ്റ്വെയർ. ഇപ്പോൾ നമ്മുടെ പഞ്ചായത്തിലുള്ള 10 കടകൾക്ക് വേണ്ടി ഒരു സോഫ്റ്റ്വെയർ ചെയ്യണമെങ്കിൽ നമ്മൾ ഇത്ര ആലോചിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് പിക്ക് MySQL. കാരണം ആ ഡാറ്റ ഈസ് നോട്ട് ഗോയിങ് ടു ബി മില്യൺസ് ഓഫ് റെക്കോർഡ്സ്, ഇറ്റ് വിൽ ബി ഹൺഡ്രഡ്സ് ഓർ തൗസൻഡ്സ് ഓഫ് റെക്കോർഡ്സ്. ഈ തൗസൻഡ്സ് ഓഫ് റെക്കോർഡ്സ് ഒന്നും വെച്ച് RDBMSനെ തോൽപ്പിക്കാൻ വേറെ ആരുമില്ല. നോബഡി എൽസ് ക്യാൻ ബീറ്റ് ദം ഇൻ ദ ക്വറി പെർഫോമൻസ് ആൻഡ് ഓൾ ദോസ് തിങ്സ്. അപ്പോൾ സ്കെയിൽ ഓഫ് ഡാറ്റയാണ് വൺ കൺസിഡറേഷൻ. അതിന് പകരം നമ്മൾ ഡിസൈൻ ചെയ്യുന്ന ഒരു മില്യൺസ് ഓഫ് യൂസേഴ്സിനുള്ള ഒരു സോഫ്റ്റ്വെയർ ആണെങ്കിൽ ഒബ്വിയസ്ലി വി വിൽ ഹാവ് ടു ചെക്ക് നമ്മുടെ ഒരു RDBMS സിസ്റ്റം ഇത്രയും സ്കെയിൽ ചെയ്യുമോ അല്ലെങ്കിൽ വാട്ട് ആർ ദ ഓപ്ഷൻസ് നമ്മൾ നോക്കണം. രണ്ടാമത്തത് സ്ട്രക്ചർ ഓഫ് ഡാറ്റ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങളുടെ സോഫ്റ്റ്വെയർ എന്ത് ഡാറ്റയാണ് ഡീൽ ചെയ്യുന്നത്? ഈസ് ഇറ്റ് എ വെൽ ഡിഫൈൻഡ് സ്കിമാറ്റിക് ഡാറ്റ? പ്രോബബ്ലി RDBMS ഈസ് യുവർ ഫ്രണ്ട്. അല്ലാതെ ഈസ് ഇറ്റ് എൻ ഓപ്പൺ എൻഡഡ് ambiguous data that user can change the way based on their responses? അങ്ങനത്തെ ആണെങ്കിൽ ഷുവർലി ഡോക്യുമെൻറ്റ് ഡാറ്റാബേസ് അല്ലെങ്കിൽ ഒരു വൈറ്റ് കോളം ഡാറ്റാബേസ് ഇസ് ഓൾ വാട്ട് യു നീഡ് ടു ലുക്ക് അറ്റ്. പിന്നെ കോസ്റ്റ് ഫാക്ടർ. ഇപ്പോൾ നമ്മൾ സോഫ്റ്റ്വെയർ ചെയ്യുന്നത് ഒരു നെയ്ബർഹുഡ് സോഫ്റ്റ്വെയർ ആണ് അല്ലെങ്കിൽ ഒരു ഫ്രീ സോഫ്റ്റ്വെയർ ആണെങ്കിലൊക്കെ വി കനോട്ട് അഫോർഡ് ടു ബൈ ദിസ് ഒറാക്കിൾ ആൻഡ് സ്റ്റഫ്, റൈറ്റ്? അപ്പോൾ കോസ്റ്റ് ഈസ് ഡെഫിനറ്റ്ലി എ ഫാക്ടർ. പിന്നെ കൺസിസ്റ്റൻസി റിക്വയർമെൻറ്റ്. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈസ് ഇറ്റ് ഓക്കെ ഫോർ മൈ സോഫ്റ്റ്വെയർ ടു ബി ഇവൻച്വലി കൺസിസ്റ്റൻറ്റ്, അതോ സ്ട്രിക്റ്റ് കൺസിസ്റ്റൻസി വേണോ? അതിനെ കുറിച്ച് അനലൈസ് ചെയ്യണം. അപ്പോൾ ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നോക്കിയതിന് ശേഷമാണ് നമ്മൾ ഡിസൈഡ് ചെയ്യേണ്ടത് ഏത് ഡാറ്റാബേസ് ഷുഡ് ഐ കൺസിഡർ എന്ന്. അതിപ്പോൾ മോഡേൺ സോഫ്റ്റ്വെയർ സിസ്റ്റംസിലാണെങ്കിൽ ദർ ഈസ് ഓഫൻ ഓൾ ഓഫ് ദിസ് ബിഗ് കമ്പനീസ് ഓർ ഓൾ ഓഫ് ദി സോഫ്റ്റ്വെയർസ് യൂസ് മൾട്ടിപ്പിൾ ഡാറ്റാബേസ്. പണ്ടൊക്കെ ആയിരുന്നെങ്കിൽ ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്, അതിനൊരു ഡാറ്റാബേസ് ഉണ്ട്, ദാറ്റ്സ് ഇറ്റ്, വിച്ച് ടിപ്പിക്കലി യൂസ് ടു ബി എയ്തർ MySQL ഓർ Oracle ഓർ വാട്ട് എവർ, റൈറ്റ്? പക്ഷേ ഇന്ന് അങ്ങനെയല്ല. ഇന്നിപ്പോൾ ഒരു സോഫ്റ്റ്വെയർ ഇപ്പോൾ ഫേസ്ബുക്ക് എടുക്കുകയാണെങ്കിൽ അവർ ചിലപ്പോൾ യൂസർ ഡാറ്റ സ്റ്റോർ ചെയ്യുന്നത്, അതിൻ്റെ ബേസിക് യൂസർ ഇൻഫർമേഷൻ സ്റ്റോർ ചെയ്യുന്നത് മൈറ്റ് ബി ഇൻ ആൻ RDBMS ഡാറ്റാബേസ് ബിക്കോസ് ഇറ്റ് നീഡ്സ് ടു ബി ആറ്റോമിക് ഓർ ഇൻസ്റ്റൻ്റ്ലി കൺസിസ്റ്റൻറ്റ്. പക്ഷേ യൂസർ ഗ്രാഫ് അല്ലെങ്കിൽ ഫേസ്ബുക്ക് പോസ്റ്റുകളൊക്കെ സ്റ്റോർ ചെയ്യുന്നത് മൈറ്റ് ബി എ NoSQL ഡാറ്റാബേസ് ടൈപ്പ് 1, പിന്നെ ഗ്രാഫ് സ്റ്റോർ ചെയ്യാൻ ടൈപ്പ് 2. അപ്പോൾ എവ്രിബഡി യൂസസ് മൾട്ടിപ്പിൾ ഡാറ്റാബേസസ് ഇൻ ദിസ് വേൾഡ്. അതാണ് വേറൊരു കാര്യം ശ്രദ്ധിക്കുന്നത്. സോ ദർ ഇസ് നോ വൺ ഡാറ്റാബേസ് ദാറ്റ് ഫിറ്റ്സ് യുവർ ആപ്ലിക്കേഷൻ. യു മൈറ്റ് ഹാവ് ടു യൂസ് മൾട്ടിപ്പിൾ ഡാറ്റാബേസസ് ബേസ്ഡ് ഓൺ യുവർ part of your application might need consistency, part might need eventual consistency. ഇതിനൊക്കെ ഡിപ്പെൻഡ് ചെയ്ത് you will have to add. പിന്നെ കുറച്ചുകൂടെ വളരെ ഫോർവേഡ് തിങ്കിങ് ആയിട്ട് നമ്മൾ ഡൗൺ ദ ലൈൻ മേ ബി ആഫ്റ്റർ 2 years where will we end up എന്നുള്ളതൊക്കെ കൺസിഡർ ചെയ്യണം. ഇമ്മീഡിയറ്റ് നീഡിനെ മാത്രം കൺസിഡർ ചെയ്തുള്ളൊരു കുഴപ്പം എന്താണെന്ന് വെച്ചാൽ അറ്റ് സം പോയിന്റ് യു വിൽ നീഡ് ടു സ്വിച്ച് ഓവർ ദ ഡാറ്റാബേസ്. ചെയ്യാവുന്ന ജോലിയാണ് സ്വിച്ച് ഓവർ, പക്ഷേ അതിനൊരു കോസ്റ്റ്, അതിനൊരു എഫേർട്ടൊക്കെ ഉണ്ട്. അപ്പോൾ അതിനൊക്കെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടി കുറച്ചൊരു ഫോർവേഡ് തിങ്കിങ് ആയിട്ട് ഇത് ചെയ്യണം. വളരെ ഒരു ബാഡ് സിറ്റുവേഷൻ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഓക്കെ ഞാനൊരു സോഫ്റ്റ്വെയർ ഡിസൈൻ ചെയ്തു. അപ്പോൾ ഞാൻ അത് സ്റ്റാർട്ട് ചെയ്തപ്പോൾ കുറച്ച് യൂസേഴ്സ് ഉള്ളായിരുന്നു. സോ ഐ പിക്ട് RDBMS സോഫ്റ്റ്വെയർ. അതിനുശേഷം എൻ്റെ യൂസേഴ്സ് കൂടി കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി എൻ്റെ റീഡ്സ് ആർ സ്ലോ എന്ന്. ഓക്കെ, റീഡ്സ് സ്ലോ ആണെങ്കിൽ വെരി ഈസി, എനിക്ക് ഇൻ മെമ്മറി ക്യാഷസ് യൂസ് ചെയ്യാൻ പറ്റും. ഇൻ മെമ്മറി ക്യാഷസ് എന്ന് വെച്ചാൽ ഡാറ്റാബേസിൽ നിന്ന് റീഡ് ചെയ്തതിനെല്ലാം നമ്മുടെ പ്രോഗ്രാമിൻ്റെ മെമ്മറിയിൽ ഇടുന്ന ഇതാണ്. ഇപ്പോൾ ഒരു ടിപ്പിക്കലി നമ്മൾ പണ്ടൊരു ഹാഷ് മാപ്പൊക്കെ ഇട്ടിരുന്നു, അതുപോലെ ഇപ്പോൾ കുറേ ഇൻ മെമ്മറി ക്യാഷസ് ഉണ്ട്, റെഡീസ് മെം ക്യാഷ് ഒക്കെ പോലുള്ള. അപ്പോൾ നമ്മൾ റീഡിൻ്റെ പ്രോബ്ലം സോൾവ് ചെയ്തു.
അതിനുശേഷം എന്ത് പറ്റിയെന്ന് വെച്ചാൽ കൂടുതൽ യൂസേഴ്സ് വരാൻ തുടങ്ങി. അപ്പോൾ കൂടുതൽ യൂസേഴ്സ് വരുമ്പോൾ ഓഫ് കോഴ്സ് RDBMS ആയതുകൊണ്ട് വി കെപ്റ്റ് വെർട്ടിക്കലി സ്കെയിലിംഗ്. പക്ഷേ അറ്റ് സം പോയിൻറ്റ് യു വിൽ റീച്ച് എ തിങ് വെയർ വി സീ ദാറ്റ് ഞാൻ ഈ ഒരു ക്വറി 4 ടേബിളിന് ജോയിൻ ചെയ്തുള്ള എൻ്റെ ഈ ക്വറി ബിക്കെയിം സ്ലോ എന്ന്. അപ്പോൾ വാട്ട് വി വിൽ ഡു ഇസ് നമ്മൾ ആ ഡാറ്റാബേസിനെ തന്നെ കെട്ടിപ്പിടിച്ചിരുന്ന് വി വിൽ സ്റ്റാർട്ട് ഡീനോർമലൈസിങ്. ഡീനോർമലൈസിങ് എന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ പറഞ്ഞ കൺസെപ്റ്റിൻ്റെ നേരെ ഓപ്പോസിറ്റ്. എല്ലാ ഡാറ്റയും ഒരു ടേബിളിലിട്ട് സോ ദാറ്റ് മൈ ക്വറീസ് ക്യാൻ ബി ജിജോ ആരോ മൈക്ക് ഓക്കെ അത് ക്ലിയർ ചെയ്തിട്ടുണ്ട്. പ്രണോയ് എന്തോ ഒരു നോയ്സ് വരുന്നുണ്ടായിരുന്നു, ഒന്ന് ക്ലിയർ ചെയ്യണേ. ഞാൻ പറഞ്ഞ ഓക്കെ. അപ്പോൾ നമ്മൾ ഡാറ്റ ഡീനോർമലൈസ് ചെയ്യാൻ തുടങ്ങും നമ്മുടെ ക്വറീസിനെ ഫാസ്റ്റ് ആക്കാൻ വേണ്ടി. കാരണം ഒരു ടേബിളിൽ നിന്ന് ക്വറി ചെയ്യുന്നത് ഫാസ്റ്റർ ദാൻ ജോയിനിങ് മൾട്ടിപ്പിൾ ടേബിൾസിന്. അങ്ങനെ അടുത്ത സ്റ്റെപ്പ് എന്താണ്, ഇത്രയൊക്കെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം എൻ്റെ ഇൻസേർട്സ് അല്ലെങ്കിൽ എൻ്റെ അപ്ഡേറ്റ്സ് എല്ലാം സ്ലോ ആണെന്ന് വരുമ്പോൾ നമ്മൾ അടുത്ത സ്റ്റെപ്പ് ഇതിൽ ടിപ്പിക്കലി നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഡാറ്റാബേസിൽ അനലൈസ് ചെയ്തിട്ട് പറയും ദർ ആർ സോ മെനി സ്റ്റോർഡ് പ്രൊസീജിയേഴ്സ്, ക്യാൻ ബി മൂവ് ദിസ് ഫങ്ഷൻസ് പ്രൊസീജിയേഴ്സിനൊക്കെ ഔട്ട് ഓഫ് ഡാറ്റാബേസ്, എന്നിട്ട് പ്രോഗ്രാമിൽ ഹാൻഡിൽ ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ നമ്മൾ അതിനൊക്കെ റിമൂവ് ചെയ്ത്, എന്നിട്ട് കുറേ ട്രിഗർ ഉണ്ടായിരുന്നു അതിനൊക്കെ റിമൂവ് ചെയ്തു. ഇങ്ങനെ ചെയ്ത് അറ്റ് ദ എൻഡ് ഇപ്പം നമുക്കുള്ള എന്താണെന്ന് വെച്ചാൽ സിൻസ് വി ആർ യൂസിങ് എ മെം ക്യാഷ് അവർ ഡാറ്റ ഈസ് നോട്ട് കൺസിസ്റ്റൻറ്റ്. കാരണം 2 സോഴ്സ് ഓഫ് ട്രൂത്ത് ആയിപ്പോൾ നമ്മുടെ ആപ്ലിക്കേഷൻ റീഡ് ചെയ്യുന്നത് നമ്മുടെ മെമ്മറി ക്യാഷിൽ നിന്നും മറ്റേത് സ്റ്റോർ ചെയ്യുന്നത് നമ്മുടെ ഡാറ്റാബേസ് ആയതുകൊണ്ട് വി ഗേവ് അപ്പ് ഓൺ കൺസിസ്റ്റൻസി. അതുപോലെ തന്നെ we gave up on many other things. Normalization we gave up, we denormalized the database. അപ്പോൾ at the end ഒരു 2 വർഷം കഴിഞ്ഞപ്പോഴേക്കും my software is still running RDBMS but not using any of its properties. അങ്ങനെ ഒരു സിറ്റുവേഷനിൽ എൻഡ് അപ്പ് ചെയ്യാതിരിക്കാൻ വേണ്ടിയാണ് അപ്പ് ഫ്രണ്ട് ഇതിനെ നന്നായി അനലൈസ് ചെയ്ത് ഒരു ഇൻഫോംഡ് ഡിസിഷൻ എടുക്കണമെന്ന് പറയുന്നത്. ഒരു വളരെ ഇതെന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ ഈ കൺസെപ്റ്റ്സ് ഒക്കെ മനസ്സിലായതിനു ശേഷം നിങ്ങളുടെ യൂസ് കേസ് കൊണ്ടുപോയി ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്താൽ യു വിൽ ഗെറ്റ് എ ലോട്ട് ഓഫ് വൈറ്റ് പേപ്പേഴ്സ്. ഈ സോഫ്റ്റ്വെയർ ഇൻഡസ്ട്രിയുടെ ഒരു ബ്യൂട്ടി എന്താണെന്ന് വെച്ചാൽ ആരും ഒന്നും സീക്രട്ട് ആയല്ല ചെയ്യുന്നത്. എല്ലാവരും അവരൊരു പ്രോബ്ലം സോൾവ് ചെയ്തിട്ടുണ്ട്, അത് വൈറ്റ് പേപ്പറായിട്ടും ഇതൊക്കെ ആയിട്ട് ഇൻ്റർനെറ്റിലുണ്ട്. അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളൊരു ഊബർ പോലുള്ളൊരു സിസ്റ്റം ഡിസൈൻ ചെയ്യുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഊബർ ഏത് ഡാറ്റാബേസാണ് യൂസ് ചെയ്യുന്നത്, എന്തുകൊണ്ടാണ് അവരെ ട്രേഡ് ഓഫ് ഉണ്ടാക്കിയതെന്നൊക്കെ ഇൻ്റർനെറ്റ് കാണും. അപ്പോൾ ഇങ്ങനെ ഈ ബേസിക് കൺസെപ്റ്റ്സ് അറിഞ്ഞതിന് ശേഷം നിങ്ങളുടെ യൂസ് കേസ് ഒരു റിയൽ ലൈഫ് എക്സിസ്റ്റിംഗ് സാധനത്തിൻ്റെ യൂസ് കേസിനോടൊക്കെ റിലേറ്റ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഇറ്റ്സ് വെരി ഈസി ടു മേക്ക് ഇൻഫോംഡ് ഡിസിഷൻസ്. ആൻഡ് ഓഫ് കോഴ്സ് ഇത്രയൊക്കെ ചെയ്ത് കഴിഞ്ഞാലും അറ്റ് ദ എൻഡ് സോഫ്റ്റ്വെയർ ഇവോൾവ്സ്. അത് ഇവോൾവ് ചെയ്യുമ്പോൾ വി മൈറ്റ് എൻഡ് അപ്പ് ഇൻ എ സ്റ്റേറ്റ് വെയർ വി ഹാവ് ടു സ്വാപ്പ്. ബട്ട് അറ്റ്ലീസ്റ്റ് ഇങ്ങനത്തെയൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിച്ച് കുറച്ചുകൂടെ ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ ബിൽഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതായിരുന്നു സം കീ പോയിൻറ്റ്സ് ഓൺ പിക്കിംഗ് ദ റൈറ്റ് ഡാറ്റാബേസ്. ഇനി അടുത്തത് വളരെ പെട്ടെന്ന് ഞാൻ പറഞ്ഞു പോകാം, ഡാറ്റ പാർട്ടീഷനിങ് എന്താണെന്ന്. ഡാറ്റ പാർട്ടീഷനിങ് എന്താണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. ഡാറ്റ പാർട്ടീഷനിങ് എന്ന് വെച്ചാൽ ഡാറ്റേനെ ഡിഫറെൻറ്റ് പാർട്സിലോട്ട് സെപ്പറേറ്റ് ചെയ്ത് വിട്ടിട്ട് സോ ദാറ്റ് വി ക്യാൻ സ്കെയിൽ എന്നുള്ളൊരു കൺസെപ്റ്റാണ്. ഫോർ എക്സാമ്പിൾ 2 ടൈപ്പ് പാർട്ടീഷനിങ് ഉണ്ട്, അതായത് വെർട്ടിക്കൽ പാർട്ടീഷനിങ്ങും ഹൊറിസോണ്ടൽ പാർട്ടീഷനിങ്. വെർട്ടിക്കൽ പാർട്ടീഷനിങ് എന്ന് വെച്ചാൽ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇപ്പോൾ ഞാൻ ഒരു സെറ്റ് ഓഫ് ഫീച്ചേഴ്സും അതിനോട് റിലേറ്റഡ് ആയിട്ടുള്ള ടേബിൾസും എല്ലാം ഒരു സെർവറിലിടും, ഒരു അൺറിലേറ്റഡ് ഫീച്ചേഴ്സ് അങ്ങനത്തെയൊക്കെ വേറൊരു സെർവറിലിടും. അപ്പോൾ അങ്ങനെ ഞാൻ വെർട്ടിക്കലി പാർട്ടീഷൻ ചെയ്ത് കൊണ്ടുവരും. അത് ചില കേസിൽ വർക്ക് ചെയ്യും. പക്ഷേ ഇങ്ങനെ ചെയ്യുമ്പോഴുള്ളൊരു ഇതെന്താണെന്ന് വെച്ചാൽ വി ഷുഡ് ബി കെയർഫുൾ. ഇങ്ങനെ പാർട്ടീഷൻ ചെയ്ത ഡാറ്റ ഈ സെർവേഴ്സ് അക്രോസ് ദ സെർവേഴ്സ് കോറി ജോയിൻ ചെയ്യേണ്ട കേസിലൊന്നും എൻഡപ്പ് ചെയ്യരുത്. അങ്ങനെ അക്രോസ് ദ സെർവർ ജോയിൻ ചെയ്യേണ്ട കേസിലൊക്കെ എൻഡപ്പ് ചെയ്താൽ വളരെ ഇൻഎഫിഷ്യൻ്റായി മാറും. അതിന് പകരം ഉള്ള അത് ഒരു ടൈപ്പ് ഓഫ് പാർട്ടീഷനിങ് വിച്ച് വി ഈവൻ വിത്തിൻ വൺ ഡാറ്റ ബേസ് സെർവർ വി ഡു പാർട്ടീഷനിങ്, വെർട്ടിക്കൽ പാർട്ടീഷനിങ് ഓൾ ദ ടൈം, റൈറ്റ്? ബിക്കോസ് കൺസെപ്ച്വലി നോക്കുകയാണെങ്കിൽ ഇപ്പോൾ നമ്മുടെ ഡിഫറെൻറ്റ് ടേബിൾസ് ആർ ഡിഫറെൻറ്റ് പാർട്ടീഷൻസ്. ഇപ്പോൾ എൻ്റെ യൂസർ ടേബിളുണ്ട്, എൻ്റെ ക്രെഡിറ്റ് കാർഡ് ടേബിളൊക്കെ ഉള്ളത് ഓരോ ഡിഫറെൻറ്റ് ഫീച്ചേഴ്സിനെ ഐ ഹാവ് പാർട്ടീഷൻ ദ ഡാറ്റ ഇൻ ടു ഡിഫറെൻറ്റ് ടേബിൾസ് സോ ദാറ്റ് ഇറ്റ്സ് ഈസി ഫോർ മീ ടു മെയിൻറ്റെയിൻ ആൻഡ് I will scale up more and more. I will add up more and more tables as more and more features comes.
അത് നമ്മളെല്ലാവരും ചെയ്യുന്ന നോർമലൈസേഷൻ്റെ പാർട്ടായിട്ടും ഒക്കെ ചെയ്യുന്ന ഒരു ഇതാണ് വെർട്ടിക്കൽ പാർട്ടീഷനിങ് ഓഫ് ദ ഡാറ്റ. ഒരു ഇൻട്രസ്റ്റിംഗ് കൺസെപ്റ്റ് എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ വേറെ ഒരു പാരലൽ കൺസെപ്റ്റ് വിച്ച് ഈസ് ഹൊറിസോണ്ടൽ പാർട്ടീഷനിങ്. ഹൊറിസോണ്ടൽ പാർട്ടീഷനിങ് ഈസ് വെയർ ദ എ സെറ്റ് ഓഫ് റോസ്. നേരത്തെ നമ്മൾ പറഞ്ഞത് ഡിഫറെൻറ്റ് ടേബിൾസിലോട്ട് പോകുന്നു ബേസ്ഡ് ഓൺ ഫീച്ചർ അല്ലെങ്കിൽ ആ ഇതിന് ബേസ് ചെയ്ത്. പക്ഷേ ഹൊറിസോണ്ടൽ പാർട്ടീഷനിങ്ങിൽ സെയിം ടൈപ്പ് ഓഫ് ഡാറ്റ ഈസ് സെൻഡ് ടു ഡിഫറെൻറ്റ് സെർവേഴ്സ് അല്ലെങ്കിൽ ഡിഫറെൻറ്റ് പാർട്ടീഷൻ ടേബിൾസ് ബേസ്ഡ് ഓൺ സം റൂൾസ്. അതായത് ഇപ്പോൾ നമ്മുടെ യൂസർ ഇൻഫർമേഷൻ സ്റ്റോർ ചെയ്യുമ്പോൾ ഒരു 100 million യൂസേഴ്സിനൊക്കെ ഒരു ടേബിളിൽ സ്റ്റോർ ചെയ്യാം, ഓക്കെ ഫൈൻ. പക്ഷേ അത് കൂടുതൽ ഇഫ് യു ആർ ഗോയിങ് ടു മൾട്ടിപ്പിൾ ഹൺഡ്രഡ്സ് ഓഫ് യൂസേഴ്സ് സ്റ്റോറിങ് ദ ഡാറ്റ ഇൻ വൺ ടേബിൾ ഈസ് നോട്ട് വെരി എഫിഷ്യൻറ്റ്. അപ്പോൾ നമ്മൾ സെയിം യൂസർ ഡാറ്റേനെ തന്നെ മൾട്ടിപ്പിൾ സെർവേഴ്സിൽ അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ഇതിൽ സ്റ്റോർ ചെയ്യുന്ന ഒരു അപ്രോച്ചിനെയാണ് വെർട്ടിക്കൽ പാർട്ടീഷൻ ഹൊറിസോണ്ടൽ പാർട്ടീഷനിങ് എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു ബെസ്റ്റ് എക്സാമ്പിളാണ് ഷാർഡിങ്. ഷാർഡിങ് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഈ യൂസറിൻ്റെ കേസിന് എടുക്കാം. വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്ന ഒരു ഷാർഡിങ് ടെക്നിക്ക് എന്താണെന്ന് വെച്ചാൽ നമുക്ക് പറയാം നമ്മുടെ ഇത് ഡാറ്റ കൂടി എൻ്റെ യൂസർ ടേബിൾ ഫസ്റ്റ് ഞാനെല്ലാം ഒരു കമ്പ്യൂട്ടർ അല്ലെങ്കിൽ ഒരു സെർവറിലിട്ടു, ഒരു സെർവറിലെ യൂസേഴ്സ് എന്ന് പറയുന്ന ടേബിളിലിട്ടു. പക്ഷേ അറ്റ് സം പോയിൻറ്റ് ഇറ്റ് ബിക്കെയിം ടു മച്ച്. അപ്പോൾ ഐ മെയ്ഡ് എ റൂൾ A to M വരെയുള്ള യൂസേഴ്സിനെയൊക്കെ സെർവർ 1ലും M to Z വരെയുള്ള യൂസേഴ്സിനെയൊക്കെ വേറെ സെർവർ 2ലും ഇടാനുള്ളൊരു തീരുമാനം. ദിസ് ഇസ് എ സിമ്പിൾ ഷാർഡിങ് ലോജിക്. അതായത് എൻ്റെ പേരിൻ്റെ യൂസറിൻ്റെ പേരിൻ്റെ സ്റ്റാർട്ടിങ് ലെറ്ററിനെ വെച്ച് ഐ പാർട്ടീഷൻഡ്. ഇതൊരു വളരെ ഇൻഎഫിഷ്യൻ്റ് ആണ്, പക്ഷേ ദിസ് ആൻ എക്സാമ്പിൾ ഓഫ് ഷാർഡിങ്. അപ്പോൾ ഇതിനെയാണ് ഹൊറിസോണ്ടൽ പാർട്ടീഷനിങ് എന്ന് പറയുന്നത്. ഹൊറിസോണ്ടൽ പാർട്ടീഷനിങ്ങിന് അതിൻ്റേതായ കുഴപ്പങ്ങളുണ്ട്. നമ്മുടെ ഷാർഡിങ് ലോജിക് ഹാസ് ടു ബി വെരി നൈസ് ഇൻ ദ സെൻസ് ആ ഷാർഡ് ചെയ്യുന്ന ഡാറ്റ നേരത്തെ പറഞ്ഞ പോലെ ഒരു യൂസറിന് വേണ്ട എല്ലാ ഡാറ്റയും ഒരു ഷാർഡിൽ തന്നെ വരണം, അല്ലാതെ അക്രോസ് ദ ഷാർഡ്സ് ക്വറി ചെയ്യേണ്ടി വന്നാൽ ഇറ്റ്സ് ബാഡ്. രണ്ടാമത്തെ എന്താണെന്ന് വെച്ചപ്പോൾ ഞാൻ A to Mഉം N to Zയും പോലുള്ളൊരു സിമ്പിൾ റൂൾ വെച്ച് ഷാർഡ് ചെയ്ത് കഴിയുമ്പോൾ ദർ ഇസ് എ ചാൻസ് ദാറ്റ് ചിലപ്പോൾ കൂടുതൽ ആൾക്കാരുടെ പേര് സ്റ്റാർട്ട്സ് വിത്ത് S ആണെങ്കിൽ എൻ്റെ രണ്ടാമത്തെ ഷാർഡ് വിൽ ഗ്രോ മച്ച് മോർ ദാൻ ദ ഫസ്റ്റ് ഷാർഡ്. അപ്പോൾ നമ്മുടെ പർപ്പസ് ഇസ് നോട്ട് സെർവ്ഡ്. നമ്മുടെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ അതിനൊരു ഈക്വലായി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു. അപ് ടു സം എക്സ്റ്റെൻറ്റ് ഇറ്റ് ഡിഡ് ഇറ്റ്, ബട്ട് ഇറ്റ് ഡിഡ് നോട്ട് ഡു ഇറ്റ് ദ റൈറ്റ് വേ. ഇപ്പോഴും രണ്ടാമത്തെ കേസിലും ഇറ്റ് ഇസ് ടു ബിഗ്. രണ്ടാമത്തെ ഷാർട്ട് വിൽ കീപ് ഗ്രോയിങ് മച്ച് ഫാസ്റ്റർ ദാൻ ദ അതർ വൺ. അപ്പോൾ അങ്ങനത്തെയൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ട് യു ഹാവ് ടു പിക്ക് എ പ്രോപ്പർ ഷാർഡിങ് ടെക്നിക് ദാറ്റ് ഈസ് അപ്രോപ്രിയേറ്റ് ഫോർ യു. ഇതാണ് ഡാറ്റ പാർട്ടീഷനിങ്ങിൽ എനിക്ക് പറയാനുള്ളത്. അടുത്ത ടോപ്പിക്ക് ഇപ്പോൾ നമ്മൾ ഡാറ്റാബേസിനെ കുറിച്ച് പറഞ്ഞു, ഡാറ്റാബേസിൽ സ്റ്റോർ ചെയ്യുന്നതിനെ കുറിച്ചൊക്കെ പറഞ്ഞു. അടുത്ത ടോപ്പിക്ക് എന്താണെന്ന് വെച്ചാൽ ഒരു പ്രോഗ്രാം അല്ലെങ്കിൽ ഒരു സോഫ്റ്റ്വെയർ, ഹൗ ഡസ് ഇറ്റ് ടോക്ക് ടു ദ ഡാറ്റ. ഈ ഡാറ്റാബേസ് എന്ന് പറയുന്ന ഒരു സെപ്പറേറ്റ് സോഫ്റ്റ്വെയർ ആണല്ലോ, അപ്പോൾ സോ ഇറ്റ് ഹാസ് ടു ടോക്ക് ടു ദാറ്റ്. അപ്പോൾ RDBMS ഡാറ്റാബേസസ് എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്ന ഒരു ലാംഗ്വേജാണ് SQL ലാംഗ്വേജ്. SQLിന് ഒരു ബേസ് ലാംഗ്വേജ് ഉണ്ട് വിച്ച് ഇസ് വെരി പവർഫുൾ. പക്ഷേ ബിയോണ്ട് ദാറ്റ് ഇപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഒറാക്കിളിനൊക്കെ ദ മോഡിഫൈഡ് ഇറ്റ് ഇൻ ടു ഒറാക്കിൾ SQL, പോസ്റ്റ്ഗ്രസ് മോഡിഫൈഡ് ഇറ്റ് ഇൻ ടു പോസ്റ്റ്ഗ്രസ് SQL. അവരൊക്കെ എന്താ ചെയ്യുന്നത് വെച്ചാൽ അവരുടെ സ്റ്റോറിങ് മെക്കാനിസത്തിന് ആപ്റ്റ് ചെയ്യുന്ന പോലെ, അവരുടെ സ്റ്റോറിങ് മെക്കാനിസത്തിൽ കുറച്ചുകൂടെ ഒപ്റ്റിമൈസ് ചെയ്യുന്ന പോലെ കുറച്ചുകൂടെ ഫീച്ചേഴ്സ് ആഡ് ചെയ്യും SQLിൽ. അതാണ് അവർ ചെയ്യുന്നത്. സോ വെനെവർ യു പിക്ക് എ ഡാറ്റാബേസ്, always start with SQL, but also look at the specific language that database supports. കാരണം നിങ്ങൾ സ്റ്റാൻഡേർഡ് SQL ചെയ്യുന്ന പല കാര്യങ്ങളും കുറച്ചുകൂടി എഫിഷ്യൻ്റായി ചെയ്യാൻ അവർ വല്ല ഷോർട്ട് കട്ട്സ് ആഡ് ചെയ്തിട്ടുണ്ടാവും. ദാറ്റ്സ് എ ഗുഡ് തിങ് ദാറ്റ് യു ഷുഡ് ലുക്ക് അറ്റ്. ബട്ട് ഇൻ ജനറൽ SQL ഈസ് ദ ലാംഗ്വേജ് ഫോർ ഓൾ RDBMS. SQL ഡിഫറെൻറ്റ് ടൈപ്സ് ഉണ്ട്. DDL എന്ന് വെച്ചാൽ നമ്മുടെ ക്രിയേറ്റ് സ്കീമ ഒബ്ജക്ട്സിനെ ക്രിയേറ്റ് ചെയ്യുന്ന ഓൾട്ടർ ചെയ്യുന്നതിനൊക്കെ DDL എന്ന് വിളിക്കും. DML എന്ന് വെച്ചാൽ ആക്ച്വൽ ഡാറ്റ മാനിപ്പുലേറ്റ് ചെയ്യുന്നത്, അതായത് ഇപ്പോൾ ഇൻസേർട്ട്, അപ്ഡേറ്റ്, സെലക്ട് ഇസ് എ സ്പെഷ്യൽ ടൈപ്പ് ഓഫ് DML, പക്ഷേ ഇതിനെയൊക്കെയാണ് DML എന്ന് വിളിക്കുന്നത്. പിന്നെ ട്രാൻസാക്ഷൻസ് ഉണ്ടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. ട്രാൻസാക്ഷൻസ് എന്ന് വെച്ചാൽ പല DML കമാൻഡ്സിനെയും ഒരു വൺ ചങ്കായിട്ട് കമ്മിറ്റ് ചെയ്യുക, എയ്തർ എവറിത്തിങ് ഓർ നത്തിങ്. അപ്പോൾ നമ്മൾ ഒരു ട്രാൻസാക്ഷൻ സ്റ്റാർട്ട് ചെയ്യും, എന്നിട്ട് വി വിൽ ഡു 3 or 4 തിങ്സ്, എന്നിട്ട് അതെല്ലാം സക്സസ്ഫുൾ ആവുകയാണെങ്കിൽ മാത്രം വി വിൽ സേ കമ്മിറ്റ് ദ ട്രാൻസാക്ഷൻ. ഇതിലേതെങ്കിലും ഒരു സ്റ്റെപ്പ് ഫെയിൽ ചെയ്താൽ വിൽ സേ റോൾ ബാക്ക് മൈ ട്രാൻസാക്ഷൻ. അങ്ങനെ മൂന്ന് ടൈപ്പ് ഓഫ് SQLs ഉണ്ട്.
പിന്നെ SQL വേറെ അറിഞ്ഞിരിക്കേണ്ട ഒരു കൺസെപ്റ്റ് എന്താണെന്ന് വെച്ചാൽ ജോയിൻസ്. I think everybody knows about joins. Joins is basically how we join the data from table 1 with table 2. There are different types of joins. Inner join, which is nothing but an intersection. നമ്മുടെ പണ്ടത്തെ വെൻ ഡയഗ്രാംസിലൊക്കെ ഓർമ്മയില്ലേ, രണ്ടുകൂടെ ഇൻ്റർസെക്ട് ചെയ്യുന്ന പോയിൻ്റാണ് ഇന്നർ ജോയിൻ. ലെഫ്റ്റ് ജോയിൻ എന്ന് വെച്ചാൽ എവറിത്തിങ് ഇൻ ദ ലെഫ്റ്റ് പ്ലസ് മാച്ചിങ് എൻട്രീസ് ഫ്രം ദ റൈറ്റ്. റൈറ്റ് ജോയിൻ ആണെങ്കിൽ നേരെ തിരിച്ച്. ഇതൊക്കെ ഇറ്റ്സ് അവൈലബിൾ ഇൻ ഇൻ്റർനെറ്റ്. ഐ ഡോണ്ട് തിങ്ക് വി ഹാവ് ടു സ്പെൻഡ് ടൈം ഓൺ ദിസ്. പിന്നെ വേറൊരു കൺസെപ്റ്റ് അറിയേണ്ടതെന്ന് വെച്ചാൽ ഇൻഡെക്സിങ്. ഇൻഡെക്സിങ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഇൻ RDBMS വേൾഡ്. അപ്പോൾ ഇൻഡെക്സിങ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഒരു ടേബിൾ, ഒരു ബിഗ് ടേബിളൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ഒരു പ്രൈമറി കീ ഉണ്ടാവും. പ്രൈമറി കീസ് ആർ ഇൻറ്റേർണലി ഇൻഡെക്സ്ഡ് ഓൾവേസ്. സോ പ്രൈമറി കീ വെച്ച് query ചെയ്യുന്നത് ഇസ് വെരി ഫാസ്റ്റ്. അല്ലാത്ത കോളംസിനെയൊക്കെ വെച്ച് query ചെയ്യുമ്പോൾ the way that the whole system works is it becomes slow as the number of records grow. ഇപ്പോൾ നമ്മുടെ കോളം 2-നെയും കോളം 3-നെയൊക്കെ വെച്ച് ചെയ്യുമ്പോൾ അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ അപ്ലിക്കേഷൻ്റെ മോസ്റ്റ് ഫ്രീക്വൻറ്റ് ക്വറീസ് ഏതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് ഈ ക്വറി കണ്ടീഷൻസിലൊക്കെ വെച്ച് ഇൻഡെക്സസ് ക്രിയേറ്റ് ചെയ്യണം. ഇൻഡെക്സസ് ക്രിയേറ്റ് ചെയ്യുകയെന്ന് വെച്ചാൽ എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഞാൻ എൻ്റെ കോളം 2-നൊരു ഇൻഡെക്സ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ വാട്ട് ആക്ച്വലി ഹാപ്പൻസ് ഈസ് it creates a lookup table. ഓക്കെ, ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു ബൈനറി ഒരു ട്രീ സ്ട്രക്ചറാണ് ടിപ്പിക്കലി ഉള്ളത്. ബേസിക്കലി യു ക്യാൻ കൺസിഡർ ഇറ്റ് ആസ് എ ലുക്കപ്പ് ടേബിൾ. അതെന്ത് വെച്ചാൽ ഈ കോളത്തിലെ എല്ലാ യുണീക്ക് വാല്യൂസിനെയും ഇറ്റ് വിൽ മാപ്പ് ടു ദ റോ IDs. അപ്പോൾ നമ്മൾ ഇപ്പോൾ നമ്മുടെ യൂസർ ടേബിൾ തന്നെ പോകാം. യൂസർ ടേബിളിൽ രണ്ടാമത്തെ കോളം വാസ് ലെറ്റ്സ് എ ഡിസ്ട്രിക്റ്റ് എന്ന് ആയിരുന്നു വെച്ചു. അപ്പോൾ basically select select star from users where district equal to Malappuram അല്ലെങ്കിൽ district equal to കോഴിക്കോട് എന്ന് കൊടുത്താൽ as the data grows the query is going to take longer and longer. അപ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ചാൽ ഇതിനെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടി വാട്ട് വി ഡു ഈസ് വി ഇൻഡെക്സ് ദ കോളം. ഡിസ്ട്രിക്ട് എന്ന് പറയുന്ന കോളത്തിനെ ഇൻഡെക്സ് ചെയ്ത് കഴിഞ്ഞാൽ വാട്ട് ദി ഡു ഈസ് ദ ക്രിയേറ്റ് എ ഡിഫറെൻറ്റ് ഡാറ്റ സ്ട്രക്ചർ ഓൺ ദ ഡാറ്റാബേസ്. ആ ഡാറ്റ സ്ട്രക്ചർ വിൽ ഹാവ് ദിസ് കീ, 14 ഡിസ്ട്രിക്റ്റിൻ്റെയും കീ, ആൻഡ് ദ വിൽ മാപ്പ് ടു ദ റോ IDs. അപ്പോൾ അടുത്ത പ്രാവശ്യം വെൻ ഐ സേ ദാറ്റ് ഗിവ് മി ഓൾ ദ റെക്കോർഡ്സ് ഓഫ് കോഴിക്കോട് എന്ന് പറയുമ്പോൾ ദ ഗോ ടു ദിസ് ഡാറ്റ സ്ട്രക്ചർ, ഗെറ്റ് ഓൾ ദ റോ IDs at of 1 speed, very fast speed, എന്നിട്ട് they go to the actual table and give you all the rows, which that is this whole thing is called as indexing. അപ്പോൾ ഇൻഡെക്സിങ് ആവശ്യത്തിന് ചെയ്യണം, കാരണം ആവശ്യത്തിൽ കൂടുതൽ എല്ലായിടത്തും ഇൻഡെക്സ് ചെയ്താൽ യു ആർ ഗോയിങ് ടു ആഡ് മോർ ആൻഡ് മോർ ലോഡ് ടു യുവർ ഡാറ്റാബേസ് സെർവർ. അപ്പോൾ ആവശ്യത്തിന് ഇൻഡെക്സ് ചെയ്യുക ആൻഡ് ഡു ദ റൈറ്റ് ഇൻഡെക്സിങ്. അതാണ് ഞാൻ പറഞ്ഞത്, നിങ്ങളുടെ അപ്ലിക്കേഷൻ്റെ ക്വറി പാറ്റേണിന് ഡിപ്പെൻഡ് ചെയ്യും. ചില കേസിൽ ഇപ്പോൾ ഇത് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ അപ്ലിക്കേഷൻ ഹെവിലി ക്വറി ചെയ്യുന്നത് ഗിവ് മി ദ യൂസേഴ്സ് ഫ്രം ഡിസ്ട്രിക്റ്റ് ഈക്വൽ ടു കാലിക്കറ്റ് ആൻഡ് ടൈപ്പ് ഈക്വൽ ടു വില്ലേജ്. അപ്പോൾ ഇങ്ങനെയുള്ളതിലാണ് വി ഷുഡ് ഡു എ കോമ്പൗണ്ട് ഇൻഡെക്സ്. ഐ ഡോണ്ട് നോ ദ എക്സാക്ട് ടേം. ഈ രണ്ട് കോളത്തിനും കൂടെ ചേർത്തുള്ളൊരു ഇൻഡെക്സ് ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ ദാറ്റ് ഇൻഡെക്സ് വിൽ ഹാവ് എൻട്രീസ് ഫോർ കാലിക്കറ്റ് വിത്ത് മുനിസിപ്പാലിറ്റി, കാലിക്കറ്റ് വിത്ത് കോർപ്പറേഷൻ, കാലിക്കറ്റ് വിത്ത് വില്ലേജസ്. അപ്പോൾ ഈ രണ്ട് കണ്ടീഷനും കൂടെ ഉള്ള ക്വറി വരുമ്പോൾ വളരെ എഫിഷ്യൻ്റ് ആയിട്ട് ഇറ്റ് വിൽ റിട്ടേൺ യു ദ റോസ്. ഇതാണ് അറിഞ്ഞിരിക്കേണ്ട വേറൊരു കാര്യം. പിന്നെ SQLനെ കുറിച്ചൊക്കെ കുറച്ച് ഡീപ്പായി പോവുകയാണെങ്കിൽ ദർ ആർ സോ മച്ച് ടു ലേൺ അബൌട്ട്. ഐ ഡോണ്ട് തിങ്ക് വി നീഡ് ടു ലേൺ, എവറിബഡി നീഡ് ടു ലേൺ അബൌട്ട് ദിസ്, ബട്ട് കുറച്ച് വളരെ കൺസെപ്റ്റ്സ് ഉണ്ട്. ബാഡ് SQL, ഡെഡ് ലോക്സ് എന്നൊക്കെ പറഞ്ഞത്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഇത് വളരെ യൂസ്ഫുൾ ആയ ഒരു ഫംഗ്ഷനാണ്. അനലൈസ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ എല്ലാ RDBMS ഡാറ്റാബേസിലുണ്ട്. അപ്പോൾ നിങ്ങൾ സെലക്ട് സ്റ്റാർ ഫ്രം യൂസേഴ്സ് എന്ന് പറയുമ്പോൾ സെലക്ട് അനലൈസ് ഫ്രം യൂസേഴ്സ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ടെൽ യു നിങ്ങളുടെ ക്വറീനെ എങ്ങനെയാണ് ആ ഡാറ്റാബേസ് എക്സിക്യൂട്ട് ചെയ്യുന്നത്. അതിൽ നിന്ന് തന്നെ യു ക്യാൻ മേക്ക് ലോട്ട് ഓഫ് ഇൻറ്റ്യൂഷൻസ്. ഇതൊരു ഹാവ് യു ഇൻഡെക്സ്ഡ് യുവർ ഡാറ്റ പ്രോപ്പർലി, ഹാവ് യു റിട്ടൺ യുവർ ക്വറി പ്രോപ്പർലി എന്നൊക്കെ. അപ്പോൾ ഇതൊക്കെ ഒരു ഡാറ്റാബേസ് DBA ലെവലിലുള്ള കൺസെപ്റ്റ്സ് ആണ്. പിന്നെ ഡെഡ് ലോക്സ് വളരെ കോമൺ ആണ്. ഡെഡ് ലോക്സ് ജാവയിലൊക്കെ ഉള്ള പോലെ തന്നെ ഇപ്പോൾ ഒരു 2 ട്രാൻസാക്ഷൻസ് പാരലൽ റൺ ചെയ്യുന്നു വെച്ചു. ഫസ്റ്റ് ട്രാൻസാക്ഷൻ സേസ് അപ്ഡേറ്റ് സം റോസ് ഓഫ് ടേബിൾ 1 എന്ന് ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റിൽ പറഞ്ഞു. രണ്ടാമത്തെ ട്രാൻസാക്ഷൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ഈസ് അപ്ഡേറ്റ് സം റോസ് ഓഫ് ടേബിൾ 2 എന്നാണ്. എന്നിട്ട്
എന്ത് പറ്റുമെന്ന് വെച്ചാൽ ഫസ്റ്റ് ട്രാൻസാക്ഷൻ്റെ അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് അപ്ഡേറ്റ് സം റോസ് ഓഫ് ടേബിൾ 2, അതായത് ടേബിൾ 1നെ അപ്ഡേറ്റ് ചെയ്ത് ടേബിൾ 2നെ അപ്ഡേറ്റ് ചെയ്യുക. മറ്റേ ട്രാൻസാക്ഷൻ ആണെങ്കിൽ ടേബിൾ 2നെ അപ്ഡേറ്റ് ചെയ്ത് ടേബിൾ 1നെ അപ്ഡേറ്റ് ചെയ്യുകയാണെങ്കിൽ ഇഫ് ബോത്ത് ഓഫ് ദീസ് ഹാസ് ടു compete for the same rows, അതായത് നമ്മളൊരു അപ്ഡേറ്റ് ഒക്കെ ചെയ്യുമ്പോൾ ഇൻറ്റേർണലി ദർ ആർ ലോഗ്സ് ക്രിയേറ്റഡ്. കാരണം രണ്ടുപേർക്ക് ഈ ആറ്റോമിസിറ്റി കൺഫേം ചെയ്യാൻ വേണ്ടി they create the logs and whoever try to update it first gets the log. അപ്പോൾ ഈ ലോക്കിംഗ് മെക്കാനിസം നടക്കുന്നതുകൊണ്ട് നമ്മുടെ ട്രാൻസാക്ഷൻസിലൊക്കെ അല്ലെങ്കിൽ പ്രൊസീജിയേഴ്സിലൊക്കെ ഓർഡർ ഹാസ് ടു ബി മെയിൻറ്റെയിൻ പ്രോപ്പർലി. അങ്ങനത്തെ കുറേ ഇഷ്യൂസ് ആസ് എ DevOps engineer you might see ലോഗ്സ് ഒക്കെ നോക്കുമ്പോൾ there are too many dead logs ഒക്കെ പറയുന്നത് ഇതുണ്ടാവും. അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കണം. ഈ ഡെഡ് ലോക്കിനെ കുറിച്ച് ഡീറ്റെയിൽ പേപ്പേഴ്സൊക്കെ ഉണ്ട്, പക്ഷേ ഇതൊരു അറിഞ്ഞിരിക്കേണ്ട കൺസെപ്റ്റാണ്. വേറെ എന്താ? ഓക്കെ, give me 2 more minutes, okay, or 5 more minutes and then you can. അപ്പോൾ SQLനെ കുറിച്ച് ഇതാണ് ഒരു അഡ്വാൻസ്ഡ് ലെവലിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. പിന്നെ ഇപ്പോൾ SQL പറഞ്ഞു. ഇനി ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എങ്ങനെ SQL അല്ലെങ്കിൽ എങ്ങനെ ഈ ഡാറ്റാബേസിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുള്ളതിൽ there are 2 ways. One is plain old JDBC, അതായത് നമ്മളൊരു JDBC ഡ്രൈവർ, എല്ലാ ഡാറ്റാബേസിനും ഒരു ഡ്രൈവറിൻ്റെ ആ ഡ്രൈവറിനെ എടുത്ത് ഇൻസ്റ്റാൻഷിയേറ്റ് ചെയ്യുന്നു. എന്നിട്ട് നമ്മുടെ പ്രോഗ്രാമിൽ നമ്മൾ ഹാൻഡ് കോഡഡ് റോ SQL എഴുതുന്നു, അതായത് സെലക്ട് സ്റ്റാർ ഫ്രം യൂസേഴ്സ് എന്നുള്ള SQL എഴുതിയിട്ട് വി send it to the server responds and we parse it. That is the plain old way of communicating. അതിന് പകരമുള്ള ഒരു സെക്കൻഡ് വേ ഈസ് ORMs. ORMs എന്ന് വെച്ചാൽ ഒരു ഫ്രെയിം വർക്ക്സ് ആണ്. ഫോർ ദ മോസ്റ്റ് പോപ്പുലർ വൺ ഈസ് ഐ തിങ്ക് ഹൈബർനേറ്റ്. അപ്പോൾ ഇവരെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ദ ക്രിയേറ്റ് മാപ്പിങ്സ് ബിറ്റ്വീൻ എ ഡോട്ട്. ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ഇപ്പോൾ നമ്മുടെ യൂസർ ടേബിളും അതിനൊരു കറസ്പോണ്ടിങ് മാപ്ഡ് ജാവ ക്ലാസ് ഉണ്ടാക്കി തരും. അപ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ചാൽ നമ്മളൊരു SQL ലെവലിൽ ഒന്നും ഡീൽ ചെയ്യേണ്ട ആവശ്യമില്ല. വാട്ട് വി വിൽ സേ ഈസ് യൂസേഴ്സ് ഡോട്ട് ഇൻസേർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു യൂസർ ഒബ്ജക്റ്റിനെ ഇൻസേർട്ട് ചെയ്യുമ്പോൾ അത് ഈ ORM ഫ്രെയിം വർക്ക് അല്ലെങ്കിൽ ഹൈബർനേറ്റ് ഫ്രെയിം വർക്ക് വിൽ ഡു ദ കൺവേർഷൻ, വിൽ ഡു ദ കമ്മ്യൂണിക്കേഷൻ ആൻഡ് എവറിത്തിങ് ഫോർ യു. അപ്പോൾ ഒരു ഫ്രെയിം വർക്ക് ആയതുകൊണ്ട് ഇറ്റ് ഹാസ് ഇറ്റ്സ് ഓൺ അഡ്വാൻറ്റേജ്. ഈസി കോഡ് ഒക്കെയാണ്. പക്ഷേ ഒരു പ്രാക്ടിക്കൽ എക്സ്പീരിയൻസിന് ഐ കൈൻഡ് ഓഫ് പ്രിഫർ JDBC ബേസ്ഡ് തിങ്. എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ DB ക്വറീസ് ഒക്കെ കോംപ്ലക്സ് ആണെങ്കിൽ ORM ഗെറ്റ്സ് കോംപ്ലിക്കേറ്റഡ്. പിന്നെ ഡീബഗ്ഗിങ് പർപ്പസിനൊക്കെ ഐ ഫൈൻഡ് JDBC മച്ച് ഈസിയർ ദാൻ ORM. പക്ഷേ ഇറ്റ്സ് പേഴ്സണൽ ചോയ്സ്. രണ്ടും ചെയ്യുന്നവരുണ്ടാവും. ഇതാണ് ORMനെ കുറിച്ച് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. നിർത്തുന്നതിന് തൊട്ട് മുന്നേ ലാസ്റ്റ് ഇതെന്താണെന്ന് വെച്ചാൽ NoSQL. ഇപ്പോൾ നമ്മൾ ഇതുവരെ പറഞ്ഞെല്ലാം ഒരു RDBMS ഡാറ്റാബേസിലോട്ട് എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതാണ്. NoSQL ഡാറ്റാബേസിലോട്ട് പ്രോഗ്രാം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് every NoSQL database has their own language or whatever you call. ഓക്കെ, അതിപ്പോൾ നമ്മൾ അവരുടെ ഇതെടുത്ത് നോക്കിയാൽ അറിയാൻ പറ്റും എങ്ങനെ ഇൻസേർട്ട് ചെയ്യണം, എങ്ങനെ ക്വറി ചെയ്യണം എന്നൊക്കെ. ടിപ്പിക്കലി യു വിൽ ക്രിയേറ്റ് എ ഡ്രൈവർ കണക്ടർ ഇൻസ്റ്റൻസ്. ഇപ്പോൾ MongoDB ആണെങ്കിൽ MongoDB ഡ്രൈവർ ഈക്വൽ ടു ന്യൂ MongoDB ഡ്രൈവർ വാട്ട്വർ. എന്നിട്ട് ദേ വിൽ ഹാവ് ദെയർ ഓൺ മെത്തേഡ്സ്. കളക്ഷൻ, പിക്ക് ദ കളക്ഷൻ, ഇൻസേർട്ട് ഇൻ ടു കളക്ഷൻ എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ ഒരു സ്റ്റാൻഡേർഡ് ഇല്ല അക്രോസ് ദ. ചില ഡാറ്റാബേസസ് എല്ലാം SQL ഫോർമാറ്റ് സപ്പോർട്ട് ചെയ്യും ക്വറീസിലൊക്കെ, വെയർ ഈക്വൽ ടു ബി എന്നൊക്കെ. പക്ഷേ ഇൻ ജനറൽ ഇഫ് യു ആർ പിക്കിംഗ് എ NoSQL ഡാറ്റാബേസ് യുവർ ബെസ്റ്റ് ബെറ്റ് ഈസ് ടു ലുക്ക് അറ്റ് ദെയർ ഡോക്യുമെൻറ്റേഷൻ ഓൺ ഹൗ ടു കമ്മ്യൂണിക്കേറ്റ്. അതാണ് കമ്മ്യൂണിക്കേഷൻ. ജിജോ പ്ലീസ്. ഓക്കെ, താങ്ക് യു നൈസാമിക്ക. അപ്പോൾ നമ്മുടെ ടോപ്പിക്കുകൾ കവർ ചെയ്തു എന്ന് തോന്നുന്നു അല്ലേ? ഇനി ക്വസ്റ്റ്യൻ ആൻസേഴ്സ് എടുക്കാമെന്ന് തോന്നുന്നു. ഒരു സെഷൻ കൂടെ ഉണ്ട് ഡെവോപ്സിനെ കുറിച്ച് റിലേറ്റഡ്. ഇറ്റ് വിൽ ടേക്ക് മേ ബി 5 minutes. ഓക്കെ. സോ ഞാൻ റൂം റീസെറ്റ് ചെയ്യാം. ഡെവോപ്സ് മലയാളത്തിൻ്റെ 32ാമത്തെ റൂമാണ്. നമ്മുടെ വിഷയം ഡാറ്റാബേസ് കോൺസെപ്റ്റ്സ് ഫോർ ബിഗിനേഴ്സ് എന്നുള്ളതാണ്. ബുധനാഴ്ചകളിൽ നമ്മൾ ബിഗിനേഴ്സിന് വേണ്ടിയിട്ടും ശനിയാഴ്ചകളിൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പ്രാക്ടീഷണേഴ്സിന് വേണ്ടിയിട്ടുമാണ് റൂം ഹോസ്റ്റ് ചെയ്യാറുള്ളത്. ഇന്നത്തെ വിഷയം ഡാറ്റാബേസ് കോൺസെപ്റ്റ്സ്. സംസാരിക്കുന്നത് നൈസ മുളകര. അദ്ദേഹം 15 വർഷത്തിലധികമായിട്ടൊരു സോഫ്റ്റ്വെയർ എഞ്ചിനീയറായിട്ട് വർക്ക് ചെയ്യുന്നു. ഇന്ന് നമ്മൾ സംസാരിച്ച കാര്യങ്ങൾ അതൊരു ഡാറ്റാബേസ് ഒരു ബിഗിനർ പോയിന്റ് ഓഫ് വ്യൂവിലാണ്. എങ്കിൽ പോലും എനിക്ക് തോന്നുന്നു ഇവൻ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകൾക്ക് പോലും പുതിയ ഇൻപുട്ട് ഇവിടെ നിന്ന് കിട്ടിയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. കാരണം ഒരു ഡാറ്റാബേസ് എന്താണെന്നും അതിൻ്റെ എവല്യൂഷൻ എങ്ങനെയായിരുന്നു, അതുപോലെ RDBMSഉം NoSQL ഡാറ്റാബേസും തമ്മിലുള്ള വ്യത്യാസങ്ങൾ, അതെങ്ങനെ ചൂസ് ചെയ്യണം, ഡാറ്റ പാർട്ടീഷനിങ്, അതുപോലെ SQL
എന്താണ്, അതുപോലെ ഇതുവരെ പറയുമ്പോൾ ORM ഒബ്ജക്റ്റ് റിലേഷൻ മോഡൽസ് വരെ എത്തി നിൽക്കുന്നു. ഇനി ഡെവോപ്സിൻ്റെ ഒരു റോള് ആണ് ഇനി പറയാൻ പോകുന്നത്. ഒരു കാര്യം പറഞ്ഞോട്ടെ, ഹാൻഡ് റൈസിങ് ഇപ്പോൾ ടേൺ ഓൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ അടുത്ത ടോപ്പിക്കോട് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ചോദ്യങ്ങൾ ചോദിക്കാം. പക്ഷേ ഹാൻഡ് റൈസിങ് ഓൾറെഡി ടേൺ ഓൺ ചെയ്തിട്ടുണ്ട്. ഒരു കാര്യം ശ്രദ്ധിക്കുക, കഴിഞ്ഞ ദിവസം നമ്മൾ ഗ്രൂപ്പുകളിൽ അനൗൺസ് ചെയ്തിരുന്നു ഡെവോപ്സിൻ്റെ ട്രെയിനിങ് സീരീസിനെ കുറിച്ച്. അപ്പോൾ അതിൽ പലർക്കും സംശയങ്ങളുണ്ടാകാം. പക്ഷേ അത് ഇന്നത്തെ സെഷനിലായിരിക്കില്ല നമ്മളത് എടുക്കുക. വെള്ളിയാഴ്ച വൈകുന്നേരം 8 മണിക്ക് ഇതിൻ്റെ ഡൗട്ട്സ് ക്ലിയർ ചെയ്യാൻ വേണ്ടി മാത്രം, അതായത് ഇത്തരമൊരു പ്രോഗ്രാം കൊണ്ട് നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞു തരാനായിട്ട് വെള്ളിയാഴ്ച വൈകുന്നേരം 8 മണിക്ക് ഒരു റൂം ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ അത് സാന്ദർഭികമായിട്ട് ഓർമ്മിപ്പിച്ചെന്നേ ഉള്ളൂ. പിന്നെ നമ്മുടെ ഇതുവരെ ഈ സെഷൻ ആരെങ്കിലും മിസ്സായിട്ടുണ്ടെങ്കിൽ നമ്മുടെ യൂട്യൂബിൽ ഇത് ലൈവ് സ്ട്രീം ചെയ്യുന്നുണ്ട്. അതുപോലെ അത് റെക്കോർഡഡ് ആയിരിക്കും. അതുപോലെ നമ്മുടെ ഏതെങ്കിലും സോഷ്യൽ മീഡിയ ഗ്രൂപ്പുകളിൽ ചേരാൻ ആഗ്രഹിക്കുന്നവരുണ്ട് എന്നുണ്ടെങ്കിൽ മോഡറേറ്റേഴ്സിനെ ആരെങ്കിലും ബാക്ക് ചാനലിലോ ലിങ്ക്ഡിനിലോ പിങ് ചെയ്യാൻ ശ്രമിക്കുക. ഒരു 5 മിനിറ്റ് കൂടി നൈസാമിക്ക് സംസാരിച്ചതിന് ശേഷം നമുക്ക് ക്വസ്റ്റ്യൻ ആൻസർ സെഷനിലേക്ക് കിടക്കാവുന്നതാണ്. ഓക്കെ, താങ്ക് യു ജിജോ. ഓക്കെ, ദ ലാസ്റ്റ് സെക്ഷൻ എനിക്ക് സംസാരിക്കേണ്ടിരുന്നത് നമ്മുടെ ഡെവോപ്സിൻ്റെ റോൾ ഇൻ ദിസ് ഹോൾ തിങ് എന്നാണ്. ഞാനൊരു ഡെവോപ്സ് എഞ്ചിനീയർ അല്ല, ബട്ട് ഐ വർക്ക് ക്ലോസ്ലി വിത്ത് ഡെവോപ്സ് പീപ്പിൾ ഇൻ മൈ ടീം അല്ലെങ്കിൽ മൈ കമ്പനി, അങ്ങനെയുള്ളൊരിതാണ്. അപ്പോൾ ഫസ്റ്റ് പോയിന്റ് ഐ വാണ്ട് ടു മേക്ക് ഇസ് DBA എന്ന് പറയുന്ന ഒരു റോൾ ഈസ് ബിക്കമിങ് ഒബ്സൊല്യൂട്ട്. അതൊരു വളരെ ബോൾഡ് സ്റ്റേറ്റ്മെൻ്റ് ആണെന്ന് എനിക്കറിയാം. പക്ഷേ DBA എന്ന് പറയുന്ന റോൾ ഹോണസ്റ്റ്ലി ഇപ്പോൾ നമ്മുടെ അജൈൽ ആൻഡ് മൈക്രോ സർവീസസ് വന്നപ്പോൾ QA റോൾസ് ആർ ഗെറ്റിംഗ് ഒബ്സൊല്യൂട്ട് എന്ന് പറയുന്ന പോലെ തന്നെ ആ ട്രജക്ടറിയിൽ പോകുന്ന ഒരു റോളാണ് DBA. എനിക്കറിയില്ല നിങ്ങളിൽ ആരൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന്. ഐ തിങ്ക് 2 years ബാക്ക് ഒറാക്കിളിൻ്റെ വൺ ഓഫ് ദ biggest catchy line in their open world was self-driving database. self-driving database എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു DBA ചെയ്യുന്ന കാര്യങ്ങൾ, അപ്പോൾ അത് DBA ബേസിക്കലി മോണിറ്റർ ചെയ്യുന്നു, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ദ ഡാറ്റാബേസ് ക്യാൻ ഡു ബൈ ഇറ്റ് സെൽഫ്. അപ്പോൾ ആ ഒരു അപ്രോച്ചിലോട്ട് ആണ് വി ആർ മൂവിങ് ടുവേർഡ്സ്. ഇത് മോർ ഇൻ റിലേഷൻ വിത്ത് ഇപ്പോൾ മൈക്രോ സർവീസസ് വേൾഡ്. മൈക്രോ സർവീസ് എന്താണെന്ന് കഴിഞ്ഞ ആഴ്ചയോ അതിൻ്റെ മുന്നത്തെ ആഴ്ച ഇവിടെ നല്ലൊരു സെഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ മൈക്രോ സർവീസ് വേൾഡിൽ ഇത് കൂടുതൽ റിലവൻ്റ് ആവാണ്. കാരണം DevOps, once the developer builds the software, it's the DevOps team who takes care of everything else, right? So ഒരു DBA റോളിൻ്റെ ഒരു certain functionalities automated ആവും, but certain functionalities gets absorbed by the DevOps team, like monitoring. A lot of tools are there. ഡാറ്റാബേസിൻ്റെ ലോഗിങ് ടൂൾസ്, ഈ മിക്ക ഡാറ്റാബേസസിനും ഇപ്പോൾ ഒരു സർവീസ് ഡാറ്റാബേസസ് സർവീസൊക്കെ ചെയ്യുമ്പോൾ they have logging tools, സ്ലോനെസ് ഡിറ്റക്ട് ചെയ്യാൻ മോണിറ്റേഴ്സ് ഉണ്ട്. ഏതെങ്കിലും ആണെന്ന് തോന്നിക്കഴിഞ്ഞാൽ യു ഗെറ്റ് മോണിറ്റേഴ്സ്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഡെഡ് ലോക്ക് ഡിറ്റക്ഷൻ. ഡെഡ് ലോക്ക് ഓഫ്റ്റൻ ഹാപ്പൻസ്, ബട്ട് അതിൻ്റെ ഒരു ഡെഡ് ലോക്കിനെ കുറിച്ച് പറയുമ്പോൾ ഒരു വ്യത്യാസം പ്രോഗ്രാമിംഗ് ലാംഗ്വേജും ഡാറ്റാബേസും തമ്മിൽ ഡെഡ് ലോക്ക് ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ ഡെഡ് ലോക്ക് വന്നു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഡൺ. യു ഈദർ ഹാവ് ടു റീസ്റ്റാർട്ട് ഓർ ഡു സംതിങ്. പക്ഷേ ഡാറ്റാബേസസിന് they clean up themselves എന്ന് വെച്ചാൽ ഇപ്പോൾ ട്രാൻസാക്ഷൻ 1 and 2 ഇതാണെങ്കിൽ ഈച്ച് ഓഫ് ദം ഹാവ് ദെയർ ഓൺ ലോജിക് ഇത് ക്ലീൻ അപ്പ് ചെയ്യണമെന്ന്. എന്നിട്ട് ആ ഒരു ലോജിക് അനുസരിച്ച് ദേ വിൽ ഈദർ കിൽ ട്രാൻസാക്ഷൻ 1 or ട്രാൻസാക്ഷൻ 2, എന്നിട്ട് ദേ വിൽ ലെറ്റ് ദ അതർ ട്രാൻസാക്ഷൻ ഗോ ആൻഡ് ദെൻ ദേ വിൽ ലോഗ് സെയിങ് ദർ വാസ് എ ഡെഡ് ലോക്ക്. അപ്പോൾ ഈ ഡെഡ് ലോക്കൊക്കെ ഒരു ലിമിറ്റ് കൂടുതൽ വന്നു കഴിഞ്ഞാലൊക്കെ അലാംസ് അല്ലെങ്കിൽ മോണിറ്റേഴ്സ് റൈസ് ചെയ്യുന്നതൊക്കെ ഡെവോപ്സ് പ്രാക്ടീസസിൻ്റെ ഭാഗമായിട്ട് വരും. പിന്നെ അനദർ പ്ലേസ് വെയർ ഡെവോപ്സ് ക്യാൻ കോൺട്രിബ്യൂട്ട് ഹെവിലി ഈസ് ഡിസൈൻ ഡിസിഷൻസ്. ഞാൻ പറഞ്ഞ പോലെ ഏത് ഡാറ്റാബേസ് ചൂസ് ചെയ്യണം എന്നൊക്കെ പറയുമ്പോൾ ഡെവലപ്പേഴ്സിനൊരു അല്ലെങ്കിൽ ഒരു ഡെവലപ്മെൻറ്റ് ടീമിൻ്റെ ഒരു ഇതെന്താണെന്ന് വെച്ചാൽ ദേ ട്രൈ ടു എക്സ്പെരിമെൻറ്റ് വിത്ത് ദ ന്യൂവസ്റ്റ് തിങ്സ്. ഇതൊരു ഈ ഐഫോൺ ക്രേസ് എന്നൊക്കെ പറയുന്ന പോലെയാണ്. അവർക്കൊരു പുതിയ സാധനം കിട്ടി അതിന് ട്രൈ ചെയ്യണമെന്നാണ്. പക്ഷേ ഡെവോപ്സ് ഷുഡ് ഹാവ് എ സേ ഇൻ ഓൾ ദീസ് തിങ്സ് ബിക്കോസ് at the end അവരൊരു സാധനം പിക്ക് ചെയ്ത് ഇട്ട് കഴിഞ്ഞാൽ ഇഫ് ദാറ്റ് ഡാറ്റാബേസ് ഇസ് നോട്ട് മച്യൂർ ഇനഫ് ടു മോണിറ്റർ അല്ലെങ്കിൽ സ്കെയിലൊക്കെ ആണെങ്കിൽ യു ഷുഡ് ഡെഫിനറ്റ്ലി കോൾ ദാറ്റ് ഔട്ട് സെയിങ് ദർ ഇസ് എ റിസ്ക്. അപ്പോൾ ഇതിലൊക്കെ ആ ഡിസിഷൻസിലൊക്കെ അപ്പ് ഫ്രണ്ട് തന്നെ ദർ ഇസ് എ ലോട്ട് ഓഫ് തിങ്സ് ദാറ്റ് യു ക്യാൻ കോൺട്രിബ്യൂട്ട്.
പിന്നെ ഷാർഡിങ് ആൻഡ് സ്കെയിലബിലിറ്റി. ദോ പ്രോബബ്ലി ഷാർഡിങ് ലോജിക്കൊക്കെ ഡെവലപ്പേഴ്സാണ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതെങ്കിൽ പോലും അതിനെ മെയിൻറ്റെയിൻ ചെയ്യേണ്ടതൊക്കെ നമ്മളായതുകൊണ്ട് you should definitely know what it is. You should definitely get involved in those discussions. അതിനെ സ്കെയിൽ ചെയ്യാൻ എങ്ങനെ ഉദ്ദേശിക്കുന്നു എന്നൊക്കെ ഉള്ളത്, ആൻഡ് that will help a lot. The last point I want to make is especially for the microservice world, right? ഈ മൈക്രോസർവീസ് വേൾഡിൽ എനിക്കൊന്ന് കഴിഞ്ഞ സെഷനിൽ ഇവിടെ ആരോ ചോദിച്ചു, ഒരു മൈക്രോ സർവീസിൽ ക്യാൻ ഐ യൂസ് ദ സെയിം ഡാറ്റാബേസ് അക്രോസ് മൈക്രോ സർവീസസ്. അപ്പോൾ പലതരത്തിലുള്ള ഡിസൈൻസ് ഉണ്ട്. ഒബ്വിയസ്ലി ഓരോ മൈക്രോ സർവീസും വിൽ ചൂസ് ദ ബെസ്റ്റ് സ്യൂട്ടഡ് ഡാറ്റാബേസ് ഫോർ ദം, വിച്ച് മേക്സ് ഇറ്റ് ഹാർഡ് ഫോർ എ ഡെവോപ്സ് എഞ്ചിനീയർ. പണ്ടൊക്കെ ആണെങ്കിൽ നമ്മൾ ഒരു ടൈപ്പ് ഓഫ് ഡാറ്റാബേസ് അല്ലെങ്കിൽ 2 ടൈപ്പ് ഓഫ് ഡാറ്റാബേസ് അറിഞ്ഞാൽ മതിയായിരുന്നു. പക്ഷേ ഇപ്പോൾ യു മൈറ്റ് ഹാവ് ടു നോ മച്ച് മോർ ദാൻ ദാറ്റ്. പക്ഷേ ഹാവിങ് സെഡ് ദാറ്റ്, ഇങ്ങനെ ചില സ്ഥലത്തൊക്കെ ഈവൻ ദോ ഇറ്റ് ഈസ് മൈക്രോ സർവീസ്, ദേ യൂസ് സിംഗിൾ ഡാറ്റാബേസ്. മേ ബി എല്ലാത്തിൻ്റെയും ഫങ്ഷൻ സിമിലർ ആയതുകൊണ്ട് ദേ മൈറ്റ് യൂസ് സിംഗിൾ ഡാറ്റാബേസ്, ഓർ ദേ മൈറ്റ് യൂസ് സിംഗിൾ ടൈപ്പ് ഓഫ് ഡാറ്റാബേസ് ആൻഡ് യൂസ് ദെയർ ഓൺ സ്കീമാസ്, വിച്ച് ഇസ് എ ഗുഡ് പ്രാക്ടീസ്. ദെയർ ഓൺ സ്കീമയാണെങ്കിൽ വി ക്യാൻ ബി ഷുവർ ദാറ്റ് ആ മൈക്രോ സർവീസ് അപ്ഡേറ്റ്സ് ഓൺലി ദെയർ സ്കീമ എന്നുള്ളത്. Sometimes they use the same schema but different tables, which is not very nice, but it's kind of okay. In the sense that, okay, they have their own isolated tables and they are sure they update only those tables. The worst case is when multiple microservices use the same table. If you ever see that pattern, you should definitely raise that voice. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ വേർഷനിങ് ഒക്കെ വളരെ ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ 2 മൈക്രോ സർവീസ് ഒരേ ടേബിളിൽ ആക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ the versioning becomes really difficult. പിന്നെ അത് മെയിൻറ്റെയിൻ ചെയ്യുന്നത് അല്ലെങ്കിൽ അത് ഡിപ്ലോയ് ചെയ്യുന്നതൊക്കെ ബിക്കംസ്, ഇവരൊരു പാച്ച് അല്ലെങ്കിൽ ഇവരൊരു പുതിയ വേർഷൻ ഡിപ്ലോയ് ചെയ്യുമ്പോൾ ഇറ്റ് മൈറ്റ് നോട്ട് ബി കമ്പാറ്റബിൾ വിത്ത് മറ്റേ കോഡ്. അപ്പോൾ അങ്ങനത്തെ ഒരു പാറ്റേണൊക്കെ കാണുകയാണെങ്കിൽ വി ഷുഡ് ഡെഫിനറ്റ്ലി കോൾ ഔട്ട് ആൻഡ് ടെൽ ദം ദിസ് ഇസ് നോട്ട് ഓക്കെ, യു ഷുഡ് ചേഞ്ച് ദിസ് ഓർ വാട്ട് എവർ യു നോ. പിന്നെ വേറെ ഒരു കൺസെപ്റ്റ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ സീറോ ഡൗൺ ടൈം അപ്ഗ്രേഡ്സ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റാണ്. പണ്ടൊക്കെ ഒരു സോഫ്റ്റ്വെയർ വേർഷൻ 1 നിന്ന് വേർഷൻ 2 പോകുമ്പോൾ ദർ യൂസ് ടു ബി എ ഡൗൺ ടൈം. അപ്പോൾ ഒരു ഡൗൺ ടൈമിൽ നമ്മൾ ആ ഡാറ്റാബേസിനെ ഡൗൺ ആക്കിയിട്ട് അപ്ഗ്രേഡ് സ്ക്രിപ്റ്റ്സ് റൺ ചെയ്തിട്ട് വി ബ്രിങ് ദ സോഫ്റ്റ്വെയർ ബാക്ക്. ഇപ്പോൾ ഉള്ളത് എന്താണെന്ന് വെച്ചാൽ സീറോ ഡൗൺ ടൈമാണ്. അപ്പോൾ ഡാറ്റാബേസ് നെവർ ഗോസ് ഡൗൺ. സോഫ്റ്റ്വെയർസ് ഒരു 4 നോഡ് പോയിട്ട് അടുത്ത 4 നോഡ് പൊങ്ങി വരും, പക്ഷേ ദ ഡാറ്റാബേസ് ഹാസ് ടു സെർവ് ദ സെയിം. പഴയ 4 സോഫ്റ്റ്വെയറിൻ്റെ വേർഷനാണെങ്കിലും പുതിയതാണ്. അപ്പോൾ സീറോ ഡൗൺ ടൈം അപ്ഗ്രേഡ്സ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഡെവലപ്മെൻറ്റ് ടീം ഹാസ് ടു ബി വെരി കെയർഫുൾ. അവരുടെ ഡാറ്റാബേസ് സ്ക്രിപ്റ്റ്സ് ഒക്കെ ഷുഡ് ബി ബാക്ക്വേർഡ് കമ്പാറ്റബിൾ അറ്റ് ഓൾ ദ ടൈംസ്. അതായത് നമ്മുടെ സോഫ്റ്റ്വെയറിൻ്റെ ഒരു പഴയ വേർഷൻ ഓഫ് സോഫ്റ്റ്വെയർ ഷുഡ് ബി ഏബിൾ ടു ആക്ട് ഓൺ ദിസ് ന്യൂ വേർഷൻ ഓഫ് ഡാറ്റാബേസ് എന്നുള്ളൊരു കൺസെപ്റ്റ് ഇതാവണം. അതുകൊണ്ട് തന്നെ if possible, getting involved in this database code reviews might be a good point. ഒരു DevOps എഞ്ചിനീയർക്ക് താല്പര്യം ഉണ്ടെങ്കിൽ റിവ്യൂയിങ് ഈ ഡാറ്റാബേസ് അപ്ഡേറ്റ്, പിന്നെ ലൈവ് നമ്മൾ ഡാറ്റാബേസ് അപ്ഡേറ്റ് ചെയ്യുമ്പോഴും അവർ സോഫ്റ്റ്വെയർ ഈസ് ലൈവ്. അതായത് ദർ വിൽ ബി പീപ്പിൾ യൂസിങ് അവർ സോഫ്റ്റ്വെയർ. അതുകൊണ്ട് ഡാറ്റാബേസിൽ ആ ഡാറ്റാബേസ് അപ്ഗ്രേഡ് സ്ക്രിപ്റ്റ്സിലൊക്കെ വി ഷുഡ് ഓൾവേസ് മോണിറ്റർ ഏത് ടൈപ്പ് ഓഫ് ലോഗ്സ് ആണ്. ഫോർ എക്സാമ്പിൾ ഒരു എക്സിസ്റ്റിംഗ് ടേബിൾ, ഒരു 1,000,000 റെക്കോർഡ്സ് ഉള്ള ഒരു എക്സിസ്റ്റിംഗ് ടേബിളിൽ ഒരു ന്യൂ ഇൻഡെക്സ് ക്രിയേറ്റ് ചെയ്യാൻ ഒരു ഡെവലപ്പർ സ്ക്രിപ്റ്റ് എഴുതിയിട്ടുണ്ട്. ദാറ്റ് ഇസ് ഗോയിങ് ടു സ്ക്രൂ അസ്. കാരണം അത്രയും സമയം ഈ ടേബിൾ ലോക്ക്ഡ് ആവും, അത്രയും സമയം സോഫ്റ്റ്വെയർ അൺയൂസബിൾ ആവും. അപ്പോൾ നമ്മുടെ സീറോ ഡൗൺ ടൈം അപ്ഗ്രേഡാണ് നമ്മുടെ ഒരു ഗോളെങ്കിൽ വി ഷുഡ് ഡെഫിനറ്റ്ലി കോൾ ദോസ് ഔട്ട്, ആൻഡ് ദർ ആർ വേസ് ടു സർക്കംവെന്റ് ദിസ്. ലൈക്ക് I think, I don't remember the exact keyword, but SQL index create ചെയ്യാൻ concurrent index or something is there, which does not exclusively log the table. അങ്ങനെ those are the inputs that you can definitely give. പിന്നെ വേറൊരു ഇൻപുട്ട് എന്താണ് കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരു മോഡേൺ ആർക്കിടെക്ചറിൽ, ഒരു മൈക്രോ സർവീസ് ആർക്കിടെക്ചറിൽ വി ഷുഡ് ട്രൈ ടു മൂവ് അവേ ഫ്രം പ്രൊസീജിയേഴ്സ് ആൻഡ് ഫങ്ഷൻ. പ്രൊസീജിയേഴ്സ് ആൻഡ് ഫങ്ഷൻസ് പണ്ടൊക്കെ ഭയങ്കര എക്സ്റ്റെൻസീവായി യൂസ് ചെയ്തിരുന്നതാണ്. ഇപ്പോൾ വി ഷുഡ് ട്രൈ ടു മൂവ് അവേ. ഒന്നാമത് it makes this versioning very difficult, especially with zero downtime upgrades and all. രണ്ടാമത്തെ എന്താണെന്ന് വെച്ചാൽ ഈ പ്രൊസീജിയേഴ്സ് അല്ലെ ഫങ്ഷൻസിലൊക്കെയുള്ള ലോജിക്ക് ഇഫ് ഇറ്റ്സ് ഡൺ ഓൺ എ സെർവർ
ഇറ്റ്സ് വെരി ഈസി ടു സ്കെയിൽ അപ്പ് ദിസ് സെർവർ. പക്ഷേ ഒരു RDBMS സെർവറാണ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കുറേ ഫങ്ഷൻസ് ഒക്കെ ആഡ് ചെയ്ത് കഴിയുമ്പോൾ ഓൾ ദാറ്റ് ലോഡ് ഹാസ് ടു ബി ബോൺ ബൈ ദാറ്റ് സെർവർ, റൈറ്റ്? അപ്പോൾ അൺലെസ് അബ്സല്യൂട്ട്ലി നെസസറി ആണെങ്കിൽ try to move those logics back out of this database server and distribute among your application servers. ഇതൊക്കെയാണ് ഒരു ഡെവോപ്സിന് ഡിസൈൻ ടൈമിൽ ഇൻപുട്സ് അല്ലെങ്കിൽ മോണിറ്ററിങ് ടൈമിൽ ഇൻപുട്സ് കൊടുക്കാൻ പറ്റുന്നത്. ആൻഡ് ഐ ആം ഡൺ വിത്ത് മൈ ടോപ്പിക്സ്. താങ്ക് യു നൈസമുക്ക. സോ ഡെവോപ്സ് മലയാളത്തിൻ്റെ 32ാമത്തെ സെഷനാണ് നമ്മളിപ്പോൾ ഓൺ ഗോയിങ് കംപ്ലീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ഡാറ്റാബേസ് കൺസെപ്റ്റ്സ് ഫോർ ബിഗിനേഴ്സ് എന്നുള്ളതാണ്. നൈസമുക്ക വളരെ സിമ്പിൾ, അതുപോലെ തന്നെ ഒരു സാധാരണ ഒരു ബിഗിനർ പോയിന്റ് ഓഫ് വ്യൂ, അതുപോലെ തന്നെ ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കും ഫോളോ ചെയ്യാവുന്ന രീതിയിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഡാറ്റാബേസ് കൺസെപ്റ്റിനെ കുറിച്ച് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തന്നു. റോസ്, കോളംസ്, അതുപോലെ IDs അങ്ങനെ തുടങ്ങിയ ബേസിക് ടോപ്പിക്സിൽ നിന്ന് നമ്മൾ NoSQL ഡാറ്റാബേസിനെ കുറിച്ചും, അതുപോലെ തന്നെ വെർട്ടിക്കൽ ആൻഡ് ഹൊറിസോണ്ടൽ ഡാറ്റാബേസ് സ്കെയിലിംഗ്, അതുപോലെ തന്നെ ORM, ദെൻ ഷാഡിങ്, പാർട്ടീഷനിങ്, അങ്ങനെയുള്ള ഒരുപാട് ഡീറ്റെയിൽ ആയിട്ടുള്ള കൺസെപ്റ്റിനെ കുറിച്ച് നമ്മളോട് സംസാരിക്കുകയുണ്ടായി. ഇനി നമ്മൾക്കുള്ളത് അദ്ദേഹത്തിൻ്റെ ടോപ്പിക്സ്, ഇന്ന് ഡിസ്കഷൻ ടോപ്പിക്സ് ഫൈനലൈസ് ചെയ്തിരിക്കുകയാണ്. ഇനി നമ്മൾക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കാനുള്ള ടൈമാണ്. സോ അല്ലെങ്കിൽ ആർക്കെങ്കിലും കോൺട്രിബ്യൂട്ട് ചെയ്യാനുള്ള ടൈമാണ്. സോ എല്ലാ ഹാൻഡ് റൈസിങ് ടേൺ ഓൺ ആണ്. ആർക്ക് വേണമെങ്കിലും മുമ്പോട്ട് കടന്നു ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ റൈസ് ചെയ്യാവുന്നതാണ്. ഹലോ ഹലോ, ചാൾസ് ആണോ? ഹലോ, ഞാൻ ഡിസ്കണക്ട് ആയിപ്പോയി. കേൾക്കാമോ? കേൾക്കാം, പറഞ്ഞു. ഓക്കെ. നൈസ്. അവനോടാണ് ചോദിച്ചത്. ഞാൻ അരമണിക്കൂർ ലേറ്റ് ആയിട്ടാ ജോയിൻ ചെയ്തതുകൊണ്ട് നേരത്തെ ഇതിനെ കുറിച്ച് പറഞ്ഞോന്ന് അറിയത്തില്ല. അതായത് ഇപ്പൊ നമുക്ക് ഡാറ്റ ഒരു സ്ട്രക്ചറിലുള്ള ഡാറ്റ എല്ലാം നമ്മൾ ഒരു ടേബിളിൽ സ്റ്റോർ ചെയ്യും. അപ്പൊ അതുപോലെ കുറെ ടേബിൾസിനെ ലോജിക്കലി ഗ്രൂപ്പ് ചെയ്യാൻ ഉള്ള ഒരു ഡാറ്റാബേസ് എന്നുള്ള കൺസെപ്റ്റ്. പക്ഷെ അതിൽ ഈ സ്കീമ എന്ന് പറയുന്ന കൺസെപ്റ്റിന്റെ സിഗ്നിഫിക്കൻസ് എന്താണ്? സ്കീമ ഒരു ലെയർ കൂടിയുള്ള ഇതാണ്. അതായത് ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ ഒരു ഈ കൺസെപ്റ്റ് എടുത്തു, ഒരു 4 മൈക്രോ സർവീസസ് ഉണ്ട് നമ്മുടെ കമ്പനിയിൽ. ഓൾ ഓഫ് ദം ആർ യൂസിങ് പോസ്റ്റ്ഗ്രസ്. ഓക്കെ, അപ്പോൾ പോസ്റ്റ്ഗ്രസിൻ്റെ ഒരു മാനേജ്ഡ് ഇൻസ്റ്റൻസ് ആണ് കമ്പനി വാങ്ങിയിട്ടുള്ളത്. എന്നിട്ട് അതിലോട്ട് കണക്ഷൻ ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ നമ്മുടെ ഡാറ്റാബേസിലോട്ട് കണക്ഷൻ ക്രിയേറ്റ് ചെയ്തു. ബട്ട് വി വാണ്ട് ടു put this 4 മൈക്രോ സർവീസും want to put a boundary on their tables or their this thing. So schema is a good way to partition this. അതായത് ഇപ്പോൾ മൈക്രോ സർവീസ് 1 എന്ന് പറയുന്ന സ്കീം ഉണ്ടാക്കിയിട്ട് they put their tables there, they put their this thing there. So it's a clear defined boundary. ഇതില്ലാതെയും ചെയ്യാം, ബട്ട് ഇറ്റ് മേക്സ് ഇറ്റ് മച്ച് മോർ ഈസിയർ ഒരു ബൗണ്ടറി കീപ്പ് ചെയ്യാൻ വേണ്ടി ഇൻ ദ സെയിം ഡാറ്റാബേസ് ഇൻസ്റ്റൻസിൽ. ഓക്കെ. ഇപ്പം ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന പ്രൊജക്റ്റിൽ ഓരോ മൈക്രോ സർവീസും പോസ്റ്റ്ഗ്രസിനകത്ത് ഒരു പോസ്റ്റ്ഗ്രസ് സെർവറിനകത്ത് ഡിഫറെന്റ് ഡാറ്റാബേസ് ഉണ്ടാക്കി അതിൽ ഒരു സ്കീമ ഉണ്ടാക്കി അതിന്റെ ഉള്ളിലാണ് ടേബിൾസ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ ആ കേസിൽ സ്കീമ ഇറലവന്റ് ആണല്ലേ? അതെ, അത് ഒരു പക്ഷേ ദാറ്റ് മൈറ്റ് ഹെൽപ്പ് ദം. ഇപ്പോൾ ഒരു മൈക്രോ സർവീസ് ടീമിന് തന്നെ ഒരു ബ്രാൻഡ് ന്യൂ ഫീച്ചർ വരുന്നുണ്ട് എന്ന് വെച്ചോ, they could move it into different schema. Basically it's a grouping on how the team wants to group. ഇപ്പോൾ ചാൾസ് പറഞ്ഞ കേസിൽ if they are using different databases that is fine, schema may not be necessary. പക്ഷേ ഞങ്ങളൊക്കെ യൂസ് ചെയ്തിട്ടുള്ളത് എന്താ വെച്ചാൽ മുന്നേ ഒരു ജനറൽ സ്കീം ഉണ്ടായിരുന്നു, എന്നിട്ട് ഒരു ഫീച്ചർ ബേസ്ഡ് സ്കീം ഉണ്ടായിരുന്നു. ആ ഫീച്ചർ ഭയങ്കര കൺഫൈൻഡ് ആയതുകൊണ്ട് ഞങ്ങൾ ആ ഫീച്ചറിൻ്റെ എല്ലാ സാധനങ്ങളും ഒരു സ്കീമിൽ ഇട്ടിരുന്നു. ഇറ്റ് ജസ്റ്റ് ഫോർ അസ് ടു ഒരു ഒബ്ജക്റ്റ് സെർച്ച് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ അതിൻ്റെ ഇത് കണ്ടുപിടിക്കാനൊക്കെ വളരെ ഈസിയാണ് ഒരു മോഡുലറൈസേഷൻ. ഓക്കെ ഓക്കെ, താങ്ക് യു.
താങ്ക് യു ചാൾസ്. മനോജേട്ടൻ എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ചോദിക്കാനാണോ? മൈക്ക് ജസ്റ്റ് ബ്ലിങ്ക് ചെയ്തിരുന്നു. അതെ, ഞാൻ സ്കീമിനെ കുറിച്ച് ചോദിച്ചപ്പോൾ ആഡ് ചെയ്തു. അപ്പം ചാൾസ് എന്താ പറഞ്ഞു വെച്ചാൽ ഓരോ സർവീസസിനും ഓരോ ഡാറ്റാബേസ് ആണെന്ന് അതെനിക്ക് മനസ്സിലായില്ല. അതായത് ഇപ്പം നമ്മുടെ പ്രൊഡക്ഷൻ ക്ലസ്റ്ററിൽ പല പ്രൊഡക്ഷൻ എൻവയോൺമെന്റ് നമ്മൾ കീപ്പ് ചെയ്യുന്നുണ്ട് ഫോർ ബിസിനസ് റീസൺ. നോർമലി ഒരു പ്രൊഡക്ഷൻ എൻവയോൺമെന്റ് ആയിരിക്കുമല്ലോ നമുക്ക് ഉണ്ടായിരിക്കുന്നത്. പക്ഷെ നമ്മുടെ പ്രൊജക്റ്റിൽ ഒരു സ്പെഷ്യൽ റിക്വയർമെന്റ് ബിസിനസ് ഐ ഡി എന്നുള്ളതുകൊണ്ട് പല എൻവയോൺമെന്റ്. അപ്പൊ നമ്മളെ എൻവയോൺമെന്റ് എന്ന് പറയുന്നത് ക്യൂബർനെറ്റീസിൽ ഒരു നെയിം സ്പേസ് ആണ്. അതിൽ കുറെ മൈക്രോ സർവീസ് ആണ്. ഒരു നെയിം സ്പേസിലെ സെറ്റ് ഓഫ് മൈക്രോ സർവീസ് ആണ്. അപ്പം ഈ മൈക്രോ സർവീസിനെല്ലാം കൂടി ഒരു പോസ്റ്റ്ഗ്രസ് സെർവർ കൊടുത്തിട്ടുണ്ട്. ഈ സെർവറിന്റെ ഉള്ളിൽ ഈ ഓരോ മൈക്രോ സർവീസും സെപ്പറേറ്റ് ഡാറ്റാബേസ് ആണ് യൂസ് ചെയ്യുന്നത് അതിന്റെ ഡാറ്റ സ്റ്റോർ ചെയ്യാൻ വേണ്ടി. അതിനെ കുറിച്ച് ഞാൻ പറഞ്ഞു. അപ്പൊ ഞാൻ വീണ്ടും ചോദിക്കാം. അപ്പോൾ ഓരോ നെയിം സ്പേസിനും ഒരു പെർട്ടിക്കുലർ ഡാറ്റാബേസ് ഉണ്ടാവുന്നതാണ് പറയുന്നത്? ഓരോ നെയിം സ്പേസിനും ഒരു ഡാറ്റാബേസ് സെർവർ ഉണ്ട്. അതായത് ഒരു പോസ്റ്റ്ഗ്രസിന്റെ ഒരു സെർവർ ഇൻസ്റ്റൻസ്. അതിൽ ഈ നെയിം സ്പേസിലുള്ള ഒരു 20+ മൈക്രോ സർവീസസിന് സെപ്പറേറ്റ് ഡാറ്റാബേസസ് ഉണ്ട്. പിന്നെ ആ സെർവറിനകത്ത് ഡാറ്റാബേസ്. മനോജേട്ടൻ പറഞ്ഞു. അങ്ങനത്തെ ഒരു കേസിൽ നോർമലി സ്കീമയുടെ അതായത് നോർമലി ഇപ്പൊ ഞാൻ പലപ്പോഴും കണ്ടിട്ടുള്ളത് ഇപ്പൊ സാസ് ആപ്ലിക്കേഷനൊക്കെ ഉണ്ട്. അവർക്ക് എന്തെങ്കിലും ഒരു കോമൺ ഡാറ്റാബേസ് ഉണ്ട്. അതായത് സിംഗിൾ കോമൺ ഒരു സോഫ്റ്റ്വെയർ സർവീസ് ആയിട്ട് കൊടുക്കുന്ന സമയത്ത് അവർക്കൊരു കോമൺ ഡാറ്റാബേസ് ഉണ്ടാവും. അപ്പോൾ കോമൺ ഡാറ്റാബേസിനെ ആക്സസ് ചെയ്യുന്നത് ഡിഫറെന്റ് ക്ലയൻസ് ആയിരിക്കും. അതായത് ഒരു സിംഗിൾ ഡാറ്റാബേസ് അതിന് ഡിഫറെന്റ് ക്ലയൻസ് ആയിട്ട് ആക്സസ് ചെയ്യുന്നത്. അവർ തമ്മിലൊരു ഐസൊലേഷനും അവരുടെ എന്താ പറയാ ആക്സസ് ലെവലും കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സ്കീമ യൂസ് ചെയ്യും. ആ സ്കീമയിലൂടെ നമ്മൾ ഡിഫൈൻ ചെയ്യും ഇതിന്റെ ഇത് ആക്സസ് ചെയ്യാം. അതിന്റെ ആക്സസ് പ്രിവിലേജ് തൊട്ടിട്ട് ഡെഫിനിഷൻ, അതായത് ഒരു ബ്ലൂ പ്രിന്റ് പോലെ നമ്മൾ അവർക്ക് കൊടുക്കുന്നു. ഇങ്ങനെയാണ് നിങ്ങളുടെ സ്ട്രക്ചർ, ഇതനുസരിച്ച് നിങ്ങൾ കോഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ആ സ്കീമയ്ക്ക് അനുസരിച്ച് കോഡ് ചെയ്യുന്നത്. പിന്നെ അവർ ഫോളോ ചെയ്യുമ്പോൾ ആ സ്കീം അനുസരിച്ചാണ് അവരുടെ ആക്സസും ഡാറ്റ ഗെറ്റ് ചെയ്യുന്നത്. അങ്ങനെ 1-2 ക്ലയന്റുകൾ തമ്മിൽ നമുക്ക് ഒരേ ഡാറ്റാബേസിനെ ഐസൊലേറ്റ് ചെയ്യാനും പറ്റും. ക്ലയന്റ് എന്ന് പറയുമ്പോൾ സർവീസ് ആണെങ്കിലും സെയിം ഡാറ്റാബേസിന് 2 സർവീസിന് വേണ്ടി ഐസൊലേറ്റ് ചെയ്ത് വർക്ക് ചെയ്യാനും പറ്റും. അപ്പൊ അങ്ങനത്തെ രീതിയിൽ സ്കീമ യൂസ് ചെയ്യുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. ചാൾസ് പറഞ്ഞ കേസിൽ ഒരേ സെർവറിൽ തന്നെ മൾട്ടിപ്പിൾ ഡാറ്റാബേസ് ഉണ്ടാകുമ്പോൾ ഒരു ഇഷ്യൂ അല്ലെങ്കിൽ ഒരു മെയിൻ്റനൻസ് പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ ഈ ഡാറ്റാബേസിൻ്റെ ഒക്കെ പാസ്വേഡ്സ് അല്ലെങ്കിൽ കണക്ഷൻ പാരാമീറ്റേഴ്സ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നത്, പിന്നെ ഈ പാസ്വേഡ് റൊട്ടേഷനൊക്കെ വരുമ്പോൾ ഇത്തിരി ഓവർ ഹെഡ് വരും. സ്കീമ ബേസ്ഡ് ആണെങ്കിൽ ആ ഓവർ ഹെഡ് അവോയ്ഡ് ചെയ്യാം. കാരണം ത്രൂ ഔട്ട് ദ കമ്പനി ഒരേ കണക്ഷൻ പാരാമീറ്റേഴ്സാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ പാസ്വേഡ് റൊട്ടേഷൻ ഇപ്പം എവറി 30 days പാസ്വേഡ് റൊട്ടേറ്റ് ചെയ്യണം എന്നൊക്കെ റൂൾസ് ഉള്ള ഒത്തിരി കമ്പനീസ് ഉണ്ട്. അപ്പോൾ അത് വരുമ്പോൾ വി ജസ്റ്റ് നീഡ് ടു അപ്ഡേറ്റ് വൺ സെറ്റ് ഓഫ് വാല്യൂസ്. അങ്ങനെ ഒരു ഇത്തിരി സ്കീമ ബേസ്ഡ് ആകുമ്പോൾ അങ്ങനെ ഒരു ചെറിയ അഡ്വാൻറ്റേജ് ഉണ്ട് മെയിൻ്റനൻസ് വൈസ്. ഓക്കെ. അത് നമ്മുടെ പ്രോജക്റ്റിൽ അതിന്റെ റിക്വയർമെന്റ് വരുന്നില്ല. കാരണം ഈ ഓരോ എൻവയോൺമെന്റും മാക്സിമം പോയ 1.5 മാസമേ റൺ ചെയ്യുള്ളൂ. അത് കഴിയുമ്പോൾ ഈ ഡാറ്റാബേസ് ഉൾപ്പെടെ നമ്മൾ ഡിലീറ്റ് ചെയ്ത് കളയാറ് പതിവ്. സ്റ്റേറ്റ് കീപ്പ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഈ ഡാറ്റാബേസ് യൂസ് ചെയ്യുന്നത്. ഡാറ്റ ഒക്കെ വേറെ ക്ലൗഡ് സ്റ്റോറേജിലാണ് ചെയ്യുന്നത്. അതുകൊണ്ടായിരിക്കും അങ്ങനെ. മനോജ്, ഒരു ചോദ്യം. നമ്മള് സാസ് എന്ന് പറയുമ്പോൾ താങ്കൾ പറഞ്ഞു അത് മൾട്ടിപ്പിൾ കസ്റ്റമേഴ്സിന് മൾട്ടിപ്പിൾ സ്കീമയാണ് കൊടുക്കുന്നതെന്ന്. അത് എന്തുമാത്രം സ്കെയിൽ ചെയ്യാൻ പറ്റും നമുക്ക്? I have thousands and thousands of customers. How scalable is that solution? ഞാൻ പറഞ്ഞ മൾട്ടിപ്പിൾ കസ്റ്റമേഴ്സിന് നമുക്ക് പെട്ടെന്ന് ഒരു ഡാറ്റാബേസ് ഉണ്ട്. നമ്മളുടെ ഒരു ആപ്ലിക്കേഷൻ, ഒരു സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ ഒരു സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന സമയത്ത് ആ സർവീസിന്റെ ഇതായിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്. അപ്പോൾ ആ ആപ്ലിക്കേഷന് കൺസ്യൂം
ചെയ്യുന്നത് പല കമ്പനീസ് ആയിരിക്കും. അപ്പൊ അവർക്ക് തമ്മിലൊരു ഐസൊലേഷനും ഇതും കൊടുക്കുന്നത് നമ്മൾ ഈ സ്കീമ വെച്ചിട്ടായിരിക്കും ഞാൻ പറഞ്ഞത്. പിന്നെ അത് സ്കെയിൽ ചെയ്യുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ എത്രത്തോളം സ്കെയിൽ ചെയ്യാൻ പറ്റുന്ന അത് എനിക്ക് കൃത്യമായിട്ട് അറിയത്തില്ല. പക്ഷെ ഞാൻ അങ്ങനത്തെ ഒരു ഇത് ആണ് കണ്ടിട്ടുള്ളത്. സ്കീമ വെച്ചിട്ടാണ് അങ്ങനെ ഒരു, കാരണം ഞങ്ങൾക്ക് ഒരു പ്രാവശ്യം ഒരു സാസ് മോഡൽ അവർ ഡിഫൈൻ ചെയ്യാൻ പറഞ്ഞ സമയത്ത് അവർക്ക് സിംഗിൾ ഡാറ്റാബേസിലേക്കാണ് അവരുടെ കണ്ടന്റ് അതിലെ കിടക്കുന്നത്. അപ്പൊ ആ ഫാക്ടേഴ്സ് റീഡ് ചെയ്തിട്ടാണ് അവർ ഒരു ഇമേജിന്റെ ഇതെടുക്കുന്നത്. അപ്പൊ അങ്ങനെ ഡിഫറെന്റ് കസ്റ്റമേഴ്സിനെ ഡിസ്റ്റിംഗ്വിഷ് ചെയ്ത് അവർക്ക് ആക്സസ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഡിഫറെന്റ് സ്കീമേലും ആ സ്കീമിലാണ് ആക്സസ് ഡിഫൈൻ ചെയ്തത്. അതിന്റെ സ്കെയിലബിലിറ്റിന്റെ കാര്യത്തിൽ ഈവൻ ഐ എം നോട്ട് ഷുവർ. വേറെ ആർക്കും അറിയെങ്കിൽ കാരണം നമ്മൾ SDM ചെയ്യുമ്പോൾ പോലും നമ്മളിപ്പം ഈ മൾട്ടി പ്ലാറ്റ്ഫോമിലോട്ട് അല്ലെങ്കിൽ മൾട്ടി ടെനന്റ് സൊല്യൂഷനിലോട്ട് പോകുമ്പം ഇപ്പോൾ എല്ലാവരും പണ്ടുണ്ടായിരുന്നെന്ന് വെച്ചാൽ അവര് സജസ്റ്റ് ചെയ്തെന്ന് വെച്ചാൽ സജസ്റ്റ് ചെയ്തതല്ല, അന്നതേ ഉണ്ടായിരുന്നുള്ളൂ. അതായത് മൾട്ടി VM സ്പോൺ ചെയ്യാനാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അത് ഓൾമോസ്റ്റ് സിനോണിമസ് ആണ്. അപ്പോൾ മൾട്ടിപ്പിൾ VM സ്പോൺ ചെയ്യാന്ന് വെച്ചാൽ അത് ഒരു വലിയ മുട്ടൻ ടാസ്ക് ആണ്. നമുക്ക് ആ കൃത്യ സമയത്തിൽ സാധനം സ്പോൺ ചെയ്യാൻ പറ്റുന്ന വരത്തില്ല. അതുപോലെ നമുക്കിപ്പോ ഇതിനകത്തും എനിക്കൊരു 1000 അല്ലെങ്കിൽ 10,000 കസ്റ്റമേഴ്സ് ഞാൻ എക്സ്പെക്ട് ചെയ്യാണ്. ഇപ്പൊ എല്ലാവർക്കും കൂടെ ഞാനൊരു 10,000 സ്കീമ, ഇപ്പൊ ഒറക്കിൾ ഡാറ്റാബേസ് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ 10,000 സ്കീമ, ഇപ്പം നിസാം പറഞ്ഞ പോലെ 10,000 സ്കീമയുണ്ട്, 10,000 പാസ്വേഡ്സും കാണും, 10,000 ആക്സസ് കാണും. അത് മെയിൻറ്റെയിൻ ചെയ്യാന്ന് വെച്ചാൽ ഒരു ഭീകരമായിട്ടുള്ള ഒരു നൈറ്റ്മെയർ ആയിരിക്കും മെയിൻ്റെനൻസ് ടീമിന്. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. ഇതിന് വേറെ ഞങ്ങളൊക്കെ യൂസ് ചെയ്യുന്ന ഒരു സൊല്യൂഷൻ എന്താണെന്ന് വെച്ചാൽ സൈറ്റ് ഐസൊലേഷൻ എന്ന് പറയും. അതായത് ഞങ്ങളുടെ എല്ലാ ടേബിൾസും ഹാവ് സംതിങ് കോൾഡ് ആസ് എ സൈറ്റ് ID. സോ എവറി കസ്റ്റമർ ഈസ് എ സൈറ്റ്. അങ്ങനെ കൺസിഡർ ചെയ്യണമെങ്കിൽ എവറി കസ്റ്റമർ ഈസ് എ സൈറ്റ്. എന്നിട്ട് വി ഇംപ്ലിമെൻറ്റ് റോ ലെവൽ സെക്യൂരിറ്റി ഓൺ ദ സൈറ്റ്, ഈ സൈറ്റ് IDയിൽ. അപ്പോൾ ഒരു കസ്റ്റമർ കോൾ വരുമ്പോൾ അവരുടെ സൈറ്റ് ID വെച്ചുള്ള റെക്കോർഡ്സ് മാത്രമേ അവർക്ക് കാണാൻ പറ്റുള്ളൂ. ബട്ട് ദ ടേബിൾ സ്കീമ എല്ലാം സെയിം ആണ്. അവിടെ നമ്മൾ ഒരു പരിധിക്കുള്ളിൽ അവിടെ നമുക്ക് സ്കെയിൽ ചെയ്യാൻ പറ്റൂലല്ലോ. ഫോർ എക്സാമ്പിൾ നമ്പർ ഓഫ് റോസ് വരുമ്പോൾ നമ്മൾ എങ്ങനെയായിരിക്കും അതിനെ ഒന്ന് ഏത് രീതിയിലായിരിക്കും നമ്മൾ ഇങ്ങനെ ക്ലസ്റ്റർ ചെയ്തെടുക്കുക എന്ന് വെച്ചാൽ, അതിനകത്തുള്ള ഒരു പ്രശ്നം വെച്ചാൽ എനിക്കിപ്പം എൻ്റെ ഒരു കേസിൽ തന്നെ ഒറ്റ കസ്റ്റമറേ ഉള്ളൂ, പക്ഷെ മില്യൺ റെക്കോർഡ്സ് ആയപ്പോൾ തന്നെ സംഗതി സ്വഭാവം കാണിക്കാൻ തുടങ്ങി. അപ്പൊ ഞങ്ങൾക്ക് ചെയ്യേണ്ടി വന്നു വെച്ചാൽ ഞങ്ങൾക്ക് ഒരു കുറേയേറെ DBയിലെ കുറേയേറെ ഡാറ്റ നമുക്ക് ആർക്കൈവ് ചെയ്യേണ്ടി. ആർക്കൈവ് പ്രോസസ്സ് കറക്റ്റ് ആയിരുന്നില്ല. ആർക്കൈവ് ചെയ്യാനൊന്നും കസ്റ്റമറിന് ആദ്യം ഉദ്ദേശം ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇത് ഭയങ്കരമായിട്ടുള്ള വലിയ യൂസേഴ്സും ഇല്ല, കൺകറന്റ് യൂസേഴ്സും വളരെ കുറവാണ്. മേ ബി ഒരു 500-600 കൺകറന്റ് യൂസേഴ്സ് മാത്രമുള്ള ഒരു ഇതിനകത്ത് പോലും ഈ മില്യൺ റെക്കോർഡ്സിന് മേലെ കയറിയപ്പോൾ സംഗതി ഭയങ്കരമായിട്ട് വിറയ്ക്കാൻ തുടങ്ങി. നമ്മൾ ഏറ്റവും നല്ല 12 ക്ലസ്റ്റർ 12 നോഡൊക്കെ കയറ്റിയിട്ടും സംഗതി നിൽക്കുന്നില്ല. അവസാനം നമുക്ക് അതിനകത്ത് എത്രയും റെക്കോർഡ്സ് നമ്മൾ കുറയ്ക്കേണ്ടി വന്നു. റെലവെന്റ് ആയിട്ടില്ലാത്ത റെക്കോർഡ്സ് കണ്ടുപിടിച്ച് കുറച്ച് വേറെ ഡാറ്റാബേസിൽ ആർക്കൈവ് ചെയ്തിട്ടാണ് നമുക്ക് കുറച്ചെങ്കിലും ഒരു ആശ്വാസം ഉണ്ടായത്. അപ്പം ഈ ഒരു കേസിൽ നമുക്ക് വേറെ എന്തെങ്കിലും ഒരു മെക്കാനിസം ഉണ്ടാവോ ഒന്ന് സജസ്റ്റ് ചെയ്യാൻ? എനിക്ക് തോന്നുന്നത് ഡാറ്റ സൈസാണ് പ്രശ്നമെങ്കിൽ യു ഷുഡ് ലുക്ക് അറ്റ് ഷാർഡിങ് സൊല്യൂഷൻസ്. അതായത് ഡാറ്റനെ പാർട്ടീഷൻ ടേബിൾസിലോട്ട് മാറ്റുന്നത്. അതിപ്പോൾ നിങ്ങളുടെ പഴയ റെക്കോർഡ്സ് എന്ത് ബേസിലാണ് പഴയ റെക്കോർഡ്സ് ഐഡൻറ്റിഫൈ ചെയ്തതെന്ന് എനിക്കറിയില്ല. അതൊരു ഡേറ്റ് ബേസ്ഡ് ഒക്കെ ആണെങ്കിൽ ഒറക്കിളിലൊക്കെ തന്നെ ബൈ ഡിഫോൾട്ടായിട്ട് നമുക്ക് മന്ത് ബേസ്ഡ് ഒക്കെ ടേബിളിന് പാർട്ടീഷൻ ചെയ്യാൻ പറ്റും. അപ്പോൾ അതൊരു മെത്തേഡ്. രണ്ടാമത്തെ മെത്തേഡ് എന്താണെന്ന് വെച്ചാൽ ഷാർഡിങ് മൈറ്റ് ബി അനദർ സൊല്യൂഷൻ യു ക്യാൻ ലുക്ക് അറ്റ്. അതായത് ഇപ്പോൾ യൂസർ ഈ ടേബിളിനെ മൾട്ടിപ്പിൾ ഇതായിട്ട്
ഒരു യൂസർ ഹാഷ് എന്തെങ്കിലും വെച്ച് മൾട്ടിപ്പിൾ ടേബിൾസിലോട്ട് റൗട്ട് ചെയ്തിട്ട് നിങ്ങളുടെ അപ്ലിക്കേഷൻ ക്യാൻ ഡിസൈഡ് ഹാഷ് റീക്രിയേറ്റ് ചെയ്തിട്ട് ഇറ്റ് ക്യാൻ ലുക്ക് അപ്പ് ഈ യൂസർ ഏത് ഷാർഡിൽ അല്ലെങ്കിൽ ഏത് സ്പെസിഫിക് ടേബിളിൽ വരും എന്ന് പറഞ്ഞ് അവിടെ നോക്കാൻ പറ്റും. അതാണ് ജനറലി ചെയ്യാറ്, ഷാർഡിങ്. പിന്നെ ഒരു കാര്യം കൂടി എനിക്ക് ആഡ് ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ 1 മില്യൺ റെക്കോർഡ്സിൽ ഒറാക്കിൾ നോർമലി ചോക്ക് ചെയ്യാറില്ല. നിങ്ങൾ ക്വറീസും ഇൻഡെക്സും ഒക്കെ ഒന്ന് അനലൈസ് ചെയ്തിട്ടുണ്ടോ? ഈ ഒരു DBAനെയോ മറ്റോ ഒക്കെ വെച്ച് അതും ചെയ്ത് നോക്കാവുന്നതാണ്. ഒന്നാമത്തെ കാര്യം, ഇത് നമ്മൾ എഴുതിയ കോഡല്ല, ഇത് ഒരു നെറ്റ് ക്രാക്കർ എന്ന് പറഞ്ഞൊരു സൊല്യൂഷന് വേണ്ടി ചെയ്യുന്നതാണ്. അപ്പം 1 മില്യൺ എന്നുള്ള എൻ്റെ ഒരു തോന്നലാണ്. ഇറ്റ് കുഡ് ബി മോർ, ഇറ്റ് കുഡ് ബി മോർ ദാൻ 1 മില്യൺ. ഐ തിങ്ക് ഇറ്റ്സ് നോട്ട് ജസ്റ്റ് 1 മില്യൺ. മാത്രമല്ല, ഈ നെറ്റ് ക്രാക്കർ ഉപയോഗിക്കുന്ന ഒരു അവരുടെ ഭാഷയിൽ ഒരു ഒബ്ജക്റ്റ് ഓറിയന്റഡ് ഡിസൈനാണ്. അപ്പൊ അതിന്റെ ഒരു പ്രശ്നമുണ്ട്. അതായത് ഒരു ടേബിൾ വെച്ചിട്ടുള്ള കളികളാണ് എല്ലാം. അവർക്ക് ആ ഒരു ടേബിൾ അല്ല, ഒരു 4-5 ടേബിൾ മാത്രമല്ല അവർ ഉപയോഗിക്കുന്നത്. അപ്പൊ അത് വെച്ചിട്ടുള്ള ഒരു മ്യൂട്ടേഷൻ കോമ്പിനേഷൻ കളികളാണ്. അപ്പൊ അതിനകത്ത് ടേബിൾസ് ഒന്നുമില്ല, അവർ അതിനൊരു ഒബ്ജക്റ്റ് ആയിട്ടാണ് കിടക്കുന്നത്. അപ്പൊ അതിന്റെ കാരണം ഈ ടേബിളിനകത്ത് ഡാറ്റ ഇങ്ങനെ എപ്പോഴും പെരുകിക്കൊണ്ടേയിരിക്കും കണ്ടിന്യൂസ്ലി. അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ ഡാറ്റാബേസ് ഫില്ലാവും. നമുക്ക് 2 ഇൻസ്റ്റൻസ് ഉണ്ടെങ്കിൽ പോലും ക്ലസ്റ്റർ ഇത് അത്ര പെട്ടെന്നൊന്നും കിട്ടുന്നില്ല. അപ്പം ഇറ്റ് കുഡ് ബി മോർ ദാൻ 1 മില്യൺ ഐ ഗസ്. പക്ഷെ ഇതാണ് നമ്മളുടെ ഏറ്റവും അവസാനം നമുക്ക് വേണ്ടി വന്നത് കുറെ ഡാറ്റ ആർക്കൈവ് ചെയ്യേണ്ടി വരും. റെലവെന്റ് അല്ലെന്ന് കസ്റ്റമറുമായിട്ട് ചിന്തിച്ചുറപ്പിച്ചിട്ടുള്ള ആ ഡാറ്റാബേസിലോട്ട് വേറൊരു ദ്വീപിലോട്ട് ആർക്കൈവ് ചെയ്തിട്ടാണ് കുറച്ചെങ്കിലും ഇപ്പോൾ അത് പോകുന്നു. പക്ഷെ അത് ഇവഞ്ച്വലി ഇത് പിന്നെയും വരും, മേ ബി ഇൻ 10 years. അപ്പം പിന്നെയും ഈ സാധനം തന്നെ പിന്നെയും ചെയ്യേണ്ടി വരും. ആ സമയം കൊണ്ട് അവർ വേറെ സൊല്യൂഷനിലോട്ട് മൂവ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. ബട്ട് സ്റ്റിൽ. ഓക്കെ, എനിക്ക് നെറ്റ് ക്രാക്കറിൻ്റെ ആ ഇൻറ്റേർണൽസിനെ കുറിച്ച് വലിയ ഐഡിയ ഇല്ല. ബട്ട് ഐ അണ്ടർസ്റ്റാൻഡ് യുവർ പെയിൻ. താങ്ക് യു ഷിനോ. താങ്ക് യു മനോജേട്ടൻ. നമുക്ക് ഷിനോ ആദ്യമായിട്ടാണ് ഡെവോപ്സ് മലയാളത്തിലേക്ക് വരുന്നതെന്ന് തോന്നുന്നു. അതെ അതെ, ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാമോ? നിങ്ങൾ ഹാർദമായ സ്വാഗതം ഗ്രൂപ്പിലേക്ക് വന്നതിനും അതുപോലെ തന്നെ വളരെ വാലിഡായിട്ടൊരു ഡിസ്കഷൻ കണ്ടക്ട് ചെയ്യുന്നതിനും വളരെ നന്ദി. ഒന്ന് സെൽഫ് ഇൻട്രൊഡക്ഷൻ ചെയ്യാമോ? വളരെ നന്നായിരിക്കും. എൻ്റെ പേര് ഷിനോ. ഞാൻ എൻഫോഴ്സിലാണ് വർക്ക് ചെയ്യുന്നത്. ഒരു ആർക്കിടെക്റ്റാണ്. ഒരു 5-6 വർഷമായി ഞാൻ എൻഫോഴ്സിലായിട്ട്. ഞാൻ ഡെവോപ്സ് കാര്യമായിട്ട് ചെയ്യാറില്ല. ഈ അടുത്ത കാലത്ത് ഒരു പ്രൊജക്റ്റിന് വേണ്ടി കുറച്ച് ഡെവോപ്സ് ചെയ്യേണ്ടി വന്നു, അത്രയേ ഉള്ളൂ. അതർവൈസ് ഞങ്ങളുടെ ഗ്രൂപ്പ് മോസ്റ്റ്ലി ചെയ്യുന്നത് OSS BSS ആയിട്ടുള്ള സാധനങ്ങളാണ്. കുറച്ച് ടെലികോം റിലേറ്റഡ് SDN ആ സ്ഥലം. ഓക്കെ ഷിനോ, താങ്ക് യു വെരി മച്ച്. അപ്പോൾ തുടർന്നും ഞങ്ങളുടെ ഗ്രൂപ്പിനെ അല്ലെങ്കിൽ കമ്മ്യൂണിറ്റിയെ ഫോളോ ചെയ്യുന്നു വിചാരിക്കുന്നു. ഡെവോപ്സ് മലയാളം എന്ന് പറയുന്നത് ഡെവോപ്സ് പ്രാക്ടീഷണേഴ്സ് അല്ലെങ്കിൽ ഡെവോപ്സ് ഒരു മെത്തഡോളജിയിലേക്ക് വരാൻ താല്പര്യപ്പെടുന്നവർക്കും ഓൾറെഡി പ്രാക്ടീസ് ചെയ്യുന്നവർക്കും ഉള്ള ഒരു ഗ്രൂപ്പ്, നോൺ പ്രോഫിറ്റ് ഗ്രൂപ്പ് എന്നുള്ള രീതിയിൽ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തതാണ്. ഇതിലിപ്പോൾ നമ്മൾ റെഗുലറായിട്ട് ഡിസ്കഷൻസ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. വെനസ്ഡേയ്സിൽ ബിഗിനേഴ്സിനും അതുപോലെ സാറ്റർഡേയ്സിൽ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആൾക്കാർക്കുമുള്ള സെഷൻസ് ആണ് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ വീക്കെൻഡ് വർക്ക്ഷോപ്സ്, ഏതെങ്കിലും ടെക്നോളജി സെലക്ട് ചെയ്തിട്ടുള്ള ഒരു വീക്കെൻഡ് വർക്ക്ഷോപ്സ് നമ്മൾ കണ്ടക്ട് ചെയ്യാറുണ്ട്. അതുപോലെ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ ഡെവോപ്സ് മലയാളം യൂട്യൂബ് ചാനലിൽ നമ്മൾ കണ്ടക്ട് ചെയ്യുന്ന എല്ലാ ഡിസ്കഷൻ്റെയും അതുപോലെ തന്നെ വർക്ക്ഷോപ്സിൻ്റെയും റെക്കോർഡഡ് സെഷൻസ് നമ്മൾ ഷെയർ ചെയ്യുന്നുണ്ട്. അതുപോലെ ഡെവോപ്സ് മലയാളം.io എന്നുള്ള ഒരു വെബ്സൈറ്റിൽ നമ്മുടെ ഇവൻറ്റ്സ് അതുപോലെ തന്നെ ഓരോ ഡിസ്കഷൻ സെഷനിലുള്ള കീ ടേക്ക്അവേസ് എല്ലാം നമ്മൾ പബ്ലിഷ് ചെയ്യുന്നുണ്ട്. അതുപോലെ നമ്മൾ സോഷ്യൽ മീഡിയ ഗ്രൂപ്പ്സിലും ആക്റ്റീവാണ്. വാട്സപ്പ്, ടെലിഗ്രാം, അതുപോലെ സ്ലാക്ക് ചാനൽസ് മുതലായ മീഡിയസ് എല്ലാം നമ്മൾ ഗ്രൂപ്പ് ചെയ്യുന്ന പോലെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. സോ റെഗുലർലി ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. വൺസ് അഗൈൻ താങ്ക് യു വെരി മച്ച് ഫോർ കമ്മിങ് ആൻഡ് റൈസിങ് യുവർ കൺസേൺസ് ആൻഡ് ക്വസ്റ്റ്യൻസ്. സോ താങ്ക് യു. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ എന്തെങ്കിലും പോയിന്റ്സ് ആഡ് ചെയ്യാനുണ്ടെങ്കിൽ മുമ്പോട്ട് വരാവുന്നതാണ്. ഒരു ചോദ്യം, ഇതുവരെ എന്തൊക്കെ കവർ ചെയ്തിട്ടുണ്ട്? ഞാൻ ആദ്യമായിട്ടാണ് ക്ലബ് ഹൗസിലോട്ട് തന്നെ, ഞാൻ ആദ്യമായിട്ടാണ്.
അപ്പം കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് നോക്കുമ്പോൾ ഇതുവരെ ടെക്നോളജി ഗ്രൂപ്പ്സ് ഒന്നും തന്നെ കണ്ടില്ല. ആദ്യമായിട്ടാണ് ഒരു ടെക്നോളജി ഒരു റൂം തന്നെ കാണുന്നത്. ഓക്കെ, നമ്മൾ ഇതുവരെ കുബർനെറ്റിസ്, ഡോക്കർ ആൻഡ് കുബർനെറ്റിസിന്റെ ഒരു ഡീറ്റെയിൽഡ് സെഷൻസ് നമ്മൾ കണ്ടക്ട് ചെയ്തിരുന്നു. ഒരു 4 റൂമോളം നമ്മൾ കണ്ടക്ട് ചെയ്തിരുന്നു അതിന് വേണ്ടി മാത്രം. പിന്നെ ലിനക്സ് ബേസിക്സ്, അതുപോലെ തന്നെ അഷോർ ക്ലൗഡ്, അങ്ങനെയുള്ള ടോപ്പിക്സിന്റെ എല്ലാം നമ്മൾ ഡിസ്കഷൻസ് കണ്ടക്ട് ചെയ്തിട്ടുണ്ട്. അതിൽ ഇതുപോലെ സ്പ്ലിറ്റ് ചെയ്ത് ബിഗിനേഴ്സ് ആൻഡ് എക്സ്പീരിയൻസ്ഡ് ആയിട്ട് നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് കണ്ടക്ട് ചെയ്യുന്നതുകൊണ്ട് ഒരു ലിസ്റ്റ് എന്ന് പറയുന്നത് എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും, പെട്ടെന്ന് ഓർമ്മ എടുത്ത് പറയാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ എല്ലാ ഒരു ഓൾമോസ്റ്റ് ഒരു 4ാമത്തെ 5ാമത്തെ റൂം തൊട്ട് നമ്മൾ റെക്കോർഡറാണ്, അത് എല്ലാം യൂട്യൂബിൽ ഷെയർ ചെയ്യുന്നുണ്ട്. പിന്നെ എല്ലാ സെഷൻസിന്റെയും കീ ടേക്ക് അവേസ് നമ്മൾ നമ്മുടെ വെബ്സൈറ്റ് DevOps.io നമ്മൾ ഷെയർ ചെയ്യുന്നുണ്ട്. സോ യു ക്യാൻ ടേക്ക് എ റെഫറൻസ് ഫ്രം ദർ പ്രോബ്ലി. പിന്നെ നമ്മൾ റെഗുലറായിട്ട് കണ്ടക്ട് ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് എല്ലായ്പ്പോഴും നമ്മൾ ഫോളോ ചെയ്യാൻ ശ്രമിക്കാം മാക്സിമം. എല്ലാം നല്ല ടോപ്പിക്സ് ആണ് കവർ ചെയ്തിരിക്കുന്നത്. ലിസ്റ്റ് DevOps.io വെബ്സൈറ്റിൽ നിന്ന് കിട്ടുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു. വേറെ ആർക്കെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ മുമ്പോട്ട് വരാവുന്നതാണ്. ഇത് ഡാറ്റാബേസിനായിട്ട് മാത്രമുള്ള ഡിസ്കഷൻ ആണോ ഇന്ന് സംഭവിക്കുന്നത്? ഇന്നത്തെ സെഷൻ ഡാറ്റാബേസ് കൺസെപ്റ്റ്സിനുള്ളതാണ്. ഡാറ്റാബേസ് അല്ലെങ്കിൽ റിലേറ്റഡ് ആയിട്ടുള്ള ടെക്നോളജീസ്, അങ്ങനെയാണ് ഇന്നത്തെ ഒരു ടോപ്പിക്കിന്റെ ഓർഡിനേഷൻ. നൈസ്. എനിക്കൊരു ക്വസ്റ്റ്യൻ ചോദിക്കാണെന്ന് വെച്ചാൽ, ഷാഡിങ്ങിനെ കുറിച്ച് പറഞ്ഞല്ലോ, ഡാറ്റാബേസ് ഷാഡിങ്ങിനെ കുറിച്ച്. അപ്പൊ ഈ ഷാഡിങ് എന്ന് പറഞ്ഞ് ഞാൻ പ്രിഡോമിനൻ്റ്ലി കണ്ടിരിക്കുന്നത്, നമ്മൾ DevOps അല്ലെങ്കിൽ സിസ്റ്റംസ് എഞ്ചിനീയറിംഗ് സൈഡിൽ നിന്ന് വർക്ക് ചെയ്യുന്നതുകൊണ്ട് കൂടുതലും കണ്ടിരിക്കുന്നത് ഇലാസ്റ്റിക് സെർച്ചിലാണ്, ELK സ്റ്റാക്കിലാണ് ഷാഡിങ് ആൻഡ് റെപ്ലിക്കേഷൻ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഞാൻ യൂസ് ചെയ്ത് കണ്ടിരിക്കുന്നത് മാക്സിമം. അതേ സെയിം ടെർമിനോളജി അല്ലെങ്കിൽ അതേ സെയിം മെത്തേഡ്സ് തന്നെയാണോ നോർമൽ അതർ ഡാറ്റാബേസ്, അതായത് RDBMS അല്ലെങ്കിൽ വേറെ NoSQL ആയിട്ടുള്ള ബാക്കിയുള്ള ഡാറ്റാബേസിലോ അതേ ഒരു മെത്തഡോളജി തന്നെയാണോ ഫോളോ ചെയ്യുന്നത്? അതെ, ഇലാസ്റ്റിക് സെർച്ചിൽ ഇപ്പോൾ സിബിൻ കണ്ടിട്ടുണ്ടാവുമല്ലോ, അവർക്ക് എന്തെങ്കിലും ഒരു സെറ്റ് ഓഫ് റൂൾസ് ഉണ്ടാവും. ഈ യൂസേഴ്സ് അല്ലെങ്കിൽ ഈ ടൈപ്പ് ഓഫ് ഡോക്യുമെന്റ്സ് ഗോസ് ടു ദിസ് ഷാർഡ്, അങ്ങനെ എന്തെങ്കിലും ഒരു റൂൾ ബേസ്ഡ് ആവും. സോ അതേ കൺസെപ്റ്റ് തന്നെയാണ്. RDBMS വല്ലാതെ യൂസ് ചെയ്യാറില്ല. RDBMSൽ ചെയ്യാൻ പറ്റും, പക്ഷെ വല്ലാതെ ചെയ്യാറില്ല. NoSQLs ആണ് കൂടുതൽ ചെയ്യാറുള്ളത്, ഹൊറിസോണ്ടലി സ്കെയിൽ ചെയ്യാൻ വേണ്ടി. പക്ഷേ കൺസെപ്റ്റ് ഇത്രയേ ഉള്ളൂ. ഒരു ഷാർഡിങ് ഫംഗ്ഷൻ വേണം. ആ ഫംഗ്ഷൻ എന്ത് വേണമെന്ന് വെച്ചാൽ, ഇൻപുട്ട് കിട്ടിക്കഴിഞ്ഞാൽ ഏത് ഷാർഡ് നമ്പറിലാണ് അത് ബിലോങ് ചെയ്യുന്നത് കൺസിസ്റ്റൻ്റായി അതിനെ കണ്ടുപിടിക്കാൻ പറ്റണം. ഇപ്പോൾ സിബിൻ എന്നുള്ള പേര് വരികയാണെങ്കിൽ, സിംപ്ലസ്റ്റ് എക്സാമ്പിൾ ഞാൻ നേരത്തെ പറഞ്ഞ ഷാർഡിങ്ങിൽ ഇപ്പോൾ നമ്മൾ A to Z വെച്ചുള്ള ആൾക്കാരുടെ നെയിം സ്റ്റാർട്ട് ചെയ്യുന്നതിന് 2 ഷാർഡായി തിരിച്ചു. ഷാർഡ് 1 A to M ഷാർഡ് 2 N to O ആണെങ്കിൽ, ഈ ഷാർഡിങ് ഫംഗ്ഷൻ സിബിനെ വെച്ച് വിളിക്കുമ്പോൾ ഇറ്റ് ഷുഡ് ഗിവ് മീ ഷാർഡ് 2 എത്ര പ്രാവശ്യം വിളിച്ചാലും. എന്നാലേ എനിക്ക് സിബിൻ്റെ ഒരു ഇൻഫർമേഷൻ എവിടെ അപ്ഡേറ്റ് ചെയ്യണമെന്നോ അല്ലെങ്കിൽ സിബിൻ്റെ ഇൻഫർമേഷൻ എവിടെ നിന്ന് ക്വറി ചെയ്തെടുക്കണമെന്നോ അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ ഇലാസ്റ്റിക് സെർച്ചിൽ ചെയ്യുന്ന സെയിം കൺസെപ്റ്റാണ്. ഇലാസ്റ്റിക് സെർച്ചിൽ ഇപ്പോൾ ഒരു ഡോക്യുമെൻറ്റിന് ഒരു കീ ഉണ്ടല്ലോ, ഒരു ഡോക്യുമെൻറ്റ് URL എന്ന് പറയുന്ന ഒരു കീ വെച്ചാണ് ഇലാസ്റ്റിക് സെർച്ചിൽ ഓരോ ഡോക്യുമെൻറ്റ് സ്റ്റോർ ചെയ്തില്ല. അപ്പോൾ ആ കീനെ ഹാഷ് ചെയ്തിട്ട് അതിന്ന് ഷാർഡ് നമ്പർ കണ്ടുപിടിക്കുന്ന ഒരു ടെക്നിക്കാണ് അവിടെ ജനറലി യൂസ് ചെയ്യാറ്. സെയിം തന്നെ ഇവിടെ എന്തെങ്കിലും ഒരു ഡാറ്റാബേസ് കോളത്തിൻ്റെ പ്രൈമറി കീൻ്റെ ഹാഷ് കണ്ടുപിടിക്കുന്ന ഒരു ടെക്നിക്ക് യൂസ് ചെയ്യും. ഇറ്റ്സ് വെരി സിമിലർ. ഓക്കെ, താങ്ക് യു. പിന്നെ ഒരു ക്വസ്റ്റ്യൻ കൂടെ ഉള്ളത്, ഇൻഡെക്സിങ്ങിനെ കുറിച്ച് പറഞ്ഞിരുന്നു. അതായത് ഇൻഡെക്സിങ് ഒരുപക്ഷെ ഒരു ഹെവി ഡാറ്റാബേസ് ഒക്കെ ആണെങ്കിൽ ഇൻഡെക്സിങ് കൂടുതലായിട്ട് യൂസ് ചെയ്താൽ അത് പെർഫോമൻസിനെ ഇമ്പാക്റ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഞാൻ മുമ്പ് വർക്ക് ചെയ്തിരുന്ന ഒരു പ്രോജക്റ്റിൽ അത് MySQL ആയിരുന്നു, എന്റർപ്രൈസ് ലെവൽ ഒറാക്കിൾ MySQL ആയിരുന്നു യൂസ് ചെയ്തിരുന്നത്. ആ ഡാറ്റാബേസിന്റെ ഓൾമോസ്റ്റ് നമ്മൾ എക്സ്ട്രാക്ട് ചെയ്ത് അല്ലെങ്കിൽ റെഗുലർ യൂസേജിലുള്ള ഒരു ഡിസ്ക് സ്പേസ് അലോക്കേഷൻ എന്ന് പറഞ്ഞാൽ അറൌണ്ട് 500 GB 600 GB ഒക്കെ വരും.
അപ്പോൾ പക്ഷേ അതിൽ ഞാൻ പല ഇതിലും കണ്ടിട്ടുണ്ട്, അവർ ഡെവലപ്പേഴ്സ് ഇൻഡെക്സ് ചെയ്യാനായിട്ട് ഒരു സെറ്റ് ഓഫ് ക്വറീസ് വരും. അത് ചിലപ്പോൾ അത് നോർമലി അല്ലെങ്കിൽ നമ്മൾ തന്നെ സജസ്റ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ ചില ചില സ്പെസിഫിക് ഈ APM ടൂൾസിൽ നമ്മൾ നോക്കുമ്പോൾ ചില സ്പെസിഫിക് റെക്കോർഡ്സ് സ്കാൻ ചെയ്യാൻ നേരത്ത് ഇത് ഒരുപാട് ഹാങ് ആവുന്നതും അല്ലെങ്കിൽ ഒരു DB ഒരു കൈൻഡ് ഓഫ് എൻഗേജ് മോഡിലേക്ക് വരും. അപ്പോൾ അത് ചിലപ്പോൾ ഒരു 2 ലക്ഷം റോ ഒക്കെ സെർച്ച് ചെയ്താലായിരിക്കും ചിലപ്പോൾ ആ ഒരു റെക്കോർഡ് കിട്ടുന്നത്. നമ്മളതിനൊരു ഇൻഡെക്സിങ് എന്ന് പറയുന്ന ഒരു മെത്തേഡ് പലപ്പോഴും ഇപ്പോൾ പല ടീംസ് ഡിസ്കസ് ചെയ്തിട്ട് സജസ്റ്റ് ചെയ്യാറുണ്ട്. അപ്പം അങ്ങനെയുള്ള കേസിൽ അത് ഹെൽപ്ഫുള്ളും അല്ലേ? അപ്പോൾ അത് നമുക്കൊരു ഒരു ഡിസാസ്റ്റർ അല്ലെങ്കിൽ ഒരു പെർഫോമൻസ് ഹെക്റ്റിക് എന്നുള്ള രീതിയിലേക്ക് ഏത് സിറ്റുവേഷനിലായിരിക്കും അത് വരുന്നത് നമ്മൾ ഇൻഡെക്സിങ് യൂസ് ചെയ്യുന്നത്? ഞാൻ പറഞ്ഞത് മാറിപ്പോയെന്ന് എനിക്കറിയില്ല, പക്ഷെ ഞാൻ കറക്റ്റ് ചെയ്യാം. പെർഫോമൻസ് അല്ല പ്രശ്നമാവുക, സ്റ്റോറേജ് ആണ് പ്രശ്നമാവുക. അപ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ, ഒരു ഇൻഡെക്സ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ആക്ച്വലി ബാക്ക് എൻഡിൽ എന്താ നടക്കുന്നത് വെച്ചാൽ, ഇപ്പോൾ ഒരു കോളം 2 അല്ലെങ്കിൽ ഡിസ്ട്രിക്റ്റ് എന്ന് പറയുന്നതിൽ ഒരു ഇൻഡെക്സ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഒരു ഡാറ്റാബേസിൻ്റെ സ്പേസിൽ ദേ ക്രിയേറ്റ് എ ന്യൂ ഡാറ്റ സ്ട്രക്ചർ. ഈ ഡാറ്റ സ്ട്രക്ചറിൽ 14, ഇപ്പോൾ ഡിസ്ട്രിക്റ്റ് ദർ ആർ 14 യുണീക്ക് വാല്യൂസ്. ഈ 14 യുണീക്ക് വാല്യൂസ് അവർ സ്റ്റോർ ചെയ്യും. എന്നിട്ട് ഈ 14 യുണീക്ക് വാല്യൂസിനും ഇപ്പോൾ ഒറാക്കിളൊക്കെ റോ ID വെച്ചാണ് റോ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. ഏതൊക്കെ റോയിൽ ഈ വാല്യൂ ഉണ്ടോ ആ റോ IDs എല്ലാം അവർ ആ വാല്യൂവിന് കറസ്പോണ്ടിങ് ആയിട്ടൊരു മാപ്പ് പോലെ അസ്യൂം ചെയ്യുകയാണെങ്കിൽ, ഇപ്പോൾ കാലിക്കറ്റ്, എന്നിട്ട് അതിനൊരു 1000 റോസിൻ്റെ ആ 1000 റോസിൻ്റെ റോ IDs അവർ സ്റ്റോർ ചെയ്യും. അപ്പോൾ പെർഫോമൻസ് വൈസ് ഇൻഡെക്സിങ് എപ്പോഴും ഫാസ്റ്റാണ്. കാരണം എന്താ വെച്ചാൽ, ഇപ്പോൾ നമ്മൾ അതിനുശേഷം വേർ ഡിസ്ട്രിക്റ്റ് ഈക്വൽ ടു കാലിക്കറ്റ് എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അത് ഫസ്റ്റ് പോകുന്നത് ഇൻഡെക്സിലാണ്. ഇൻഡെക്സ് ഇല്ലാത്തൊരു കേസ് കൺസിഡർ ചെയ്യാതെയും, ഇൻഡെക്സ് ഇല്ലാത്തൊരു കേസിലിപ്പോൾ സെലക്ട് സ്റ്റാർ ഫ്രം പീപ്പിൾ വേർ ഡിസ്ട്രിക്റ്റ് ഈക്വൽ ടു കാലിക്കറ്റ് എന്ന് പറയുന്നൊരു ക്വറി നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുകയാണെങ്കിൽ, ഈ പീപ്പിൾ എന്ന് പറയുന്ന ഫുൾ ടേബിളിനെ സ്കാൻ ചെയ്യണം. ഇറ്റ്സ് കോൾഡ് എ ഫുൾ ടേബിൾ സ്കാൻ. അപ്പോൾ ഫുൾ ടേബിളിൽ ഇപ്പോൾ 2 ലക്ഷം യൂസേഴ്സ് ഉണ്ടെങ്കിൽ 2 ലക്ഷം റോസ് ഉണ്ട്. ഈ 2 ലക്ഷം റോയിനെ സ്കാൻ ചെയ്തിട്ട് അതിൽ നിന്ന് കിട്ടുന്ന 10 15 അല്ലെങ്കിൽ മേ ബി 100 ആൾക്കാരെയാണ് റിട്ടേൺ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഡാറ്റ കൂടുമ്പോൾ ഇതാവുന്നത്. അപ്പോൾ ഇതിന് പകരം ഇൻഡെക്സിങ് എങ്ങനെ ഹെൽപ്പ് ചെയ്യുന്നത് വെച്ചാൽ, ഇപ്പോൾ ആ ഡിസ്ട്രിക്റ്റിലൊരു ഇൻഡെക്സ് ഉണ്ടെങ്കിൽ വേറെ ഈ ഡാറ്റാബേസ് സെർവറിൻ്റെ വേറെ ഒരു പാർട്ടിൽ ദർ ഇസ് അനദർ ഡാറ്റ സ്ട്രക്ചർ. അപ്പോൾ ഈ ക്വറി കാണുമ്പോൾ തന്നെ ഇവർ നോക്കും എൻ്റെ വെയർ കണ്ടീഷൻ ഈസ് ഓൺ ഡിസ്ട്രിക്റ്റ്. അപ്പോൾ അടുത്ത സ്റ്റെപ്പ് ഈ ഡിസ്ട്രിക്റ്റിൽ ഡു വി ഹാവ് എൻ ഇൻഡെക്സ് എന്ന് നോക്കും. അപ്പോൾ ഇൻഡെക്സ് ഉണ്ടെന്ന് കഴിഞ്ഞാൽ ദേ ഗോ ടു ദാറ്റ് മെമ്മറി ലൊക്കേഷൻ. എന്നിട്ട് ആ ഇൻഡെക്സിൽ കാലിക്കറ്റ് എന്നുള്ള വാല്യൂ നോക്കും. അപ്പോൾ ഇറ്റ്സ് വെരി ഫാസ്റ്റ്. ഈ 14 വാല്യൂവിൽ കാലിക്കറ്റിനെ കണ്ടുപിടിക്കണം. അതിന് കണ്ടുപിടിച്ചതിന് ശേഷം ദേ വിൽ റെഡിലി നോ കാലിക്കറ്റിനുള്ള 1000 റോസിൻ്റെ റോ കീസ് അവർക്ക് കിട്ടും. അപ്പോൾ ആ റോ കീസ് കിട്ടിക്കഴിഞ്ഞാൽ ആ ക്വറി ഇൻറ്റേർണലി ഈസ് റീറിട്ടൺ ആസ് സെലക്ട് സ്റ്റാർ ഫ്രം ആ ടേബിൾ വേർ റോ കീസ് ആർ ദീസ്. അത് വളരെ ഫാസ്റ്റാണ്. അങ്ങനെയാണ് ഇൻഡെക്സിങ് ഫാസ്റ്റ് ആവുന്നത്. അപ്പോൾ ഇൻഡെക്സിങ് എപ്പോഴും ഫാസ്റ്റ് ആവും. പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മൾ ഈ എല്ലാ ടേബിളിനും എല്ലാ കോളത്തിനും എല്ലാ കമ്പൈൻഡ് കോളത്തിനൊക്കെ ഇൻഡെക്സ് ഉണ്ടാക്കും തോറും നമ്മുടെ ഈ എക്സ്ട്രാ മെമ്മറിയിൽ സെർവറിൻ്റെ ഇൻഡെക്സ് ഏരിയയിൽ കൂടുതൽ ഡാറ്റ വന്നുകൊണ്ടിരിക്കുകയാണ്. സോ അറ്റ് സം പോയിൻറ്റ് ചിലപ്പോൾ ഒറിജിനൽ ഡാറ്റയുടെ ഇക്വലൻ്റ് ആയിട്ട് ഒരു ഭയങ്കര ബാഡ് ഇൻഡെക്സിങ് കൾച്ചറൊക്കെ ഉള്ള കമ്പനിയാണെങ്കിൽ അറ്റ് സം പോയിൻറ്റ് ദർ ബി എ ഹ്യൂജ് ഇൻഡെക്സിങ് സ്പേസ് ഇറ്റ്സെൽഫ്. അത് ആ ഒരു സിറ്റുവേഷനിലൊക്കെ പോയി കഴിയുമ്പോൾ പിന്നെ നമ്മുടെ ഇൻഡെക്സിൻ്റെ യൂസ്, പിന്നെ ഇതിൻ്റെ സെർവർ സ്പേസ് കൺസംഷൻ, ഇതൊക്കെ വലിയ വലിയ ഇഷ്യൂസ് ആയിട്ട് വരും. ഓക്കെ, അതുകൊണ്ട് ഒരു ജനറൽ ഗൈഡ് ലൈൻ എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ അപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്യുന്ന ഡെവലപ്പേഴ്സിൻ്റെ മെൻറ്റാലിറ്റി എന്താണെന്ന് വെച്ചാൽ, ടിപ്പിക്കലി എന്തൊരു കോൾ ഉണ്ടാക്കുമ്പോൾ അതിലൊരു ഇൻഡെക്സ് ഇട്ടാൽ അത് ഫാസ്റ്റ് ആവുന്നതാണ്. അതിന് പകരം ഏതാണ് നമ്മുടെ ഒരു മോസ്റ്റ് ഫ്രീക്വൻ്റ്ലി അല്ലെങ്കിൽ മോസ്റ്റ് ക്രിറ്റിക്കൽ ക്വറിന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക. അപ്പോൾ ചിലപ്പോൾ ചില കേസിൽ ആ ക്വറി മൈറ്റ് ഹാവ് 3 കോളത്തിൽ ഉള്ള വെയർ കണ്ടീഷനും, വെയർ A ഈക്വൽ ടു B, B ഈക്വൽ ടു C, C ഈക്വൽ ടു D എന്ന് പറഞ്ഞാൽ ഒരു 3 ഉണ്ടെങ്കിൽ ഈ 3 കോളത്തിൽ ഈ ക്വറിയാണ് നമ്മുടെ അപ്ലിക്കേഷൻ 90% ഓഫ് ദ ടൈം ഹിറ്റ് ചെയ്യാൻ ചാൻസ് എങ്കിൽ അതിന് ഒരു ഇൻഡെക്സ് ഉണ്ടാക്കുന്നത് ഈസ് വെരി വാല്യൂബിൾ. അല്ലാതെ ചുമ്മാ അവിടെ ഒരു കോളം ഉണ്ട് പക്ഷേ ദിവസത്തിൽ ഒരു പ്രാവശ്യം ഈ ക്വറി ഹിറ്റ് ചെയ്യുള്ളൂ എന്നൊക്കെ ഉണ്ടെങ്കിൽ ആ കോളത്തിന് ഒരു ഇൻഡെക്സ് ഉണ്ടാക്കുന്നതിൽ വലിയ അർത്ഥമൊന്നുമില്ല. ഓക്കെ താങ്ക്സ്. അതുപോലെ തന്നെ ഇപ്പോൾ ഈ ഇൻഡെക്സ് നമുക്ക് ഏതെങ്കിലും
പറയുന്ന ഒരു ക്വറിക്ക് അവർ ഇൻഡെക്സ് ഇനേബിൾ ചെയ്യാൻ ഡെവലപ്മെന്റിന് ഒരാൾ സജസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്കത് വാലിഡ് ആണോ എന്നൊരു ഓപ്പറേഷൻസ് പോയിന്റ് ഓഫ് വ്യൂവിൽ ഇരിക്കുന്ന ഒരാൾക്ക് അത് ജഡ്ജ് ചെയ്യാൻ പറ്റുമോ? ഈവൻ ഈ സ്ലോ ക്വറി ലോഗ് അല്ലെങ്കിൽ MySQLന്റെ എറർ ലോഗ്സ് അങ്ങനെ എന്തെങ്കിലും നോക്കിക്കൊണ്ട് നമുക്ക് അത് കൺഫേം ചെയ്യാൻ പറ്റുമോ? അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ? അത് ചെയ്യാനാണ് SQL അനലൈസ് എന്ന് പറയുന്നൊരു കമാൻഡ് ഉണ്ട്. അപ്പോൾ ഇത് കുറച്ചുകൂടെ ഡാറ്റാബേസ് ഇൻറ്റേർണൽസ് അല്ലെങ്കിൽ ഒരു DBA ലെവലിൽ അറിയണം. ബേസിക്കലി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇങ്ങനൊരു ക്വസ്റ്റ്യൻ വരുമ്പോൾ ആ ഡെവലപ്പറിൻ്റെ അടുത്ത് തിരിച്ചു ചോദിക്കുക ഏത് ക്വറിയാണ്, ആ എക്സാക്ട് ക്വറി ഏതാണെന്ന് ചോദിക്കുക. ഇപ്പോൾ സെലക്ട് സ്റ്റാർ ബ്ലാ 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 എന്നുള്ള ഒരു ക്വറി അവർ തരുമല്ലോ, ഈ ക്വറിയാണ് സ്ലോ, ഈ ക്വറിക്ക് വേണ്ടിയാണ് ഇൻഡെക്സ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ ആ ക്വറി അവർ തന്നു കഴിഞ്ഞാൽ നമുക്ക് ആ സെയിം ക്വറി ഡാറ്റാബേസിലിട്ടിട്ട് സെലക്ട് സ്റ്റാർ എന്നുള്ള സെലക്ട് സ്റ്റാർ അനലൈസ് എന്തൊരു ഇതുണ്ട്, അനലൈസ് എന്നാണ് കീവേഡ്. അതോടുകൂടി അനലൈസോടുകൂടി സെയിം ക്വറി എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ റിസൾട്ട് തരുന്നതിന് പകരം ദ ഡാറ്റാബേസ് വിൽ ഗിവ് യു അവർ ഈ ഡാറ്റാബേസ് കറൻ്റ്ലി എങ്ങനെയാണ് ഈ ക്വറി പ്രോസസ് ചെയ്യുന്നതെന്ന് പറയും. അപ്പോൾ ആ ക്വറി പ്രോസസ് ചെയ്യുന്നത് ബേസിക്കലി ഇറ്റ് വിൽ ടെൽ, ഇപ്പോൾ ഒരു ഇൻഡെക്സ് ഇല്ലാത്ത കേസൊക്കെ ആണെങ്കിൽ ഇറ്റ് വിൽ ടെൽ നമ്മൾ ടേബിൾ എനെ ഫുൾ ടേബിൾ സ്കാൻ ചെയ്തു, എന്നിട്ട് അതിന്ന് റെലവൻറ്റ് ഇത്രയും റെക്കോർഡ്സ് എടുത്തു, എന്നിട്ട് ഈ റെക്കോർഡ്സിനെ ഇന്നർ ജോയിൻ ചെയ്തു ടേബിൾ ബീനെയും സ്കാൻ ചെയ്തു എന്നൊക്കെ പറഞ്ഞ് അത് തരും. അത് വരുമ്പോൾ നമുക്ക് മനസ്സിലാവും ഫുൾ ടേബിൾ സ്കാൻ ഇസ് ബാഡ്. ഇത് എനിക്ക് തോന്നുന്നു ഒരു നോർമൽ ഡെവോപ്സ് എഞ്ചിനീയർ എനിക്ക് അറിയില്ല ഇത്രയും ഡീറ്റെയിൽഡായി അറിയുമെന്ന്. പക്ഷേ കുറച്ചുകൂടെ ഡീപ്പായിട്ട് SQL പഠിക്കുകയാണെങ്കിൽ ഇങ്ങനെ ക്വറീനെ അനലൈസ് ചെയ്തതിന് ശേഷം നമുക്ക് പറയാൻ പറ്റും ഇതിൽ ഒരു ഇൻഡെക്സ് ആഡ് ചെയ്താൽ വാല്യൂബിൾ ആണോ അല്ലയോ എന്ന്. ആൻഡ് യു വിൽ ഓൾസോ ഐഡൻറ്റിഫൈ ദ റൈറ്റ് ഇൻഡെക്സ്, ഏത് ഇൻഡെക്സ് ആഡ് ചെയ്താലാണ്. പിന്നെ ടേബിളിൻ്റെ ഓർഡറിങ് ഒക്കെ മാറ്റേഴ്സ്. അതായത് ഫോർ എക്സാമ്പിൾ ഒരു ക്വറിയിൽ ഇപ്പോൾ തിങ്ക് അബൌട്ട് എൻ എക്സാമ്പിൾ. ഓക്കെ, ഇപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ യൂസർ ക്വറിയിൽ ഒരു ബേസിക്കലി ഐ ഡോണ്ട് ഗെറ്റ് ഒരു എക്സാമ്പിൾ എൻ്റെ മനസ്സിൽ വരുന്നില്ല, പക്ഷേ ഒരു കൺസെപ്റ്റ് വൈസ് ഞാൻ പറയും. ചില കേസിൽ ഇപ്പോൾ ഒരു ടേബിൾ 1ഉം ടേബിൾ 2ഉം ജോയിൻ ചെയ്യുന്നൊരു ക്വറി ഉണ്ടെങ്കിൽ ഇറ്റ് മൈറ്റ് ബി ആ ക്വറി എക്സിക്യൂട്ട് ചെയ്യുന്ന പാറ്റേൺ മേ ബി ടേബിൾ 1 ഇപ്പോൾ 1 മില്യൺ റോസിനെ എടുത്തിട്ട് അതിനെ ടേബിൾ 2ലെ 5 റോസിനോടാണ് ജോയിൻ ചെയ്യുന്നതെങ്കിൽ, ഓക്കെ, ഇന്നർ ജോയിൻ ആണ് ചെയ്യുന്നതെങ്കിൽ നമ്മുടെ ഔട്ട്പുട്ട് 5 റോസാണ്. പക്ഷേ ഈ 5 റോസ് കിട്ടാൻ വേണ്ടി നമ്മൾ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ ഒരു വലിയ ടേബിൾ പോയിട്ട് 1 മില്യൺ റോസ് എടുത്തു, എന്നിട്ട് അടുത്ത ടേബിളിൽ നിന്ന് 5 റോസ് എടുത്തു. അപ്പോൾ അവിടെ ക്ലിയർലി ഒരു മിസ്റ്റേക്ക് ഉണ്ട് ഈ ക്വറിയിൽ. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ക്വറി ഷുഡ് ബി എക്സിക്യൂട്ടഡ് ദ അതർ വേ. ആ 5 റോസിന് ആദ്യം എടുത്തിട്ട് ഈ 5 റോസിനോട് മാച്ച് ചെയ്യുന്നു മറ്റേന്ന് എടുത്താൽ ആ 1 മില്യൺ റോസ് ചൂസ് ചെയ്തതിന് പകരം ഇറ്റ് വിൽ ബി വെരി സ്മോൾ നമ്പർ ഓഫ് റോസ് ദാറ്റ് വി ഹാവ് ടു ചൂസ്, റൈറ്റ്. അപ്പോൾ ഈ ക്വറിയിൽ ഏത് ടേബിളിന് ആദ്യം സ്കാൻ ചെയ്യണം, ഏത് ടേബിളിന് രണ്ടാമത് സ്കാൻ ചെയ്യണം എന്നൊക്കെ ഉള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഒരു ഡീപ്പർ ലെവലിൽ പോകുമ്പോൾ. അപ്പോൾ ഇതൊക്കെ കൺട്രോൾ ചെയ്യാൻ ഒറക്കിളൊക്കെ വളരെ പവർഫുള്ളാണ്. ഒറക്കിൾ ഹിൻസ് എന്ന് പറഞ്ഞൊന്ന് സെർച്ച് ചെയ്താൽ മതി. ഒറക്കിളിലൊക്കെ ഒരു ക്വറി എഴുതുമ്പോൾ നമുക്ക് സ്റ്റാൻഡേർഡ് പ്രോസസ്സിങ്ങിനെ മാനിപ്പുലേറ്റ് ചെയ്യാൻ വേണ്ടി വി ക്യാൻ ആഡ് ഹിൻസ് സെയിങ് ഈ ക്വറി എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ഡു ദിസ് ഫസ്റ്റ്, ഡു ദിസ് സെക്കൻഡ്, അല്ലെങ്കിൽ അങ്ങനത്തെ കുറേ മെഷീൻ ഇൻസ്ട്രക്ഷൻസ് നമുക്ക് ആ ക്വറിയുടെ പാർട്ടായിട്ട് ഒരു കമൻറ്റ് ഫോർമാറ്റ് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇതൊക്കെയാണ് ടിപ്പിക്കലി ഒരു ക്വറി അനലൈസ് ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യുന്നത്. പക്ഷേ ഇത് ഈസിയസ്റ്റ് വേ, ഇത് മോസ്റ്റ് കേസ് സോൾവ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ബ്ലൈൻഡായിട്ടൊരു ഇൻഡെക്സ് ആഡ് ചെയ്യുമ്പോൾ ടിപ്പിക്കലി പല കേസും സോൾവ് ആവും. പക്ഷെ കുറച്ചുകൂടെ കറക്റ്റായി ചെയ്യണമെങ്കിൽ പ്രോബ്ലം എവിടെയാണെന്ന് പിൻ പോയിൻ്റ് ചെയ്തിട്ട് ആ ഇൻഡെക്സ് അല്ലെങ്കിൽ ആ ക്വറി പ്ലാൻ ചേഞ്ച് ചെയ്യണം. ഓക്കെ, താങ്ക്സ്, ക്ലിയർ ആണ്. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ എന്തെങ്കിലും പോയിന്റ്സ് ആഡ് ചെയ്യാനുണ്ടെങ്കിൽ പ്ലീസ് കം ഫോർവേഡ്. എല്ലാ ലിസണേഴ്സും ശ്രദ്ധിക്കുക, ഇതൊരു ഫോർമൽ അല്ലെങ്കിൽ ഒരു ഒഫീഷ്യൽ കൈൻഡ് ഓഫ് ഡിസ്കഷൻ ഒന്നും അല്ല. ഇതൊരു ഫ്രണ്ട്ലി ടോക്ക് ആയിട്ട് എടുക്കുക.
ആർക്ക് വേണമെങ്കിലും മുമ്പോട്ട് വരാവുന്നതാണ്. ഒരു ഡാറ്റാബേസ് കൺസെപ്റ്റ് ബിഗിനേഴ്സ് എന്നാണ് നമ്മൾ ടൈറ്റിൽ. പക്ഷേ ഇതിൽ ഓൾമോസ്റ്റ് നമ്മുടെ ഡിസ്കഷൻ എല്ലാം പോകുന്നു കുറച്ചുകൂടി ഒരു ബിഗിനേഴ്സ് അതുപോലെ തന്നെ അഡ്വാൻസ് ലെവലിലും കണ്ടക്ട് ആയി വരുന്നുണ്ട്. സോ എവരി വൺ ക്യാൻ ഓൾവേസ് വെൽക്കം. പ്ലീസ് ടൈം യൂട്ടിലൈസ് ചെയ്യേണ്ടതാണ്. ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിച്ചോട്ടെ? സിനോ പ്ലീസ്. അതായത് എനിക്കൊരു വലിയ ഡാറ്റാബേസ് ഉണ്ട്, ഒരു 600 GB സൈസുള്ള ഒരു ടേബിളുള്ള ഒരു ഡാറ്റാബേസ് ഉണ്ട്. എനിക്ക് ആ ടേബിളിനെ ഷ്രിങ്ക് ചെയ്യാൻ എന്തെങ്കിലും മെത്തേഡ് ഉണ്ടോ, ഡാറ്റ കളയാതെ? ആർക്കൈവ് ചെയ്യുന്ന അപ്രോച്ച് ഉണ്ട്, പക്ഷെ അത് സ്ലോ ആവും. ആർക്കൈവ്ഡ് പാർട്ടിൽ നിന്നാണ് ഡാറ്റ റീഡ് ചെയ്യുന്നതെങ്കിൽ സ്ലോ ആവും. അവിടെ ഒരു പ്രശ്നമുള്ളതെന്ന് പറഞ്ഞാലേ അതിന്റെ ഒരു 5-6 ക്രോൺ ജോബ് ഓടുന്നുണ്ട് ഒരു മിനിറ്റിനുള്ളിൽ തന്നെ. അങ്ങനെ ഒരുപാട് ടേബിൾ റൈറ്റ് വരുന്നു, റീഡും റൈറ്റ് ഒരുപോലെ തന്നെ കണ്ടു വരുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള കുറെ പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ടാണ് അത് ഡാറ്റ ഷ്രിങ്ക് ചെയ്ത് മാത്രം എടുക്കാൻ പറ്റുമോ അറിയാൻ വേണ്ടിയിട്ടാണ്. ഈ ഡാറ്റ ഷ്രിങ്ക് ചെയ്യാന്ന് പറയുമ്പോ അതെങ്ങനെയാ, എന്താ ഉദ്ദേശിച്ചത്? ഇപ്പൊ ഡ്യൂപ്ലിക്കേറ്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഒഴിവാക്കുക, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാനല്ലേ പറ്റുള്ളൂ. അല്ലാതെ എന്തെങ്കിലും മെത്തേഡ് ഉണ്ടോ എന്ന് അറിയാനാണ്. നമുക്കിപ്പോ 600 GB ഉള്ള ഡാറ്റ ആ ടേബിളിനെ നമുക്കൊരു 200-300 GB ആയിട്ട് കുറയ്ക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോന്ന്. നമ്മളിപ്പോ ടെക്സ്റ്റ് ഒക്കെ ജസ്റ്റ് സിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ കുറയുന്നത് പോലെ എന്തെങ്കിലും കുറയോ കൂടുവോ അങ്ങനെ എന്തെങ്കിലും നടക്കുമോ എന്നുള്ള അറിയാൻ വേണ്ടി. അതെനിക്ക് തോന്നുന്നില്ല കേട്ടോ, എൻ്റെ അറിവിലില്ല. ബിക്കോസ് ആ ഡാറ്റ എല്ലാം കീപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഐ ഡോണ്ട് തിങ്ക് ദർ ഇസ് എ വേ. ഇപ്പോൾ ആർക്കൈവ് ചെയ്താൽ ഇറ്റ് വിൽ അഫക്റ്റ് ദ പെർഫോമൻസ്. ഈ 600 GB ഡാറ്റ വാലിഡ് ആണോ അല്ലയോ എന്നുള്ളത് നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്. അത് വാലിഡ് അല്ലാത്ത ഡാറ്റ ഉണ്ടെങ്കിൽ അല്ല, ഒബ്വിയസ്ലി ആക്ച്വലി അതിനകത്ത് റിപ്പോർട്ട്സ് ജനറേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഇപ്പൊ ഒരു വർഷത്തെ ഡാറ്റ മുഴുവൻ എടുത്തൊക്കെ ചിലപ്പോൾ റിപ്പോർട്ട് ജനറേറ്റ് ചെയ്യേണ്ടി വരും. അപ്പൊ അങ്ങനെയൊക്കെ വരുന്ന കേസിൽ ഇത് നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല. ഡാറ്റ കംപ്ലീറ്റ് ആയിട്ട് അവിടെ തന്നെ വേണം. അഥവാ നമ്മളിപ്പോ ആർക്കൈവ് ചെയ്ത് എവിടെയെങ്കിലും വെച്ചിട്ട് അവിടെ പിന്നെ ആവശ്യം വരുമ്പോൾ റിപ്പോർട്ടിന്റെ ആവശ്യത്തിന് വേണമെങ്കിൽ എടുക്കുക എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഉണ്ടല്ലോ, വേറെ എവിടെയെങ്കിലും മാറ്റിയിട്ടിട്ട്. അത് നടക്കില്ല. അതായത് ആ ലൈവ് ഡാറ്റ തന്നെ വേണം. എന്തോ അനാലിസിസ് ആണ്, വെതർ ഫോർകാസ്റ്റിംഗ് റിലേറ്റഡ് എന്തോ സംഭവമാണ്. അത് തന്നെ അനലൈസ് ചെയ്യണോ? വേറെ മാറ്റിയിട്ട് അനലൈസ് ചെയ്യാൻ പറ്റില്ല? ഇല്ലെന്നാണ് പറയുന്നത്. അപ്പൊ ആപ്ലിക്കേഷൻ എങ്ങനെ എഴുതിയേക്കുന്നത്? ഇല്ലെങ്കിൽ പിന്നെ ഓരോന്നിനും ടേബിളൊക്കെ വേറെ വേറെ എഴുതേണ്ടി വരും. ഇപ്പോൾ ഉള്ള ടേബിൾ തന്നെ യൂസ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള രീതിയിൽ ഒരു ഡൗട്ട് ഒരാൾ ചോദിച്ചാണ് എന്നോട്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ AWS അറോറയാണ് സംഭവം കിടക്കുന്നത്. സ്നോഫ്ലേക്ക് എന്നും പറഞ്ഞൊരു പുതിയ ഡാറ്റാബേസ് ഉണ്ട്. അതിനെക്കുറിച്ച് അതിലോട്ട് മാറാൻ ഓപ്ഷൻ ഉണ്ടെങ്കിൽ പ്രോബബ്ലി ഇത് സോൾവ് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം സ്നോഫ്ലേക്കിൻ്റെ എന്താണെന്ന് വെച്ചാൽ കൺസെപ്ച്വലി നമ്മൾ മുന്നേ ചെയ്തിരുന്ന അനലിറ്റിക്കൽ ഡാറ്റ ഒരു സ്ഥലത്തും മറ്റേ ഡാറ്റ ഒരു സ്ഥലത്തും ഇല്ലാതെ ഒരേ സ്പീഡിൽ തന്നെ അനാലിസിസും ഇതും ചെയ്യാൻ പറ്റുമെന്നാണ് അവർ ക്ലെയിം ചെയ്യുന്നത്. ഞാൻ യൂസ് ചെയ്തില്ല, ഞങ്ങൾ യൂസ് ചെയ്യുന്നുണ്ട് അനാലിസിസിന് മാത്രം. പക്ഷെ സ്നോഫ്ലേക്കിൻ്റെ ഐഡിയ ഇതാണ്, അല്ലാതെ എനിക്ക് അറിയുന്ന വേറെ സൊല്യൂഷൻസ് അറിയില്ല കേട്ടോ. അല്ല, സ്നോഫ്ലേക്കിന്റെ പ്രൈസിങ് കാര്യങ്ങളൊക്കെ എങ്ങനെ വരും? നമ്മൾ AWS അറോറേക്കാളും കൂടുതൽ വരുമോ? അറിയില്ല, ഞാൻ പ്രൈസിങ് ഒന്നും എൻ്റെ ലെവലിൽ എനിക്ക് അറിയില്ല. ഓക്കെ, നോ പ്രോബ്ലം. താങ്ക് യു സോ മച്ച്. ഈ ഡേറ്റ സൈസിന്റെ കാര്യം പറഞ്ഞപ്പം പോസ്റ്റ്ഗ്രസിനകത്താണെങ്കിൽ ഇതുപോലെ സൈസ് ഉള്ള ഒരു ഡേറ്റാബേസ് ഉണ്ടായിരുന്നു. അപ്പം നമുക്കതിന്റെ ബാക്കപ്പ് റെഗുലർ ആയിട്ട് എടുക്കേണ്ട ഒരു സിറ്റുവേഷൻ വന്നപ്പം ഇത് ഇച്ചിരി സമയമെടുക്കും. അതുപോലെ തന്നെ സമയമെടുക്കുമായിരുന്നു. അപ്പം ഈ ഡെവലപ്പേഴ്സ് പറഞ്ഞു വാക്വം എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റോ അങ്ങനെ എന്തോ ഒരു ഫംഗ്ഷൻ ഉണ്ട് പോസ്റ്റ്ഗ്രസിനകത്ത്. അത് ഓടിച്ചു കഴിയുമ്പോഴത്തേക്കും കുറയുമെന്ന് പറഞ്ഞു. അത് പക്ഷെ അധികം ഒന്നും കുറഞ്ഞൊന്നുമില്ല. പക്ഷെ എനിക്ക് വേറൊരു ചോദ്യം ഉണ്ട്. അതായത് ഈ ഞങ്ങളുടെ പ്രശ്നം ബാക്കപ്പ് എടുക്കുമ്പം ഉള്ള ഡിലേ അതായിരുന്നു പ്രശ്നം. അല്ലാതെ ഡാറ്റാബേസ് ഓപ്പറേഷൻ എപ്പോഴേലും ഈ ഡാറ്റാബേസിന്റെ സൈസ് എഫക്ട് ചെയ്യുമോ? ക്വസ്റ്റ്യൻ എനിക്ക് ക്ലിയർ അല്ല, പക്ഷേ ഞാൻ റീഫ്രേസ് ചെയ്തിട്ട് ഇതാണോ ചാൾസ് പറയുന്നതെന്ന് പറയാം. ഡാറ്റാബേസിൻ്റെ പെർഫോമൻസും സൈസും റിലേറ്റഡ് ആണോ എന്നാണ് ചോദ്യം? അതെ അതെ. ഒബ്വിയസ്ലി ഡാറ്റ കൂടുന്തോറും ക്വറീസ് എല്ലാം സ്ലോ ആവും.
ഓക്കെ ഓക്കെ. ഐ മീൻ അത് ഒരു ജനറൽ സോഫ്റ്റ്വെയറിൽ അറ്റ് സം പോയിന്റ് എവറിബഡി വിൽ ഫേസ് ഇറ്റ്. അത് ഒരുവിധം ഇതിനൊന്നും വ്യത്യാസം വരില്ല, പക്ഷെ കുറേ കഴിയുമ്പോൾ വി വിൽ എൻഡ് അപ്പ് ഇൻ എ പ്ലേസ് വെയർ ക്വറീസ് ആർ സ്ലോ. അപ്പോഴാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫസ്റ്റ് സ്റ്റെപ്പ് വിൽ ബി ടു അനലൈസ് ദ ക്വറീസ് വെദർ ദ ക്വറീസ് ആർ റൈറ്റ്. സെക്കൻഡ് സ്റ്റെപ്പ് ഈസ് ടു സീ വെദർ ഇത് എന്താ പ്രോപ്പർ ഇൻഡെക്സിങ് എല്ലാം ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കി ഡാറ്റയിൽ. തേർഡ് ഓപ്ഷൻ അറ്റ് സം പോയിന്റ് വി വിൽ തിങ്ക് ഈ റീഡിന് വേണ്ടി ഇൻ മെമ്മറി ക്യാഷസ് ഒക്കെ യൂസ് ചെയ്യുന്നൊരു ഇതിലോട്ട് പോകും. അല്ലാതെ പക്ഷെ അതൊക്കെ കുറച്ച് ഭയങ്കര സ്കെയിലിൽ ഒരു എൻ്റർപ്രൈസ് ആപ്ലിക്കേഷനിലൊന്നും നോർമലി ആ ലെവലിൽ വരാറില്ല. കുറച്ചുകൂടെ സ്കെയിൽഡ് ആപ്ലിക്കേഷൻസിൽ വരാറുള്ളൂ ഈ സ്റ്റേറ്റ് ഒക്കെ. പക്ഷേ ക്വറി അനലൈസ് ചെയ്യുന്നത് മൈറ്റ് ബി ഗുഡ് ഇനഫ് മോസ്റ്റ് കേസസ്. ഇത് ഈ പറഞ്ഞത് RDBMS-ന്റെ കേസല്ലേ, റിലേഷണൽ ഡാറ്റാബേസിന്റെ കേസല്ലേ? അതെ അതെ. ഇപ്പോഴത്തെ ഓരം മിക്ക ഇതിനകത്തും ഏതെങ്കിലും ഒരു വലിയ കേഷിങ് നമുക്ക് ഇടാൻ പറ്റും. EH കേഷ് ആണ് ഡിഫോൾട്ട് വരുന്നതെന്ന് തോന്നുന്നു. മറ്റേ ഹൈബർനെറ്റ് ആണ് മിക്കവാറും എല്ലാവരും ഉപയോഗിക്കുന്നത്. അതിന്റെ കൂടെ നമുക്ക് നെക്സ്റ്റ് ലെവലായിട്ട് നമുക്ക് വേണമെങ്കിൽ ഒരു വേറൊരു എക്സ്റ്റേണൽ കേഷും കൂടെ ഉപയോഗിക്കാം. അങ്ങനെയാണെങ്കിൽ കുറച്ചുകൂടെ ഒരു സ്പീഡ് കിട്ടും. പക്ഷെ ഇതിന്റെയൊക്കെ ക്ലസ്റ്ററിങ് ഇച്ചിരി തലവേദനയാണ്. അപ്പൊ അത് സൂക്ഷിച്ച് ഉപയോഗിക്കണം. പക്ഷെ സപ്പോർട്ട് ഉണ്ട്. അപ്പം നമ്മൾ ആ സപ്പോർട്ട് സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ അവർ നമ്മൾ സഹായിക്കും ക്ലസ്റ്ററിങ് ഫുൾ സാധനം. പക്ഷെ ഡിപ്പെൻസ് എന്തുമാത്രം പൈസ നിങ്ങളുടെ കമ്പനി മുടക്കാൻ തയ്യാറുണ്ട് എന്നത് അനുസരിച്ചിരിക്കും. ഞാൻ സിനോബിനോടൊരു ചോദ്യം ചോദിച്ചോട്ടെ. സിനോബ് പറഞ്ഞ 600 GB ഉള്ള ടേബിളിൽ റൈറ്റ്സ് വരുന്നത് ഈ എല്ലാ റോസിനെയും ഇമ്പാക്റ്റ് ചെയ്യാൻ പ്രോബബിലിറ്റി സെയിം ആണോ, അതോ ഇപ്പോൾ കുറേ റോസൊക്കെ പഴയതാണ്, ഇപ്പോൾ ഒരു വർഷത്തെ റെക്കോർഡ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞു, അപ്പോൾ കുറേ റോസ് ഈ മാസത്തെ റെക്കോർഡ്സ് അല്ലാതെ ബാക്കിയുള്ളതെല്ലാം പഴയ റെക്കോർഡ്സാണ്, അതിലോട്ട് റൈറ്റ് വരില്ല എന്നുള്ളൊരു കണ്ടീഷനൊക്കെയാണോ? എന്നോട് പറഞ്ഞ വേറൊരാളെ പറഞ്ഞു. അപ്പൊ അവന്റെ റിക്വയർമെന്റ് എന്ന് പറയുന്നത് അതിനകത്ത് ഏതാണ്ട് 7 ക്രോൺ ജോബ് എങ്ങാണ്ടുണ്ടെന്നാ പറയുന്നത്, ആ ഒരു മിനിറ്റിനുള്ളിൽ ഓടുന്നത്. അങ്ങനെ 15 മിനിറ്റ് ഇടവിട്ടോ 5 മിനിറ്റ് ഇടവിട്ടോ ആയിട്ട് 17-18 ക്രോൺ ജോബ് റൺ ചെയ്യുന്നുണ്ട്. അത് എല്ലാ സമയത്തും ഇതിൽ നിന്ന് റൈറ്റ് റീഡും ഉണ്ട്. അങ്ങനെയാണ് പറഞ്ഞത്, ആ ഒരു ടേബിളിലേക്ക് മാത്രം. അതുപോലെ പല ടേബിളുകളുണ്ട്. ഇതിൽ ഒരു ടേബിളിന്റെ സൈസാണ് ഏറ്റവും കൂടുതൽ വരുന്നത്. അത് തന്നെ 600 GB ഇപ്പൊ ഉണ്ട്. ആക്ച്വലി പ്രൊജക്ട് മൊത്തം പറഞ്ഞിരിക്കുന്നത് 5 വർഷത്തേക്കുള്ള പ്രൊജക്ട് കൊണ്ടാണ്. 5 വർഷത്തേക്ക് ആ ഡാറ്റാബേസിന്റെ സൈസ് അങ്ങനെ കൂടാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത്. അപ്പൊ നമ്മുടെ പ്രൈസിങ് ഒരു പ്രശ്നമാണല്ലോ അറോറ വരുമ്പോ. നോർമൽ MySQL അല്ല യൂസ് ചെയ്യുന്നത്. ആ രണ്ട് സ്റ്റേറ്റ്മെന്റും കൂടെ അങ്ങോട്ടൊരു കോൺട്രഡിക്റ്റിംഗ് ആണല്ലോ. അങ്ങനെ അല്ല, ആ രണ്ട് സ്റ്റേറ്റ്മെന്റ്, അതായത് റീഡിങ്ങും റൈറ്റിങ്ങും ഉണ്ടെന്ന് പറയുകയും ചെയ്യുന്നുണ്ട്, പക്ഷെ ഇതിന്റെ സൈസ് കൂടുതലെന്നും പറയുന്നുണ്ട്. അപ്പം അത് കസ്റ്റമറുടെ നീഡല്ലേ, നമുക്കത് പറയാൻ പറ്റും. അതായത് അതിനകത്ത് എത്രമാത്രം നമുക്കത് കുറയ്ക്കാൻ പറ്റുക എന്നുള്ളതാണല്ലോ നമ്മുടെ ഒരു ഡ്യൂട്ടി. നമ്മൾ കൺസൾട്ട് ചെയ്യുമ്പോൾ നമ്മളോട് മാക്സിമം പറയുന്ന അത്രേ ഉള്ളൂ. അതിന്റെ കോസ്റ്റ് കുറയ്ക്കുക എന്നുള്ളതാണ് കസ്റ്റമറുടെ നീഡ്. പെർഫോമൻസും കുറയരുത്, കോസ്റ്റും കുറയ്ക്കണം. അപ്പൊ 2 കാര്യങ്ങളും അവർ പറയുന്നുണ്ട്. ഇപ്പം എനിക്ക് തോന്നുന്നത് ഈ അധികം റൈറ്റ് വരാത്ത സാധനമാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അത് വേറൊരു സ്ഥലത്തോട്ട് മാറ്റാം. ക്രോൺ ജോബ് അനലൈസിസ് ആണ് ഉദ്ദേശിച്ചെങ്കിൽ. കാരണം ഒരു സാധനം തുടരെ റൈറ്റ് ചെയ്തുകൊണ്ട് പിന്നെ അതിനെ അനലൈസ് ചെയ്യുന്നതിനെ കുറിച്ച് അതെനിക്ക് ആ ഒരു മോഡൽ എനിക്ക് പിടികിട്ടില്ല. എനിക്കും മനസ്സിലായിട്ടില്ല. അതിന് കറക്റ്റ് ആയിട്ട് എനിക്ക് അതിൽ വന്നൊരു ഡൗട്ടാണ്. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ ചോദിച്ചത്. ഇങ്ങനെ എന്തെങ്കിലും നമ്മുടെ അറിവിൽ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ട. അതിന്റെ ഡാറ്റാബേസിന്റെ സൈസ് കുറയ്ക്കാൻ എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ട. എനിക്ക് ആപ്ലിക്കേഷന്റെ സ്ട്രക്ചർ ഒന്നും അറിയില്ല. എനിക്ക് ഈ സെയിം ഇഷ്യൂ ഉണ്ടായിരുന്നു. ചെയ്തെന്ന് വെച്ചാൽ പഴയ ഒരു 8 വർഷത്തെ ഏതാണ്ട് മുമ്പത്തെ ഡാറ്റ എടുത്ത് വേറൊരു ടേബിളിലോട്ട് വേറൊരു ഡാറ്റാബേസിലോട്ട് ഇത് ചെയ്തു, ആർക്കൈവ് ചെയ്തു. അത് മാത്രമല്ല, ആവശ്യമുണ്ടെങ്കിൽ എടുക്കാമല്ലോ. കാരണം ആർക്കൈവ്ഡ് ഡാറ്റയാണ്. ആരും ഉപയോഗിക്കുമായിരിക്കും, പക്ഷെ ഉപയോഗിച്ചാൽ തന്നെ നമുക്ക് റെഫർ ചെയ്യാൻ പറ്റും.
വളരെ ചാൻസ് കുറവാണ്. കസ്റ്റമർ ഡാറ്റ തന്നെയാണ്. ഇപ്പം ടെലികോമിന്റെ ഡാറ്റ ആയതുകൊണ്ട് ചിലപ്പം പഴയ ആൾക്കാർ കാണും, പക്ഷെ തീർച്ചയായിട്ടും നമുക്ക് റിട്രീവ് ചെയ്തെടുക്കാൻ പറ്റും. പക്ഷെ എന്നും വരത്തൊന്നുമില്ല. ഇതെനിക്ക് അറിയില്ല, എനിക്ക് ആപ്ലിക്കേഷന്റെ സ്ട്രക്ചർ കൃത്യമായിട്ട് എനിക്ക് അറിയില്ല. എൻ്റെ ഒരാൾ എന്നോട് ചോദിച്ചു, കൺസൾട്ടൻസിനായിട്ട് ചോദിച്ചതാണ്. അപ്പൊ അങ്ങനെ വന്നപ്പം എനിക്കും അത് നോക്കിയിട്ട് ആദ്യമൊന്നും ഒരു കാര്യവും മനസ്സിലായില്ല. അപ്പം ഇങ്ങനെ ഒരു ഡിസ്കഷൻ വന്നതിന്റെ പേര് ഞാൻ ചോദിച്ചാണ്. അപ്പൊ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് പിന്നെ ബാക്ക് ചാനലിൽ പിങ് ചെയ്യാം. കൂടുതൽ ഡീറ്റെയിൽസ് അറിഞ്ഞിട്ട് ഞാൻ വാട്സാപ്പിലോ ബാക്ക് ചാനലിലോ പിങ് ചെയ്യാം. ഓക്കെ. താങ്ക് യു സോ മച്ച്, ഇൻഫോർമേറ്റീവ് ആയിരുന്നു. താങ്ക് യു സിനോ. വേറെ കാര്യം ചോദിക്കട്ടെ, ഇപ്പം ഡെവോപ്സ് ചെയ്യുന്ന ആൾക്കാർക്ക് ഇതുമാത്രം ഡാറ്റാബേസ് ഈ ക്വറീസിനെ കുറിച്ചൊക്കെ അറിയേണ്ട ആവശ്യം സാധാരണഗതിയിൽ വരാറുണ്ടോ? ഞങ്ങളുടെ ഡെവോപ്സ് ടീം മോസ്റ്റ്ലി ദേ ആർ കൺസേൺ വിത്ത് ഹൗ ടു ബിൽഡ് ദിസ്, എങ്ങനെ ഡിപ്ലോയ് ചെയ്യണം. പിന്നെ ഈ ക്വറീസ് കൊടുക്കുന്ന SQL സ്ക്രിപ്റ്റ്സ് റൺ ചെയ്യണം. എന്തെങ്കിലും എറർ വരികയാണെങ്കിൽ ദേ വിൽ ഗെറ്റ് ബാക്ക് ടു ദ ഡെവലപ്പേഴ്സ്. അതിനപ്പുറം അവരൊന്നും ചോദിക്കാറില്ല. അത് എനിക്ക് തോന്നുന്നു ഓരോ കമ്പനീസിൽ യൂസ് ചെയ്യുന്ന പ്രാക്ടീസിൻ്റെ ആയിരിക്കും. ഇപ്പോൾ ഒരുപാട് പ്രോസസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് ശരിയാണ്, ചില ഡെവോപ്സ് ടീംസ് ബിൽഡ് ചെയ്യുന്നത് മാത്രമായിരിക്കും ചെയ്യുന്നത്. ഇപ്പം ഞാൻ വർക്ക് ചെയ്തിരുന്ന ഒരു ടീമിൻ്റെ കൾച്ചർ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇൻഫ്ര ബിൽഡ് ചെയ്യുന്ന ടീമും ഉണ്ട്, അതുപോലെ തന്നെ ഓപ്പറേഷൻ സൈറ്റ് ലെവലിറ്റി ഓപ്പറേഷൻ ചെയ്യുന്ന ഡെവോപ്സ് പ്രാക്ടീഷൻസും ഉണ്ട്. അപ്പോൾ ഞാൻ SRO ടീമിൻ്റെ പാർട്ടായിരുന്നു. നമ്മൾ ശരിക്കും മെയിനായിട്ട് ചെയ്യുന്നത് മോണിറ്ററിങ് ചെയ്യുക, അതുപോലെ ഇതുപോലെ SQL ക്വറീസ് എന്നാൽ റൺ ചെയ്യുക, ഇൻഡെക്സ് ക്രിയേറ്റ് ചെയ്യാനുള്ളത്, അല്ലെങ്കിൽ ഫ്ലൈവേ മൈഗ്രേഷൻ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ളത് ചെയ്യുക. അതേ സമയത്ത് തന്നെ നമ്മൾ റിയൽ ടൈം മോണിറ്ററിങ് ഉണ്ട്. അപ്പം ചില ഇഷ്യൂസ് അവർ റേസ് ചെയ്ത്, അല്ലെങ്കിൽ ചിലത് നമ്മൾ മോണിറ്ററിങ്ങിൽ ക്യാച്ച് ചെയ്യും, അല്ലെങ്കിൽ ചില ഇതിലവർ എന്താ പറയുക, ചില ഇഷ്യൂസ് അവർ റേസ് ചെയ്യും. ഇപ്പോൾ ഞങ്ങൾ ഇന്ന ഒരു ആക്ഷൻ ആപ്ലിക്കേഷൻ സൈഡിൽ നിന്ന് എക്സിക്യൂട്ട് ചെയ്തപ്പോൾ സക്സസ് ആയില്ല, അങ്ങനെയുള്ള കേസ് വന്നു കഴിയുമ്പോൾ നമുക്ക് ആ കൊറി എന്താ ചെയ്യുന്നതെന്നും കൂടി നമുക്ക് നോക്കണം. അപ്പോൾ ചില ഓൾമോസ്റ്റ് എല്ലാ APM ടൂൾസിലും നമുക്കത് ട്രേസ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പം അങ്ങനെയുള്ള ചില സിനാരിയോസിൽ ഈ ഡാറ്റാബേസ് നോളജ് നമ്മളെ ഒരു പരിധിയില്ല, ഒരുപാട് നമ്മളെ ഹെൽപ്പ് ചെയ്യും. നമുക്ക് അവരോട് തിരിച്ച് ഇപ്പോൾ റേസ് ചെയ്യുന്ന ഈ റിക്വസ്റ്ററിനോട് തിരിച്ച് നമുക്ക് എന്തെങ്കിലും കൺസേൺ റേസ് ചെയ്യണമെങ്കിലോ അല്ലെങ്കിൽ ഇത് റൈറ്റ് ആണോ എന്ന് തിരിച്ചു ചോദിക്കാനൊക്കെ ഉള്ള സമയത്ത് നമുക്ക് ഇങ്ങനെ ഒരു നോളജ് നമ്മൾ ഒരുപാട് ഹെൽപ്പ് ചെയ്യാറുണ്ട്. ഓക്കെ. വേറെ ക്വസ്റ്റ്യൻ, ഈ സീറോ ഡൗൺ ടൈം ശരിക്കും ഉള്ളതാണോ? ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അപ്പൊ റോൾ ഔട്ട് ഒക്കെ ചെയ്യുമ്പോൾ ഇങ്ങനെ ചെയ്യാം എന്ന് തിയററ്റിക്കലി പറയാറുണ്ട്, പക്ഷെ ഒരു ആക്ച്വൽ സീറോ ഡൗൺ ടൈം ഞാൻ ഇന്നേ ദിവസം വരെ ഒരു കമ്പനിയിലും ഒരു കസ്റ്റമറിന്റെ അടുത്തും കണ്ടിട്ടില്ല. ആർക്കും അതിനുള്ള ഒരു ഗട്സ് ഇല്ല എന്നുള്ളതാണ്. ഞങ്ങൾ വീക്ക്ലി റിലീസ് 0 ഡൗൺ ടൈം വെച്ച് ചെയ്യുന്നത്. എവറി വീക്ക്. വളരെ വലിയൊരു ഡാറ്റാബേസ് ആണോ? അതെ, ഒരു ഡാറ്റ അനലിറ്റിക്കൽ സോഫ്റ്റ്വെയർ ആണ്. അപ്പോൾ ഡാറ്റാബേസ് അത്യാവശ്യമുണ്ട്. പക്ഷേ ഡാറ്റാബേസ് വലുതൊന്നുമല്ല. പക്ഷെ അപ്രോച്ച് എന്താണെന്ന് വെച്ചാൽ ഡാറ്റാബേസ് അപ്ഡേറ്റ്സ് എല്ലാം ബാക്ക്വേർഡ് കമ്പാറ്റബിൾ ആയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ റിലീസിൽ സംഭവിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇപ്പോൾ നാളെയാണ് ഞങ്ങളുടെ സോഫ്റ്റ്വെയർ റിലീസെങ്കിൽ തലേ ദിവസമാണ് ഞങ്ങൾ ഡാറ്റാബേസ് അപ്ഗ്രേഡ് ചെയ്യുന്നത്. അപ്പോൾ തലേ ദിവസം ഡാറ്റാബേസ് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ ഈ ഡാറ്റാബേസ് അപ്ഗ്രേഡ്സ്, അപ്പോൾ ഞങ്ങൾക്ക് ടെക്നിക്കലി ഞങ്ങൾക്കൊരു കോളോ ഒന്നും റിമൂവ് ചെയ്യാൻ പറ്റില്ല. കോളൊക്കെ റിമൂവ് ചെയ്യണമെങ്കിൽ വി ഹാവ് ടു വെയിറ്റ് മൾട്ടിപ്പിൾ റിലീസസ്. കാരണം ഇപ്പോൾ ഒരു കോളം പെട്ടെന്ന് റിമൂവ് ചെയ്താൽ ഞങ്ങളുടെ പഴയ സോഫ്റ്റ്വെയർ മൈറ്റ് ബി ആക്സസിങ് ദിസ് തിങ്, റൈറ്റ്? അപ്പോൾ ഒരു കോളം റിമൂവ് ചെയ്യുക എന്ന് പറയുന്നത് 2 സ്റ്റെപ്പ് പ്രോസസ്സാണ്. ആദ്യം അടുത്ത സോഫ്റ്റ്വെയറിൻ്റെ വേർഷൻസിലെല്ലാം ആ കോളം ഫസ്റ്റ് ഒരു പുതിയ കോളം വേണമെങ്കിൽ അത് ആഡ് ചെയ്യുന്നു, അത് സ്റ്റെപ്പ് 1. എന്നിട്ട് ആ സോഫ്റ്റ്വെയറിൻ്റെ വേർഷൻസ് എല്ലാം പഴയ കോളത്തിനെ യൂസ് ചെയ്യുന്നില്ല എന്ന് കൺഫേം ചെയ്യുന്നു. എന്നിട്ടുള്ള ഒരു റിലീസിലാണ് ഞങ്ങൾ ആ കോളം ഡിലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ കുറേ കൺസ്ട്രെയിൻസ് വരും. പക്ഷേ ബേസിക്കലി എന്താ ചെയ്യുന്നത് വെച്ചാൽ എല്ലാ ഡാറ്റാബേസ് സ്ക്രിപ്റ്റ്സും അല്ലെങ്കിൽ എല്ലാ ഡാറ്റാബേസ് അപ്ഡേറ്റ്സും ഇസ് ബാക്ക്വേർഡ് കമ്പാറ്റബിൾ വിത്ത് ദ സോഫ്റ്റ്വെയർ. ഇപ്പോൾ ഫ്രൈഡേ ആണ് റിലീസെങ്കിൽ തേഴ്സ്ഡേ വി റൺ ദ ഡാറ്റാബേസ് അപ്ഗ്രേഡ്സ്. എന്നിട്ട് ദ സോഫ്റ്റ്വെയർ വിൽ ബി സ്റ്റിൽ ദ ഓൾഡ് സോഫ്റ്റ്വെയർ.
എന്നിട്ട് ഫ്രൈഡേ ആണ് ഞങ്ങളുടെ ആക്ച്വൽ സോഫ്റ്റ്വെയർ ഡിപ്ലോയ്മെൻറ്റ് നടക്കുന്നത്. സോഫ്റ്റ്വെയർ ഡിപ്ലോയ്മെൻറ്റ് നടക്കുമ്പോൾ പിന്നെ നോഡ് ബൈ നോഡ് അല്ലെങ്കിൽ പകുതി നോട്ട്സിനെ ഡൗൺ ആക്കിയിട്ട് അതിനെ അപ്ഗ്രേഡ് ചെയ്തിട്ട് അടുത്ത നോട്ട്സിനെ അങ്ങനെ ചെയ്യുന്നു. അങ്ങനെയാണ് ആ 0 ഡൗൺ ടൈം അച്ചീവ് ചെയ്യുന്നത്. Sounds interesting. Would like to know more about it. കാരണം ഞാൻ ഇതുവരെ ചെയ്തിട്ടുള്ള എല്ലായിടത്തും നമ്മൾ ഒരു ഡൗൺ ടൈം പറയും. കാരണം വേറൊന്നുമല്ല, കസ്റ്റമറിന് ഒരു പേടിയുണ്ട്. ലൈക്ക് കസ്റ്റമർ ഡാറ്റ പോകാൻ പാടില്ല നമ്മൾ ഈ ഇത് സാധനം ചെയ്താലും. ഇപ്പം 10,000s ഓഫ് കസ്റ്റമേഴ്സ് ഉണ്ടാവും. അപ്പം നമ്മുടെ ഈ ഒരു ഓപ്പറേഷൻ്റെ ഇടയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയാൽ അത് ഭയങ്കരമായിട്ട് പെനാൽറ്റി കൊടുക്കേണ്ടി വരും. അപ്പം ആ ഒരു കാരണം കൊണ്ടായിരിക്കണം ഞാൻ ഇതുവരെ കണ്ടിട്ടുള്ള എല്ലാ ക്ലയൻസും ഏതാണ്ട് ഈ ഒരു ഇതാണ്. ഓക്കെ, താങ്ക് യു ഷിനു. നമ്മുടെ റൂം തുടങ്ങിയിട്ട് ഇപ്പോൾ 2 മണിക്കൂറാവുന്നു. സാധാരണ നമ്മൾ 10 മണിക്ക് അവസാനിപ്പിക്കുകയാണ് ചെയ്യാറുള്ളത്. ആർക്കെങ്കിലും ചോദ്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിക്കാം, അല്ലെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമാകുന്നു. ഇന്ന് നമ്മുടെ സ്പീക്കറായിരുന്നത് നൈസ മുളവര. അദ്ദേഹം 15 വർഷത്തിലധികമായിട്ടൊരു സോഫ്റ്റ്വെയർ എഞ്ചിനീയറായിട്ട് ജോലി ചെയ്യുന്നു, പല റോളുകളിൽ. അപ്പോൾ ഒരു ഡാറ്റാബേസ്, അദ്ദേഹം തുടക്കത്തിൽ പറഞ്ഞ പോലെ ഒരു ഡാറ്റാബേസ് എക്സ്പേർട്ട് ഒന്നും അല്ലെങ്കിൽ തന്നെയും ഇത്രയും വർഷത്തെ പരിചയമുള്ളതുകൊണ്ട് തന്നെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ടൊരു ഡാറ്റാബേസിൻ്റെ കോൺസെപ്റ്റ്, അതുപോലെ തന്നെ അതിൻ്റെ എവല്യൂഷൻ, അതിലെ ഡിഫറെൻറ്റ് എന്താ പറയുക, ഇപ്പോൾ ആസിഡ് കോംപ്ലയൻസ് അല്ലെങ്കിൽ ഇവൻച്വൽ കൺസിസ്റ്റൻസി, ഇത്തരം കാര്യങ്ങളെക്കുറിച്ചൊക്കെ സംസാരിച്ചു. അതുപോലെ SQL, അതിൻ്റെ എനിക്ക് തോന്നുന്നു നമ്മൾ ബിഗിനേഴ്സിന് വേണ്ടിയിട്ടുള്ള ഒരു റൂമാണെങ്കിൽ പോലും കുറച്ച് എക്സ്പീരിയൻസ്ഡ് ആയുള്ളവർക്കും പ്രയോജനപ്പെടുന്ന രീതിയിൽ പല കാര്യങ്ങളും ഡിസ്കസ് ചെയ്തു. അതുപോലെ ORMനെ കുറിച്ച് സംസാരിച്ചു, പിന്നെ ഡെവോപ്സിൻ്റെ റോളിനെ കുറിച്ചെല്ലാം സംസാരിച്ചു. നൈസമൊക്കെ നമ്മുടെ ഒരു ആക്റ്റീവ് ലിസണർ ആയിരുന്നു ഒരു 2 ആഴ്ച മുമ്പ് വരെ. നമ്മുടെ ഈ ഒരു സ്പീക്കേഴ്സ് ടീമിലേക്ക് ജോയിൻ ചെയ്തിട്ട് കുറച്ച് ദിവസമേ ആകുന്നുള്ളൂ. അതുപോലെ നൈസമൊക്കെ ഒരു വീക്ക്ലി റൂം നടത്തുന്നുണ്ട്. അതായത് ഡാറ്റ സ്ട്രക്ചർ ആൻഡ് അൽഗോരിതംസ്, അതിൻ്റെ വിഷയങ്ങളായിട്ട് ബന്ധപ്പെട്ട ഒരു വീക്ക്ലി റൂമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പ്രൊഫൈലിൽ കാണാൻ പറ്റും, താല്പര്യമുള്ളവർക്ക് അവിടെ പോകാം. കാരണം എനിക്ക് തോന്നിയൊരു കാര്യം, നമ്മൾ ഈ പുസ്തകത്തിൽ നിന്ന് പഠിച്ച് മനസ്സിലാക്കാൻ പറ്റാത്ത പല കാര്യങ്ങളും അവിടെ, അതിപ്പോൾ ഡാറ്റ സ്ട്രക്ചർ ആയിക്കോട്ടെ, ഈ ഡാറ്റാബേസിനെ കുറിച്ചൊക്കെ ആയിട്ട് അവിടെ ഡാറ്റ സ്ട്രക്ചറിനെ കുറിച്ചാണ് പറയുന്നത്. വളരെ റിയൽ ടൈം എക്സാമ്പിൾസ് ഒക്കെ വെച്ചിട്ട്, പ്രോബ്ലംസ് ഒക്കെ വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു റൂമാണ്. അത് സൂമിൽ കൂടിയാണ് ചെയ്യുന്നത്. അതായത് ക്ലബ് ഹൗസ് റൂം ഉണ്ടെങ്കിലും സൂമിലാണ് അതിൻ്റെ ഡെമോ എല്ലാം കാണിക്കുന്നത്. അതുപോലെ തന്നെ അപ്പോൾ നൈസാമിക്ക് നമ്മുടെ ഡെവോപ്സ് മലയാളത്തിൻ്റെ പേരിലുള്ള നന്ദി അറിയിക്കുന്നു. പിന്നെ ഷിനോ, അതുപോലെ സിനോബ്, ചാൾസ്, എല്ലാവരും സിബിൻ എല്ലാവരും കോൺട്രിബ്യൂട്ട് ചെയ്തു. ഷിനോ എത്തിക്കാൻ ശ്രമിക്കണം. ഷിനോ ഒന്ന് അൺമ്യൂട്ട് ചെയ്തിരുന്നു, പറയാം. ഞാൻ ചോദിക്കാൻ വന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ കുബർനെറ്റിസിന്റെ ക്ലസ്റ്റർ ചെയ്തിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ എനിക്കൊരു സഹായം വേണമായിരുന്നു. ആരെങ്കിലും പോയിന്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഉപകാരമായിരുന്നു. നമുക്ക് കുറച്ചധികം കുബർനെറ്റിക്സ് എക്സ്പേർട്സ് തന്നെ ഇവിടെ ഉണ്ട്. ഇന്നിപ്പോൾ ഈ റൂമിൽ ഉള്ളവർ എനിക്ക് തോന്നുന്നത് അതെ ഉപയോഗിക്കുന്നവരുണ്ട്. ഇപ്പോൾ ചാൾസ്, സിനോബ്, അതുപോലെ താഴെ ഇരിക്കുന്ന നമ്മുടെ ജിയോ ചേട്ടൻ, അങ്ങനെ ഉള്ള ആളുകളുണ്ട്. അത് കൂടാതെ ഡെവോപ്സ് മലയാളത്തിൻ്റെ സ്പീക്കേഴ്സിൽ പ്രത്യേകിച്ച് രഞ്ജു, അതുപോലെ ജസ്വിൻ, അവരൊക്കെ കുബർനെറ്റിക്സ് എക്സ്പേർട്സാണ്. നമ്മുടെ ഏതെങ്കിലും ഗ്രൂപ്പിലുണ്ടോ ഷിനോ? വാട്സാപ്പ് ഗ്രൂപ്പിലോ ടെലിഗ്രാം ഗ്രൂപ്പിലോ? ഇല്ല, ഞാൻ ഒരു ഗ്രൂപ്പിലില്ല. ഓക്കെ, അവിടെ ആണെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. അല്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞ രഞ്ജു ജോൺ, ഇതിൻ്റെ ഡെവോപ്സ് മലയാളത്തിൻ്റെ ഒരു കാര്യം ചെയ്യാം, ഞാൻ അവരുടെ പ്രൊഫൈൽ ലിങ്ക് ഇവിടെ ബാക്ക് ചാനലിൽ പിങ് ചെയ്ത് തരാം. എനിക്കൊരു ഹായ് അടിച്ചു മതി. ഓക്കെ ഓക്കെ, താങ്ക്സ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ സിബിൻ എന്തെങ്കിലും ഇനി പറയാനുണ്ടോ? ഓക്കെ, സിബിൻ അവിടെ ഇല്ലെന്ന് തോന്നുന്നു. ഇല്ല, നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഓൾമോസ്റ്റ് എല്ലാ ടോപ്പിക്കും നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ ഒരിക്കൽ കൂടി
നൈസാമിക്കോടുള്ള നന്ദി അറിയിക്കുന്നു. നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യാണ് ഇൻ 5 seconds. നമുക്ക് ശനിയാഴ്ച കേട്ടുമുട്ടാം. ഓക്കെ, 5 4 3 2 Okay, bye. 1. Bye.